വെറുതെ ഒരു ഫലിതം പറഞ്ഞുകൊണ്ട് ചിന്തയിലേക്ക് കിടക്കാം. ഫലിതം ധ്യാനവുമായി ബന്ധപ്പെട്ടല്ല, നിങ്ങൾ ചുമ്മാ അയയാൻ വേണ്ടിയിട്ട്. കാലിഫോർണിയയിലെ സാൻ ഫ്രാൻസിസ്കോയിൽ ഒരു ചേട്ടൻ, ഒരച്ചായൻ നാട്ടിൽ നിന്ന് വന്നു. എയർപോർട്ടിൽ ഇറങ്ങിയപ്പം സാൻ ജോസ് എന്ന് എഴുതി, പക്ഷേ സാൻ ഹോസെ എന്ന് പറയുന്നത്. അപ്പം ചോദിച്ചു മോളോട്, എന്നാടി മോളെ സാൻ ഹോസെ? മോള് പറഞ്ഞപ്പ ഇത് സ്പാനിഷ് കമ്മ്യൂണിറ്റിക്ക് കൂടുതൽ പ്രാധാന്യമുണ്ട്, അവര് ജെ പറയുകയല്ല, ജെ എച്ച് ആയിട്ട് പറയുള്ളൂ. അപ്പം സാൻ ജോസ് സാൻ ഹോസെ, ജോജോ ഹോഹോ, ജോസഫ് ഹോസെ, അങ്ങനെയാ പറയത്തുള്ളൂ. അപ്പന് സന്തോഷമായി. അപ്പം ഈ അപ്പനൊരു ഒറ്റയ്ക്ക് ഒരു വീട്ടിൽ ഉച്ചഭക്ഷണത്തിന് വേണ്ടി പോയി, ആരും കൂടെയില്ല. അപ്പം അമേരിക്ക വന്നതിന്റെ അല്പം ഗമയൊക്കെ കാണിക്കാൻ വേണ്ടി ആ വീട്ടിൽ ചെന്നപ്പോൾ അവർ ചോദിച്ചു, പിള്ളേര് അങ്കൾക്ക് സിറ്റിസൺഷിപ്പ് ഉണ്ടോ? ഇല്ല. ഗ്രീൻ കാർഡ് ഉണ്ടോ? ഇല്ല. പിന്നെ വിസിറ്റ്. ഇപ്പൊ ജനുവരി ആയാലും എന്ന് തിരിച്ചു പോകും, 5-6 മാസം കഴിഞ്ഞ് പോകും. എന്നാൽ എന്ന് പോകാനാണ് പ്ലാൻ ചെയ്യുന്നത്? ഒരു ഹൂലയോടുകൂടി പോകാനാണ് പ്ലാൻ ചെയ്യുക. അപ്പൊ നമ്മൾ തികച്ചും വ്യത്യസ്തമായ ഒരു സ്ഥലത്താണ് നമ്മൾ ജീവിക്കുക, നമ്മൾ താമസിക്കുക. അപ്പൊ നമ്മുടെ കുടുംബ ബന്ധങ്ങളിലുണ്ട് വ്യത്യാസങ്ങൾ, വ്യതിയാനങ്ങളൊക്കെ. ഒരു കുടുംബത്തിന്റെ ചിത്രം നമുക്ക് പങ്കുവെച്ചുകൊണ്ട് ആരംഭിക്കാം. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 2-ാം അധ്യായം. രാവിലെ നമ്മൾ കർത്താവിൽ ആശ്രയിക്കുന്ന ജീവിതത്തെക്കുറിച്ച് പറയുമ്പം ഒരു വിവാഹ വിരുന്നിനെ വ്യാഖ്യാനിച്ചുകൊണ്ട് കുടുംബ ബന്ധങ്ങളിലേക്ക് നമ്മൾ കടന്നു വരികയാണ്. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 2-ാം അധ്യായം 1 മുതൽ 11 വരെ. അവിടെ ഇങ്ങനെയാണ് പറയുക: 3-ാം ദിവസം ഗലീലയിലെ കാനാവിൽ ഒരു വിവാഹ വിരുന്ന് നടന്നു. യേശുവിന്റെ അമ്മ അവിടെ ഉണ്ടായിരുന്നു. യേശുവും അവൻ ശിഷ്യന്മാരും വിരുന്നിന് ക്ഷണിക്കപ്പെട്ടിരുന്നു. അവിടെ വീഞ്ഞ് തീർന്നു പോയപ്പോൾ അവന്റെ അമ്മ അവനോട് പറഞ്ഞു, അവർക്ക് വീഞ്ഞില്ല. യേശു പറഞ്ഞു, സ്ത്രീയെ, എനിക്കും നിനക്കും എന്ത്? എന്റെ സമയം ഇനിയും ആയിട്ടില്ല. അവന്റെ അമ്മ പരിചാരകരോട് പറഞ്ഞു, അവൻ നിങ്ങളോട് പറയുന്നത് പോലെ ചെയ്യുവേ. യഹൂദരുടെ ശുദ്ധീകരണ കർമ്മത്തിലുള്ള വെള്ളം നിറയ്ക്കുന്ന 6 കൽഭരണികൾ ഇവിടെ ഉണ്ടായിരുന്നു. ഓരോന്നിലും 2-3 അളവ് കൊള്ളുമായിരുന്നു. ഭരണികളിൽ വെള്ളം നിറയ്ക്കുമെന്ന് യേശു അവരോട് കൽപ്പിച്ചു. അവർ അപ്രകാരം ചെയ്തു. വീഞ്ഞായി മാറിയ വെള്ളം എവിടെ നിന്നാണെന്ന് അവർ അറിഞ്ഞിരുന്നില്ല. കലവറക്കാരൻ മണവാളിനെ വിളിച്ചു പറഞ്ഞു, എല്ലാവരും മുന്തിയനം ആദ്യം വിളമ്പുന്നു, പൂസായി കഴിയുമ്പം താഴ്ന്നു തരുമോ? പക്ഷെ നീ നല്ല വീഞ്ഞ് അവസാനം വരെയും സൂക്ഷിച്ചു വെച്ചല്ലോ. യേശു തുടങ്ങിയ അടയാളങ്ങളുടെ ആരംഭമാണ് ഗലീലയിലെ കാനാവിൽ ചെയ്ത ഇവന്റെ അത്ഭുതം. വിശുദ്ധ നാട്ടിൽ 2 കരകൾ, ഒന്ന് യൂദയ പ്രദേശം, 2 ഗലീലി പ്രദേശം. 2 പ്രദേശത്തും കാന എന്നു പേരുള്ള ഗ്രാമങ്ങളുണ്ട്. ഇവിടെ എടുത്തു പറയുന്നു ഗലീലിയിലെ കാനായിൽ. യൂദയയിലെ കാനായിലല്ല, ഗലീലിയിലെ കാനായിൽ ഒരു വിവാഹ വിരുന്ന് നടന്നു. നമ്മുടെ വിവാഹവും യഹൂദന്റെ വിവാഹവും തമ്മിൽ ഒരു വലിയ വ്യത്യാസമാണ്. നമ്മുടെ നാട്ടിൽ ജൂലൈ മാസം 31-ാം തീയതി ഒരു കല്യാണമുണ്ട് എന്ന് പറഞ്ഞ് ക്ഷണിച്ചാൽ 30-ന് വൈകിട്ട് ആൾക്കാർ വീട്ടിൽ വരും, ഭക്ഷണം കഴിക്കും. 31-ന് പള്ളിയിൽ വരും, കർമ്മത്തിൽ പങ്കെടുക്കും, ഭക്ഷണം കഴിച്ച് പല്ലും കുത്തി കുറ്റവും പറഞ്ഞുകൊണ്ട് യാത്രയാകും. എന്നാൽ നമ്മുടെ നാട്ടിൽ വിളിച്ചവരും വിളിക്കപ്പെട്ടവരും തമ്മിലുള്ള ബന്ധം. യഹൂദർക്കിടയിൽ അങ്ങനെയല്ല. ചില ആൾക്കാർ നമ്മുടെ നാട്ടിൽ പള്ളിയിൽ കൂടെ പോകത്തില്ല, പട്ടി കശാപ്പുകടെ പോകുന്നില്ല, പാരീഷ് ഹോളി തിന്നാൻ വേണ്ടി പോകും. അത് സ്റ്റാൻഡേർഡ് ഇല്ലാത്ത മനുഷ്യരാണ്. 1 പള്ളിയിലെ കർമ്മം, 2 പാരീഷ് ഹോളിലെ തീറ്റ, 2-ാം സ്ഥാനമേ ഉള്ളൂ. യഹൂദർക്കിടയിൽ അങ്ങനെയല്ല. ജൂലൈ 31-ന് ഒരു വിവാഹമുണ്ട് എന്ന് പറഞ്ഞ് ക്ഷണിച്ചാൽ 26-ാം തീയതി മുതൽ 31-ാം തീയതി വരെ വിളിക്കപ്പെട്ട ആൾക്കാർക്ക് വിളിച്ച വീട്ടിൽ കയറി ചെല്ലാം. അങ്ങനെ കയറി ചെല്ലുമ്പോൾ സാമാന്യ മര്യാദയുടെ ഭാഗമാണ് വീഞ്ഞു കുടിക്കാൻ കൊടുക്കണം. അതില്ലേ നാണക്കേടാണ്. വിളിക്കപ്പെട്ടവർക്ക് ഒറ്റ കടമയേ ഉള്ളൂ, ക്ഷണക്കത്തെടുക്കുക, കൊണ്ട കൊടുക്കുക. കാവൽക്കാരൻ്റെ ക്ഷണക്കത്ത് കൊടുക്കുമ്പോൾ കാവൽക്കാരൻ ക്ഷണക്കത്ത് മേടിച്ചു വെച്ചിട്ട് മഴക്കോട്ട് പോലെ ഒരു ഓവർകോട്ട് പുതയ്ക്കാൻ കൊടുക്കും. ആ കോട്ടിന്റെ പേരാണ് വിവാഹ വസ്ത്രം. അതും പുതച്ചുകൊണ്ട് അകത്ത് കയറിയാൽ കഴുത്തറ്റം തിന്നാം, മൂക്കറ്റം കുടിക്കാം. നാട്ടിൽ ചില ശവോടക്കിന് ചില പെൺപിള്ളേർ മക്കളെ കാണും. വിദേശത്ത് വരുമ്പോൾ കറുത്ത ബ്ലൗസും കറുത്ത സാരിയും മാത്രം കൊടുത്ത് 5 എണ്ണം നിരന്നിരിക്കുമ്പോൾ ശവത്തേക്കാൾ ശ്രദ്ധ ഈ പെണ്ണിനിലേക്ക് പോകുന്നതാണ്. അങ്ങനെയുള്ളവരുണ്ട്. അപ്പൊ ഇങ്ങനെയുള്ള ഒരേ വേഷം ധരിച്ചെടുക്കുമ്പം ഒരു ശ്രദ്ധ കിട്ടും. ഒരേ തരം തുണിയും പുതച്ച് 10-500 പേര് പന്തലിരിക്കുമ്പം കാണാൻ നല്ല രസം. കഴുത്തറ്റം തിന്നുക, മൂക്കറ്റം കുടിക്കുക, ഏമ്പക്കം വിടുക. എഴുന്നേറ്റ് വരുമ്പം കോട്ടൂരി കൊടുക്കുക, കത്ത് മേടിച്ച് കൈ പിടിക്കുക, വീട്ടിൽ ചെന്ന് കിടന്നുറങ്ങുക, അതിരാവിലെ എഴുന്നേൽക്കുക, കത്തെടുക്കുക, കൊണ്ട കൊടുക്കുക, കോട്ടിടുക, പിന്നെയും തിന്നുക. ഒരാഴ്ചക്കാലം. ബൈബിളിൽ ആർത്തിപ്പണ്ടാരമായ ഒരു മനുഷ്യനെ കാണാം. കത്തെടുക്കാനും മറന്നുപോയി, കോട്ടിടാനും മറന്നുപോയി. ബ്രേക്ക് പൊട്ടിയ വണ്ടി പോലെ കല്യാണപ്പന്തലേക്ക് ഇടിച്ചു കയറി.
ചെവിക്ക് പിടിച്ചു നോക്കി പുറത്തേക്ക് വിടൂ, വിവാഹ വസ്ത്രം പുതച്ചില്ല, മിനിമം ഒരുക്കമില്ല. ഇത് പുതയ്ക്കാനുള്ള സമയം പോലും കിട്ടിയില്ല. ഒരാഴ്ചക്കാലം പലരും കയറി ഇറങ്ങി ഉള്ള വീഞ്ഞു കൂടി കുടിച്ചു തീർത്തപ്പോൾ കർത്താവായ യേശു വരുന്നു. അവൻ വന്നപ്പോൾ ക്രിസ്തു മാത്രമല്ല, വിളിക്കാത്ത കുറെ പേര് കാണാൻ വേണ്ടി കൂടെ വന്നു. നമ്മുടെ നാട്ടിൽ സ്ഥല MLA യോ MP യെയോ ഒരു പരിപാടിക്ക് വിളിച്ചാൽ അവർ മാത്രമല്ല, വിളിക്കാത്ത ലോക്കൽ നേതാക്കന്മാര് ഒരു നാണമില്ലാതെ ഭക്ഷണം തീർക്കാൻ വേണ്ടി വലിഞ്ഞു കയറി വരും. നിങ്ങളുടെ നാട്ടിൽ വന്നേച്ച് നീണ്ട യാത്ര ചെയ്യുമ്പോൾ ആര്യഭവൻ, വസന്തഭവൻ, ശരവണഭവൻ അവിടെയൊക്കെ കയറി ഭക്ഷണം കഴിക്കുമ്പോൾ ഓർഡർ കൊടുക്കുന്നത് ചപ്പാത്തി, നെയ് റോസ്റ്റ്, പൂരി മസാല, മസാല ദോശ. പക്ഷെ ഓർഡർ കൊടുക്കാത്തൊരു വയ്യാവേലി ഒരു നാണമില്ലാതെ വലിഞ്ഞു കയറി വരും. തൊളവട എന്ന് പറയുന്ന ഉഴുന്നുവട. പിന്നെ മര്യാദ ഉള്ളതുകൊണ്ട് അവന്റെ മോന്തയ്ക്ക് തെരിയല്ല, നമ്മൾ തിന്നിട്ട് പോരും. കല്യാണ വീട്ടിൽ വിളിക്കാത്ത ഉഴുന്നുവടകൾ ഓരോന്നായി ഉരുണ്ട് കയറി വന്നു. ഇത്രയും പേര് വന്നപ്പം കുടിക്കാൻ കൊടുക്കാൻ വീഞ്ഞില്ല. വീട്ടുകാർക്ക് നാണക്കേട്. ആ നാണക്കേടിൽ പരിശുദ്ധ മറിയം തന്റെ ഡ്യൂട്ടി ആരംഭിച്ചു. ദൈവമാതാവായ മറിയം എന്തിനു വേണ്ടി വന്നു എന്ന് ചോദിച്ചാൽ, അമ്മ വന്നത് മധ്യസ്ഥ പ്രാർത്ഥന നടത്താൻ വേണ്ടിയിട്ടാണ്. 2016 വർഷം മുമ്പ് മറിയത്തിന്റെ ആദ്യത്തെ മധ്യസ്ഥ പ്രാർത്ഥന, മോനെ കുടുംബത്തിന് വീഞ്ഞ് തീർന്നുപോയി. 2016 ജൂലൈ 21 അമ്മയുടെ പ്രാർത്ഥന, മോനെ അച്ഛന്റെ കൃപ ചോർന്നുപോയി, ചൈതന്യം വാർന്നുപോയി, ദമ്പതിമാരുടെ കൃപ തീർന്നുപോയി, നീ കൊടുക്കുക. അമ്മ പ്രാർത്ഥിച്ചു, പുത്രൻ പ്രവർത്തിച്ചു. ഒരു നിമിഷം കൊണ്ട് കൽപ്പനകളിൽ നിറയ്ക്കപ്പെട്ട പച്ചവെള്ളത്തിന്റെ വിളറി വെളുത്ത മുഖം മാറി നവവധുവിന്റെ മുഖം പോലെ ചുമന്നു കൊടുത്തു. വീര്യമുള്ള വീഞ്ഞായി വാരിക്കോരി വിളമ്പി എന്നാണ് പറയുക. ഇവിടെയാണ് നമ്മൾ കാണുക, അമ്മയ്ക്ക് കുടുംബജീവിതത്തിൽ ഒരു റോളുണ്ട്. ആ യേശു ആശീർവദിച്ച കുടുംബത്തിൽ അമ്മയാണ് ദമ്പതികൾക്ക് വേണ്ടി, വീടിന് വേണ്ടി മധ്യസ്ഥ പ്രാർത്ഥന നടത്തുക. ഇന്ന് അമ്മയെ പരിഹസിക്കുന്നവരുണ്ട്, അമ്മയെ പുച്ഛിക്കുന്നവരുണ്ട്. മറിയം പഴത്തൊലിയാണ്, യേശു പഴമാണ്. മറിയം മുട്ടത്തോടാണ്, യേശു കോഴിക്കുഞ്ഞാണ്. കുഞ്ഞു പറഞ്ഞ തോടിന് എന്നാ വില? പരിഹസിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട് പരിശുദ്ധ അമ്മയെ. തിരിച്ച് ചില ബന്ധുക്കോസ് വിഭാഗങ്ങളുണ്ട്, എല്ലാവരും അല്ല, ചില അങ്ങനെയുള്ളവരുണ്ട്. ഒരു ഞാനിങ്ങനെ ഒരു റാന്നിയിൽ ഒരു കൺവെൻഷൻ കഴിഞ്ഞ് പത്തനംതിട്ടയ്ക്ക് ബസ്സിൽ പോവാ. എന്റെ അടുത്തിൽ ബന്ധുക്കോസ് പാസ്റ്റർ വന്നിരുന്നു. എന്നെ നോക്കിയിട്ട് ചോദിച്ചു, എന്നാ സഭയിലെ അച്ഛനാ? ഞാൻ പറഞ്ഞു, കത്തോലിക്ക സഭയിലെ അച്ഛൻ. പിന്നെ കറുത്ത വെള്ള വേണ്ട ഇടാൻ. ഞാൻ പറഞ്ഞു, നിങ്ങളുടെ വർഗത്തെ കാണുന്ന എനിക്ക് ആമർഷമാണ്. കരിങ്കൊടിക്ക് പോലെ ലോകം തന്നെ അയച്ച് ഞാനിങ്ങനെ ഇട്ടിരിക്കുകയാണ്. ഉടനെ വെച്ചാൽ അറിയത്തില്ലാണ്ട് ചോദിച്ചതാ. ഞാൻ പറഞ്ഞു, ഞങ്ങൾ ധ്യാനിപ്പിക്കുന്ന അച്ഛന്മാരാണ്. എപ്പോഴും വണ്ടി യാത്രയാകുമ്പോൾ പൊടി പറ്റി കുപ്പായം മുഷിഞ്ഞു പോകും. അതുകൊണ്ട് അലക്ക് ലാഭിക്കാൻ ഈ നിറത്തിലൊരെണ്ണം തയ്ച്ചങ്ങ് ഇട്ടിരിക്കുന്നതാണ്. ഉടനെ ചോദിച്ചു, അയ്യോ കത്തോലിക്കാച്ചനല്ലേ അത്? എങ്ങനെ അച്ഛാ മറിയം പ്രസവിച്ചിട്ടും കന്യകയായിട്ടിരിക്കുന്നത് എന്ന് വെച്ചാൽ അവന്റെ കഞ്ഞിപ്രശ്നമല്ലേ? അതറിയേണ്ട എന്ത് കാര്യമാണ്? മര്യാദ ഇതിന്റെ വായിൽ കോലിട്ട് കുത്തുക, വേണ്ടാത്ത കേൾക്കാതെ. ഞാൻ പറഞ്ഞു, മാതാവിന്റെ കന്യാത്വം ദൈവവും മാതാവോട് നോക്കിക്കോളും. പാസ്റ്റർ ഇങ്ങേരുടെ സഭയിലെ ചെറുപ്പക്കാരി പെണ്ണുങ്ങളുടെ കന്യാത്വം കളയാതെ സൂക്ഷിച്ചു ജീവിച്ചാൽ മതി. ധാരാളം ആൾക്കാരുണ്ട് നമ്മുടെ സമൂഹത്തില് അമ്മയെ പരിഹസിക്കുന്നവര്. ഇവിടെയാണ് പരിശുദ്ധ മറിയം നമുക്ക് വേണ്ടി മധ്യസ്ഥ പ്രാർത്ഥന നടത്തുകയാണ്. അമ്മയുടെ ആദ്യത്തെ മധ്യസ്ഥ പ്രാർത്ഥനയിൽ പച്ചവെള്ളത്തെ പുത്രൻ വീഞ്ഞാക്കി മാറ്റി. ഓരോ അച്ഛനോടും പറയുന്ന എന്താ? ശുശ്രൂഷയ്ക്ക് പുകൊള്ളുക. ഒരു കഴിവും വേണ്ട, ഒരു സാമർഥ്യം വേണ്ട. അച്ഛൻ വെറും പച്ചവെള്ളം പോലെ സഭയിലേക്ക് ഇറങ്ങിയാൽ മതി. മാതാവിന്റെ മധ്യസ്ഥ പ്രാർത്ഥിച്ചിട്ട് പച്ചവെള്ളമായ അച്ഛനെ മറിയം വീര്യമുള്ള വീഞ്ഞാക്കി മാറ്റും. എന്നെ മാറ്റും, നിങ്ങളെ മാറ്റും, ദമ്പതികളെ മാറ്റും. അമ്മയോടുള്ള വണക്കം അതാണ്. സഭയുടെ പരിശുദ്ധ പാരമ്പര്യവും ഇത് തന്നെയാണ്. ഇതിന്റെ പശ്ചാത്തലം കൂടി ഓർത്തോണം. യഹൂദർക്കിടയിൽ ഒരാചാര രീതിയുണ്ട്. അവിടെയാണ് ബൈബിൾ നമ്മൾ കാണേണ്ടത്. അവരുടെ രീതി പ്രകാരം ഒരു സ്ത്രീ പ്രസവിച്ചത് പെൺകുട്ടിയാണെങ്കിൽ അവൾ ഉണ്ടാകുന്നതെന്ന് അപ്പനും അമ്മയും കൂടി അവക്ക് വേണ്ടി ഒരു ഭരണി വീഞ്ഞ് എടുത്തു വെക്കുന്ന യഹൂദ പാരമ്പര്യം. ഒരു പെൺകൊച്ചുണ്ടാകുമ്പോൾ ഒരു ഭരണി വീഞ്ഞ് അപ്പനും അമ്മയും കൂടി പെൺകൊച്ചിന് വേണ്ടി എടുത്തു വെക്കും. തട്ടിൻപുറത്തോ പത്താഴത്തിലോ. കാശ് കൂടുതലാണോ മുഴുത്ത ഭരണി, കുറവാണോ ഇടത്തരം ഭരണി, പാവങ്ങളാണോ കൊച്ചു ഭരണി. ഓരോ ജന്മദിനത്തിലും ഓരോ ഭരണി വീഞ്ഞ്. യഹൂദ പെണ്ണിന്റെ കല്യാണം നടക്കുന്നത് 13-ാം വയസ്സിലാണ്. അന്ന് 13 ഭരണി വീഞ്ഞ് ഇവയ്ക്ക് വേണ്ടി ഒരുക്കി വെച്ചിരിക്കും. ഏറ്റവും വീര്യമുള്ളത് 13 വർഷം പഴക്കമുള്ള 1-ാം ജന്മദിനത്തിലെ വീഞ്ഞാണ്. ചെറുക്കന്റെ വീട്ടുകാർക്ക് വിളമ്പുന്നത് 13 വർഷം പഴക്കമുള്ള വീഞ്ഞ്. അതാണ് മുന്തിയനം എന്ന് പറയുക. അതാണ് തീർന്നുപോയത്. കർത്താവ് പച്ചവെള്ളത്തെ ആശീർവദിച്ചപ്പോൾ 13 വർഷം പഴക്കമുള്ള വീഞ്ഞിനേക്കാൾ വീര്യമുള്ളതായി മാറി അവൻ ആശീർവദിച്ച ജലം. ഇതാണ് അവിടെ വിളമ്പുക.
അവിടെയാണ് കല്യാണപ്പന്തൽ. ഇതാണ് പശ്ചാത്തലം. ഇവിടെയാണ് കല്യാണപ്പന്തലിൽ കലവറക്കാരൻ ചോദിക്കുന്നു, എല്ലാവരും മുന്തിയനും ആദ്യം വിളമ്പുന്നു, പൂസാമം താഴ്ന്നു തരവും. നമ്മുടെയൊക്കെ നാട്ടിൽ പണ്ട് ബാർ ഹോട്ടൽ കേരളത്തിൽ ഉണ്ടായിരുന്ന ഒരു കാലഘട്ടത്തിൽ അന്ന് ബാർ ഹോട്ടലിൽ ചെല്ലുമ്പം 2 സ്ഥലമാണ്. ഒന്ന് സ്റ്റാൻഡേർഡ് ആൾക്കാർ ഇരുന്ന് കുടിക്കുന്ന സ്ഥലം, മറ്റൊന്ന് ചില ആൾക്കാർ ഓടി വന്ന് കുടിക്കുന്ന തെണ്ടി ബാർ എന്ന് പറയുന്ന ഒരു ബാർ ഉണ്ടായിരുന്നു. അവിടെ ഏത് മട്ട് കലക്കി കൊടുത്താലും ഉഗ്രനെന്നും പറഞ്ഞു ആൾക്കാർ കുടിച്ചിട്ട് പോകും. അപ്പൊ ആദ്യമേ നല്ലത് വിളമ്പും, ലഹരി ഒഴിച്ച് കഴിയുമ്പം താഴ്ന്നു തരവും. എല്ലാ ജീവിതത്തിലും അങ്ങനെ, അച്ഛന്മാരും അങ്ങനെ. പട്ടം കിട്ടി ആദ്യ കാലങ്ങളിൽ പുത്തൻ അച്ഛന്മാരും മറ്റും കുർബാന എത്തിയെന്ന കണ്ടാൽ തോന്നും ഈ കക്ഷിയായിരിക്കും വിശുദ്ധ കുർബാന സ്ഥാപിച്ചയാള്. നീട്ടി കുറുക്കി പരത്തി ഏകനടിച്ച് ബലിയർപ്പിക്കുന്ന അച്ഛന്മാരെ കാണാം. പുത്തൻ അച്ഛന്മാരും മറ്റും ആശീർവാദം കൊടുക്കുന്ന കണ്ടാൽ കുരിശിന്റെ നീളം പരലോകം മുതൽ പാതാളം വരെയാണ്. എന്തോ ഒരു നീളമാണ്. 10-15 വർഷം കഴിഞ്ഞ് അച്ഛൻ ആശീർവാദം കൊടുക്കുന്ന കണ്ടാൽ പൂച്ച മണ്ണ് മതി വരെ. വീര്യം പോയി ലഹരി പോയി. എല്ലാ ജീവിതാവശ്യത്തിലും നല്ലത് ആദ്യം വിളമ്പും, ലഹരി പിടിച്ച് കഴിയുമ്പോൾ കാരണം വെമ്പളം. ആദ്യം നല്ലത് കൊടുക്കും. അത് കുടുംബത്തിലും അങ്ങനല്ലേ? കുടുംബത്തിലും അങ്ങനെ. കല്യാണം കഴിയുന്നു, 1-ാം വർഷം ഭാര്യ പറഞ്ഞുകൊണ്ട് കിടക്കുന്നു, ഭർത്താവ് കേട്ടുകൊണ്ട് കിടക്കുന്നു. 2-ാം വർഷം ഭർത്താവ് പറഞ്ഞുകൊണ്ട് കിടക്കുന്നു, ഭാര്യ കേട്ടുകൊണ്ട് കിടക്കുന്നു. 3-ാം വർഷം രണ്ടുപേരും ഒരുമിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നു, നാട്ടുകാർ കേട്ടുകൊണ്ടിരിക്കുന്നു. വീര്യം പോയി, ലഹരി പോയി. ആദ്യകാല വീര്യം പോയി. ഒരുത്തൻ ബാർബർ ഷാപ്പിൽ ചെന്നിട്ട് പറഞ്ഞു, ബാർബറോട് പറഞ്ഞു, ബാർബർ എന്റെ മുടിയൊന്ന് വെട്ടണം. ബാർബർ വെച്ച് എങ്ങനെ വേണം? അംബ്രല്ല കട്ടിങ് ആണോ, മഷ്റൂം കട്ടിങ് ആണോ, പറ്റ വെട്ടണോ, എങ്ങനെ വെട്ടണം? അവൻ അന്നും വേണ്ട, ഭാര്യയ്ക്ക് പിടിക്കാൻ നീളമില്ലാത്ത ഒന്ന് വെട്ടി തലേശാണ്. കാരണം ലോകവും കുടുംബത്തിന്റെ പോക്ക് കിടക്കണം. ആദ്യകാലത്ത് നല്ല ലഹരി, നല്ല വീര്യം, പിന്നീട് അവസരം വരിക അല്ലേ? മാരേജ് ബ്യൂറോയിലേക്ക് ഫോൺ കോൾ വരുന്നു. ഇപ്പം മാരേജ് ബ്യൂറോയിലേക്ക് ഇപ്പം കമ്പ്യൂട്ടർ മറുപടി. ഇപ്പം ചോദിച്ചു, ഇഫ് യു വാണ്ട് എ ബ്യൂട്ടിഫുൾ ലേഡി പ്രസ് 1. If you want a religious minded lady, press 2. If you want a society lady, press 3. ഓരോന്നും ഇങ്ങനെ ഞെക്കാൻ പറയാം. 1 ഞെക്കുക, 2 ഞെക്കുക, 3 ഞെക്കുക. അപ്പോൾ if you want to direct conversation, press 4. 4 പിടിച്ച് അമക്കി. അപ്പം അവിടെ ചോദിച്ചു, വെൽക്കം ടു മാരേജ് ബ്യൂറോ, എന്താണ് ചെയ്യേണ്ടത്? അപ്പം സംസാരിക്കാൻ തുടങ്ങി. അന്നേരം പറഞ്ഞു, 2ാം കല്യാണത്തിന് വേണ്ടിയാണ്, ഞാൻ എവിടെ ഞെക്കേണ്ടതെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, ആദ്യത്തെ ഭാര്യ എന്തെന്ന് ചോദിച്ചു. ആദ്യത്തെ ഭാര്യ കൂടെ പഠി ശല്യത സഹിക്കാൻ മേലാഞ്ഞിട്ടാന്ന് പറഞ്ഞു. അങ്ങനെയാണ് അവിടെ കഴുത്തിന് ഞെക്കാൻ പറഞ്ഞു. അപ്പൊ ആദ്യം നല്ല ലഹരിയിൽ ആരംഭിച്ചു, രീതിയിൽ ആരംഭിച്ചു. പിന്നീടാണ് കൊച്ചു കൊച്ചു പ്രശ്നങ്ങളായിട്ട് ദാമ്പത്യം മറ്റും വരിക. പുതുരീതിയിലെ ലഹരി പോകും. അപ്പൊ അങ്ങനെയുള്ള ലഹരി പോകുമ്പോൾ ഒരിക്കൽ കൂടി ലഹരി വീണ്ടും കിട്ടണം. കർത്താവായ യേശു കുടുംബത്തിന്റെ നടുക്ക് വേണം, പരിശുദ്ധ അമ്മ വശത്ത് വേണം. ആ കുടുംബത്തിലൊന്നും വീര്യമുണ്ട്, ലഹരിയുണ്ട്. യോഹന്നാന്റെ സുവിശേഷം 4 പേരുകളിൽ അറിയപ്പെടുന്നു. 1, ദ ഗോസ്പൽ ഓഫ് ലൈഫ്, ജീവന്റെ സുവിശേഷം. 2, ദ ഗോസ്പൽ ഓഫ് ലൈറ്റ്, പ്രകാശത്തിന്റെ സുവിശേഷം. 3, ദ ഗോസ്പൽ ഓഫ് അബൻഡൻസ്, സമൃദ്ധിയുടെ സുവിശേഷം. 4, ദ ഗോസ്പൽ ഓഫ് സയൻസ് ആൻഡ് വണ്ടേഴ്സ്, അടയാളങ്ങളുടെയും അത്ഭുതങ്ങളുടെയും സുവിശേഷം. ജീവന്റെ സുവിശേഷം, പ്രകാശത്തിന്റെ സുവിശേഷം, അടയാളങ്ങളുടെ സുവിശേഷം, സമൃദ്ധിയുടെ സുവിശേഷം. ഇവിടെ യോഹന്നാൻ പഠിപ്പിക്കാൻ ആഗ്രഹിക്കുന്ന പാഠം ക്രിസ്തു ഉള്ളിടത്ത് സമൃദ്ധിയാണ്. ക്രിസ്തുവിന്റെ സാന്നിധ്യവും അമ്മയുടെ പ്രാർത്ഥനയുള്ളിടത്ത് സമൃദ്ധിയുള്ള ഒരു കുടുംബമായിട്ട് അത് മാറുന്നു. കാരണം ദൈവസ്വഭാവമാണല്ലോ സമൃദ്ധി. പണ്ട് ഹാഗാർ ഒരു തുള്ളി വെള്ളം ചോദിച്ചപ്പോൾ ദൈവം ഒരു കിണർ കാണിച്ചു കൊടുത്തു, സമൃദ്ധി. അല്പം മഞ്ഞ ചോദിച്ചപ്പം കൊട്ടക്കണക്കിന് മഞ്ഞ കുടഞ്ഞിട്ട് കൊടുത്തു, സമൃദ്ധി. ദൈവസ്വഭാവമാണ്. ഒരു പൂ ചോദിച്ചാൽ പൂന്തോട്ടം. ക്രിസ്ത്യാനി ചെറുപ്പക്കാരൻ മുസ്ലിം പെണ്ണിനെ പ്രേമിച്ചു. അവന്റെ പ്രേമാനുഭവം അവ കൂട്ടുകാരോട് പറയുക. ഒരു മുസ്ലിം പെണ്ണിനെ പ്രേമിച്ചു. ഒരു പൂ ചോദിച്ചപ്പോൾ അവളെനിക്ക് ഒരു പൂന്തോട്ടം തന്നു. ഒരു പേജ് ചോദിച്ചപ്പോൾ അവളെനിക്ക് ഒരു പുസ്തകം തന്നു. അവസാനം ഞാൻ ഉമ്മ ചോദിച്ചപ്പോൾ ഉമ്മ മാത്രമല്ല ബാപ്പായും ആങ്ങളമാരും ഒക്കെ കൂടെ തന്നു. സമൃദ്ധിയാണ് വേണ്ടത്. അപ്പം തമ്പുരാനോട് ഇടപെടുമ്പോൾ ഒരു സമൃദ്ധി, ദൈവത്തോട് ഇടപെടുന്ന ജീവിതങ്ങളിൽ ഒരു സമൃദ്ധി, അവിടുത്തെ ധാരണയുടെ ഒരു സമൃദ്ധി. അതുകൊണ്ടാണ് യോഹന്നാന്റെ സുവിശേഷത്തിന്റെ അന്ത്യത്തിൽ സമൃദ്ധി, 2-ാം അധ്യായത്തിൽ വീഞ്ഞിന്റെ സമൃദ്ധി. 6 ഭരണി, 2ഓ 3ഓ കൊള്ളുന്ന 6 ഭരണി. 6 2ഓ 3ഓ എന്ന് മലയാളത്തിൽ പറഞ്ഞാൽ 75 ലിറ്റർ. 75 ലിറ്റർ കൊള്ളുന്ന 6 ഭരണി. ഒരു ഭരണി വെള്ളം കൂടെ വീഞ്ഞായാൽ സുമാറ് കല്യാണം നടക്കും. 5-6 കല്യാണം കൂടി ഒറ്റയടിക്ക് നടത്താവുന്ന വിധത്തിൽ 6 ഭരണി. 2ൽ
വീഞ്ഞിന്റെ സമൃദ്ധി, 6 അപ്പത്തിന്റെ സമൃദ്ധി, 6-ാം അധ്യായത്തിൽ 5000 അപ്പത്തിന്റെ സമൃദ്ധി, 21 153 മത്സ്യത്തിന്റെ സമൃദ്ധി. യേശു ഉള്ളിടത്തെല്ലാം സമൃദ്ധി. 2 വീഞ്ഞ്, 6 അപ്പം, 21 153 മത്സ്യങ്ങൾ. ക്രിസ്തുവിന്റെ സാന്നിധ്യം നമുക്ക് തൃപ്തി തരുന്ന ഒരു സാന്നിധ്യമാണ്. കാനായിലെ വീട്ടിൽ ഒരു വഴക്കുണ്ടായി. ആ വഴക്ക് യോഹന്നാൻ എഴുതിയിട്ടില്ല. കാരണം വഴക്ക് ബൈബിളിൽ എഴുതിയാൽ ബൈബിളിന്റെ സ്റ്റാൻഡേർഡ് മൊത്തം പോകും. അതുകൊണ്ട് യോഹന്നാൻ തന്നെ പറഞ്ഞിട്ടുണ്ട്, എല്ലാ കാര്യവും എഴുതിയിട്ടില്ല, അവൻ ദൈവപുത്രനാണെന്ന് കാണിക്കാൻ മാത്രമേ എഴുതിയിട്ടുള്ളൂ. വഴക്ക് വിട്ടിട്ടുണ്ടെന്ന് യോഹന്നാൻ തന്നെ സൂചിപ്പിച്ചിട്ടുണ്ട്. മാതാവിന്റെ അമലോത്ഭവം, പരിശുദ്ധമ്മയുടെ സ്വർഗാരോഹണം, ഇതൊന്നും ബൈബിളിൽ ആവശ്യമില്ല. കാരണം ബൈബിളിനേക്കാൾ പ്രാധാന്യം പാരമ്പര്യത്തിനുണ്ടല്ലോ. കാരണം എഴുതപ്പെട്ട ബൈബിൾ പോലെ പ്രധാനപ്പെട്ടതാണ് എഴുതാത്ത പാരമ്പര്യം. അതുകൊണ്ടാണ് പൗരസ്ത്യസഭകൾ പാരമ്പര്യത്തിന് ഊന്നൽ കൊടുക്കുന്നുണ്ട്. പാരമ്പര്യം കാരണം ചില കാര്യം പാരമ്പര്യത്തിനുണ്ടെങ്കിൽ മതി, ബൈബിളിൽ ആവശ്യമില്ല. കാരണം യോഹന്നാൻ തന്നെ പറഞ്ഞു, എല്ലാം എഴുതിയിട്ടില്ല, ദൈവത്തിനാണെന്ന് കാണിക്കാനുള്ള മാത്രമേ എഴുതിയിട്ടുള്ളൂ. ഇപ്പൊ ചിലത് പാരമ്പര്യത്തിന്റെ ഭാഗമായിട്ട് ഇതിലേക്ക് കടന്നു വരും. വഴക്കുണ്ടായി. എന്താണ് വഴക്കിന്റെ കാരണമെന്ന് ഞാൻ തന്നെ ആലോചിച്ച് കണ്ടുപിടിച്ചിട്ടുണ്ട്. എന്താണ് വഴക്ക്? എല്ലാ കണക്കുകൂട്ടലുള്ള കല്യാണ വീട്ടിൽ വീഞ്ഞ് തീരാൻ കാരണക്കാരാര്? ഭാര്യ പറഞ്ഞു കെട്ടിയവനോട്, താൻ പിശുക്കനാന്ന് കല്യാണം കഴിഞ്ഞ് 3-ാം ദിവസം പിടികിട്ടിയതാണ്. 10 ചോദിച്ചാൽ 7:30, 5 ചോദിച്ചാൽ 3:45. ഒരു ഭാര്യ കെട്ടിയോട് കൊടുത്തു, കേട്ടോ പറയുന്ന കേട്ടോന്നും പറഞ്ഞു. അപ്പം അന്ന് തൊട്ടേ ആ പിശുക്കനാ ലുപ്തനാന്ന് എനിക്ക് പിടികിട്ടിയിട്ടുണ്ട്. എന്റെ പൊന്നു മനുഷ്യ, എങ്കിലും നമ്മുടെ ഒരേ ഒരു മട കല്യാണ ദിവസം ഈ പിശുക്കന്റെ പണി കാണിച്ചത് മഹാമോശമായി പോയി. ഭാര്യ പറഞ്ഞു കെട്ടിയവന്റെ കുഴപ്പമാ. മോള് പറഞ്ഞു എന്നാ അപ്പനാ. ഒരേ ഒരു മകളുടെ കല്യാണ ദിവസം അരക്കന്റെ പണി കാണിച്ചത് മഹാമോശ. മോളും പറഞ്ഞു അപ്പന്റെ കുഴപ്പ. അപ്പം പറഞ്ഞു, എടി പെണ്ണെ, കണ്ട ഊത്തവയറന്മാർ കൂട്ടുകാരന്മാരെ വിളിച്ചപ്പം മുൻകൂർ നമ്പർ തരണം, നീ നമ്പർ തരാഞ്ഞതാ പ്രശ്നം. അപ്പം പറഞ്ഞു മോളുടെ കുഴപ്പ. പണിക്കാര് പറഞ്ഞു എന്നാ ഒരു തന്തയാ, 500 വയറന്മാരെ വിളിച്ചിട്ട് 50 ഗ്ലാസ് വീഞ്ഞ് വിളമ്പിക്കോ ഒപ്പിച്ചോ വിളമ്പിക്കോ, എവിടെ പോയി ഒപ്പിക്കാനായിട്ടാ. വേറെ ചെല്ലു പറഞ്ഞു വിളമ്പുന്നവന്മാരുടെ കുഴപ്പമാ, അവന്മാര് 1 ഗ്ലാസ് വിളമ്പും അടുത്തത് മൂത്തും, പിന്നത്തേത് വിളമ്പും അടുത്തത് മൂത്തും. അതിന് തെളിവുണ്ട്. പച്ചവെള്ളം വീഞ്ഞാക്കി വിളമ്പിയിട്ട് പറഞ്ഞെന്താ, ആദ്യത്തേനേക്കാൾ മുന്തി അനവിതാണല്ലോ എന്ന് പറയണമെങ്കിൽ ആദ്യത്തേത് മോന്തിയിട്ടിരിക്കുകയാണ്, ഇത് മുന്തിയാണല്ലോ. കാനായിൽ ഒരമ്മയാണ്. സങ്കടങ്ങളുടെ സപ്തസാഗരങ്ങൾ നീന്തി കയറിയൊരു അമ്മ. അമ്മയ്ക്കറിയാം പ്രശ്നക്കാരെ കണ്ടുപിടിച്ചാൽ പരിഹാരമില്ല, പരിഹാരം തരുന്നവനെ കണ്ടുപിടിക്കണം. അമ്മ പറഞ്ഞു, മോനെ വീഞ്ഞില്ല, പ്രശ്നം തീർന്നു. നിങ്ങളുടെ കുടുംബത്തിൽ ഒരു പ്രശ്നമുണ്ടോ? കെട്ടിയവന്റെ കുറ്റമാണെന്ന് പറഞ്ഞാൽ പ്രശ്നം തീരുകയില്ല. ഭാര്യയുടെ കുഴപ്പമാണെന്ന് പറഞ്ഞാൽ പ്രശ്നം തീരുകയില്ല. കെട്ടിവന്നവന്റെ പെരുമാറ്റമാ, കെട്ടിയ മകന്റെ മനംമാറ്റമാണെന്ന് പറഞ്ഞാൽ പ്രശ്നം തീരുകയില്ല. പ്രശ്നം തീരണോ ഞായറാഴ്ച കുർബാനയ്ക്ക് ആൾക്കാരിലേക്ക് വരണം. പ്രശ്നം തീരണോ വൈകിട്ട് ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിക്കണം. പ്രശ്നം തീരണോ വേദപുസ്തകം തുറന്ന് വായിക്കണം. പ്രശ്നം തരുന്നവൻ പന്തലിന്റെ പുറത്തല്ല, പന്തലിന്റെ അകത്താണ്. പറഞ്ഞാൽ പ്രശ്നം പെരുകുകയുള്ളൂ. പരിഹാരം കിട്ടണോ ക്രിസ്തുവിന്റെ സാന്നിധ്യം വേണം. കാനായിൽ പരിഹാരം ഉണ്ടായി. അങ്ങനെയെങ്കിൽ നമ്മുടെ ഈ കുടുംബ ചിന്തകൾ പങ്കുവെക്കുന്ന അവസരത്തിൽ ഒരു ചോദ്യം. അമേരിക്കയിലും കാനഡയിലും ഒക്കെ ചെതറി കിടക്കുന്ന എന്റെ വീട് എങ്ങനെയുള്ള വീടാ? 10 കൂട്ടം ദാമ്പത്യ ബന്ധങ്ങൾ ഇന്നുണ്ട്. അതിലേതിൽ പെടും എന്റെ ദാമ്പത്യമെന്ന് ഒരാത്മശോധനയ്ക്ക് ഈ മണിക്കൂർ നമ്മൾ ഒന്നിച്ച് ചെലവഴിക്കുന്നു. 10 കൂട്ടം ദാമ്പത്യങ്ങൾ. 1, സ്നേഹത്തിന്റെ ദാമ്പത്യം. സ്നേഹത്തിന്റെ ദാമ്പത്യം. കുടുംബത്തിൽ ഭർത്താവിനെ സ്നേഹിക്കുന്ന ഭാര്യ, ഭാര്യയെ സ്നേഹിക്കുന്ന ഭർത്താവ്. സ്നേഹം നമ്മളെ കൊണ്ട് 2 കാര്യങ്ങൾ ചെയ്യിപ്പിക്കും. 1, സ്നേഹം നമ്മളെ കരയിപ്പിക്കും. 2, സ്നേഹം നമ്മളെ കാത്തിരിക്കാൻ നിർബന്ധിക്കും. സ്നേഹം നമ്മളെ കരയിപ്പിക്കും. സ്നേഹം നമ്മളെ കാത്തിരിക്കാൻ പഠിപ്പിക്കും. നമുക്കറിയാം, സ്നേഹമുള്ളിടത്ത് കണ്ണ് നിറയും. എന്റെ അമ്മയ്ക്കൊരു മേജർ ഓപ്പറേഷൻ എന്ന് പറഞ്ഞാൽ മോളുടെ കണ്ണ് നിറയും. എന്റെ കുഞ്ഞിന് ഒരു രോഗമാണെന്ന് പറഞ്ഞാൽ മാതാപിതാക്കളുടെ കണ്ണ് നിറയും. ഭർത്താവിന് ഒരു ടെൻഷനാണെന്ന് അറിഞ്ഞാൽ ഭാര്യയുടെ കണ്ണ് നിറയും. ഭാര്യയ്ക്ക് ഒരു നൊമ്പരമാണെങ്കിൽ ഭർത്താവിന് കണ്ണ് നിറയും. ഏതെങ്കിലും ഭാര്യ പറയുമോ, നീരട്ടെ അങ്ങനെ നീരട്ടെ, നീറ്റിയാക്കാ പോലെ നീരട്ടെ, എന്നെ നാറ്റിയ തന്നെ നീറ്റാനുള്ള സമയം ഇതാ വന്നിരിക്കുന്നു. ഒരിക്കലും പറയാൻ പറ്റിയല്ലോ. ഭർത്താവിന് ഭാര്യയോടോ ഭാര്യയ്ക്ക് ഭർത്താവിനോട് പറയാൻ പറ്റിയല്ല. മെഴുകുതിരി പോലെ ദാമ്പത്യം. മെഴുക് തിരി 2 സാധനമാണ്. ഒന്ന് മെഴുക്, മറ്റേത് തിരി. 2ആയിട്ടിരിക്കുമ്പോൾ ഒരു പ്രശ്നവുമില്ല. പക്ഷെ മെഴുകുതിരി ആയോ, തിരി കത്തിയാൽ മെഴുകുരുവും, മെഴുകുരിയാൽ തിരി കത്തും.
കല്യാണത്തിന് മുമ്പ് വരെ പാപ്പച്ചനും പെണ്ണമ്മയും മെഴുകും തിരിയും. പത്തനംതിട്ടക്കാരൻ പാപ്പച്ചൻ എന്നാ പറ്റിയാലും ചെങ്ങന്നൂരിലെ പെണ്ണമ്മയ്ക്ക് ഒരു പ്രശ്നമില്ല. ചെങ്ങന്നൂരിലെ പെണ്ണമ്മയ്ക്ക് എന്നാ പറ്റിയാലും പത്തനംതിട്ടയിലെ പാപ്പച്ചനും പ്രശ്നമില്ല. പക്ഷെ കല്യാണം കഴിഞ്ഞോ പാപ്പച്ചനും പെണ്ണമ്മയും മെഴുകുതിരി. പാപ്പച്ചൻ കത്തിയാൽ പെണ്ണമ്മ ഉരുവും, പെണ്ണമ്മ ഉരുകിയാൽ പാപ്പച്ചൻ കത്തും. ഇതാണ് കരയുന്ന ദാമ്പത്യം. ഭർത്താവിന്റെ സങ്കടം ഭാര്യയുടെ സങ്കടം, ഭാര്യയുടെ സങ്കടം ഭർത്താവിന്റെ സങ്കടം. അങ്ങനെ ആയിട്ടില്ലെങ്കിൽ ഇന്നും വിവാഹം ആചാരത്തിൽ നടന്നാലും ഹൃദയത്തിൽ സംഭവിച്ചിട്ടില്ല. കരയിക്കും. രണ്ട്, സ്നേഹം നമ്മളെ കാത്തിരിക്കാൻ പഠിപ്പിക്കും. ഭർത്താവ് എവിടെ പോയാലും തിരിച്ചു വരുന്നത് കാത്തിരിക്കുന്ന ഭാര്യ. ഭർത്താവ് പുറത്തു പോയി 2 മണിക്ക് വരുമെന്ന് പറഞ്ഞു. 1:45 നമ്മുടെ ഭാര്യ നോക്കുന്നു. ഓരോ ഫോണും വരുമ്പം, ഓരോ കോളിമേലും വരുമ്പം ഭർത്താവാണോ 2 മണിക്ക് ബെല്ലടിച്ച് നോക്കിയും ഭർത്താവ് ഉടനെ പറയുന്നു, എന്റെ പൊന്നു മനുഷ്യ, നിങ്ങൾ വരുന്നില്ലല്ലോ എന്നോർത്ത് നെഞ്ചത്ത് തീയായിരുന്നു. നിങ്ങൾ മുട്ട വേവുമായിരുന്നു. കണ്ടപ്പോഴാ തീ ഒന്ന് കെട്ടത്. സത്യം പറഞ്ഞാൽ കണ്ടപ്പോഴാ തീ കത്തിയത്. പറഞ്ഞേക്കല്ലേ, ഇപ്പോഴാ കേട്ടോ തീ ഒന്ന് കെട്ടത്. ഭർത്താവിന് തോന്നണം എന്നെ കാത്തു നിൽക്കുന്ന ഭാര്യയാ. ഭാര്യ വരുമ്പോൾ ഭർത്താവ് പറയും, എന്റെ ഏടി നീ പോയപ്പോൾ വീട് ഒരു സിമിത്തേരി പോലായിരുന്നു. നീ വന്നപ്പോഴാ അനക്കം വന്നത്. നീ ഇല്ലാത്ത കാര്യം ഓർക്കാൻ പറ്റിയ. ചിലയാണെങ്കിൽ അതും കൂടെ തുറന്നു പറയും, നീ ഇല്ലാത്ത ഒരു സിമിത്തേരി പോലെ നീ വന്നപ്പോഴാ ശവം വന്ന് കയറിയത്. അങ്ങനെ പറഞ്ഞു കരുത്. ഭാര്യയ്ക്ക് തോന്നണം എന്നെ കാത്തു നിൽക്കുന്ന ഭർത്താവ്, ഭർത്താവിന് തോന്നണം എന്നെ കാത്തിരിക്കുന്ന ഭാര്യ. സ്നേഹം നമ്മളെ കരയിപ്പിക്കും, സ്നേഹം നമ്മളെ കാത്തിരിക്കാൻ പഠിപ്പിക്കും. അപ്പൊ 1 സ്നേഹത്തിന്റെ ദാമ്പത്യം. 2 വിശ്വാസത്തിന്റെ ദാമ്പത്യം. കുടുംബത്തിൽ വിശ്വസിക്കണം. സ്വന്തം അപ്പനെയും അമ്മയേക്കാൾ കൂടെ കിടന്നവളെ വിശ്വസിക്കണം, കൂടെ കിടന്നവനെ വിശ്വസിക്കണം. അതാണ് ദാമ്പത്യത്തിന്റെ മനഃശാസ്ത്രം എന്ന് പറയുക. ഭർത്താവിനെ സംശയിക്കുക, ഭാര്യയെ സംശയിക്കുക എന്ന് പറഞ്ഞാൽ കുടിക്കുന്ന വെള്ളത്തെയും ശ്വസിക്കുന്ന വായുവിനെയും സംശയിക്കുന്നത് കഷ്ടമാണ്. ഒരു കാരണവശാലും സംശയത്തിന്റെ വിത്ത് വീടരുത്. ചെറുപ്പം കൊണ്ട് ഈ സംശയത്തിന്റെ വിത്ത് ഇതെവിടുന്ന് ആരംഭിച്ചതാ? പരദീസ. ആദ്യ രാത്രി 12 മണിക്ക് ആദം കൂർക്കം വെച്ച് കിടന്ന് ഉറങ്ങുമ്പോൾ ആദത്തിന്റെ വയറെക്കൂടെ ചൂലുകൊണ്ട് തൂക്കുന്ന പോലെ എന്തോ ഒന്ന് എഴഞ്ഞു കയറും. ആദം ഞെട്ടിയേക്ക് നോക്കുമ്പം അവ വയറെ കയറി കുത്തിയിരുന്ന് അവന്റെ ഭാര്യയെ എണ്ണുക. 1, 2, 3, 3, 2, 1. എന്നാടി എണ്ണുന്നത്? മിണ്ടാതിരി മനുഷ്യ, നിങ്ങളുടെ വേറെ വല്ല ഭാര്യയിലും പോയിട്ടുണ്ടെന്ന് എനിക്കൊരു സംശയം. 1, 2, 3, 3, 2, 1. അന്നേ ആരംഭിക്കുന്ന ആ സംശയം. 70 വയസ്സുള്ള സ്ത്രീ ധ്യാനിക്കാൻ വന്നത് വെച്ചാൽ കെട്ടിയവന് വയസ്സ് 80. എന്റെ അച്ഛൻ 80 ആണെങ്കിൽ ഇപ്പോഴും വേലക്കാരി വെള്ളം കൊണ്ട് മുമ്പ് എത്തി കുത്തിയൊരു നോട്ടമുണ്ട്. എന്നാ ഒരു നോട്ടമാണ്. അപ്പൊ ഞാൻ എന്നോട് അച്ഛനൊന്ന് ഉപദേശിക്കണം. ഞാൻ പറഞ്ഞു, എന്റെ അപ്പന്റെ പ്രായമുള്ള ആൾ ഈ കാര്യത്തിൽ ഞാനിങ്ങനെ ഉപദേശിക്കാനായിട്ട്. അപ്പൊ ഞാനന്ന് സമ്മതിക്കുന്നു. പിന്നെ ഒരിക്കലും ഒരു യാത്രയിൽ വീട്ടിൽ ചെന്നു. ഈ കാർന്നവരെ കണ്ടപ്പോൾ സങ്കടം തോന്നി. എഴുന്നേറ്റ് നേരെ ഇരുന്ന് ഒരു ഏമ്പക്കം വിടാനുള്ള ആംബിയറും ഇല്ലാത്ത മനുഷ്യനാണ്. അപ്പൊ ഈ പിശാചി ബന്ധത്തിന്റെ മുടിഞ്ഞ സംശയമാണിത്, തൊട്ടുപിടിച്ചതല്ല. ഇങ്ങനെയുള്ള പെണ്ണുങ്ങളുടെ സംശയം. ഒരിക്കലും കുടുംബത്തിൽ സംശയം വീഴാതെ സൂക്ഷിക്കണം. സംശയത്തിന്റെ അന്തരീക്ഷം ഉണ്ടാകാൻ ഭർത്താവ് അനുവദിക്കരുത്, ഭാര്യയും അനുവദിക്കരുത്. ഉദാഹരണം, ഭാര്യയോടൊന്നും മിണ്ടാത്തവൻ, മക്കളോടൊന്നും വർത്താനം പറയാത്തവൻ, നിത്യമൗനം. കണ്ടാത്തൊന്നും മിസ്റ്റർ സക്കറിയ, മൗനത്തോട് മൗനം. പക്ഷെ വേറെ ചില കൂട്ടുകാരെയോ കാണുമ്പോഴോ അല്ലെ ഫോൺ വിളി തുടങ്ങുമ്പോഴോ ഉൽപ്പത്തി മുതൽ വെളിപാട് വരെ പറയാൻ ഒരു ബുദ്ധിമുട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും അവനെ ഭാര്യ സംശയിക്കും. അതിന് കാരണമുണ്ട്. സ്വന്തം ഭാര്യയോട് മിണ്ടാത്ത പറഞ്ഞ ഏത് അവളോടെല്ലാം മിണ്ടാനായിട്ട്? സ്വന്തം ഭാര്യ പറയാത്ത വർത്താനം ഏത് കൂട്ടുകാരുടെ പറയാനുള്ളത്? അത് പ്രശ്നമാണ്. പല പെണ്ണുങ്ങളും കെട്ടികളോടും മിണ്ടത്തില്ല, മക്കളോടും മിണ്ടത്തില്ല. ചില ഫോൺ വരുമ്പോഴത്തേക്ക് ഇക്കിളി എടുത്തുകൊണ്ട് വർത്തമാനം, ചില കൂട്ടുകാരികളും വർത്തമാനത്തോട് വർത്തമാനം. അവിടെയാണ് സംശയം. സംശയം വീഴ്ത്താതിരിക്കാൻ ഭർത്താവ് ഭാര്യയെ ശ്രദ്ധിക്കണം. ഒരു സ്ത്രീ ഭർത്താവിന്റെ പാൻസും ഷർട്ടും എല്ലാം അലക്കി തേച്ച് കൊടുത്തിട്ട് അവന്റെ വയറിനൊരു കുത്തും കൊടുത്തു. നാടി നോക്കി, തനിക്ക് ഞാൻ തരാത്തതൊന്നും എല്ലാ സ്നേഹവും തന്നിട്ടുണ്ട്. താൻ എന്നെ വഞ്ചിച്ച് വേറെ ഏതോ പെണ്ണുങ്ങളോട് ബന്ധമാണ്. അതിനാടി തന്റെ ഷർട്ടിന്റെ പോക്കറ്റിൽ തേച്ചപ്പം ഒരു പെണ്ണിന്റെ പേര് ഹെലൻ. ആരാടോ ഹെലൻ? റെഡി പൊട്ടി. അത് പെണ്ണല്ല. ഞാൻ ഗവനിച്ചെന്നപ്പം കുതിരകളുടെ പന്തയോട്ടം. ഒരു പെൺകുതിരയുടെ പേരാണ് ഹെലൻ. അതിന്റെ പേരിൽ 10,000 രൂപ പന്തയം വെച്ചു. പേര് മറക്കാതിരിക്കാൻ എഴുതിയിട്ടതല്ലേ. ഓ സോറി ചേട്ടാ, ഞാൻ ഏതോ പെണ്ണാണെന്ന് തീർന്നു. രാവിലെ 6:30 കട്ടൻ കാപ്പി അനത്തി കൊടുത്ത് പഞ്ചാരയ്ക്ക് ഇളക്കി കൊടുത്തു. അവന്റെ കവിളിലൊരു കുത്ത്. ഞാൻ പിന്നെയും കുത്തിന്ന് ചോദിച്ചു. അതെ, തന്റെ പന്തയക്കുതിര 5:45 ഫോൺ വിളിച്ചായിരുന്നു. അപ്പം സംശയം വിടാതെ സൂക്ഷിക്കണം. അതിൽ അവസരം ഉണ്ടാകാതിരിക്കാനും സൂക്ഷിക്കണം. അപ്പം സംശയമുള്ള തൊട്ടതും പിടിച്ചതൊക്കെ പ്രശ്നമാകും കുടുംബത്തില്. അത് ആണുങ്ങളെ ശ്രദ്ധിക്കണം, പെണ്ണുങ്ങളെ ശ്രദ്ധിക്കണം. ഒരു തുറവ് വേണം, ഒരു സന്തോഷം വേണം, ഒന്നും മറയ്ക്കാത്തൊരു ജീവിതം വേണം. അല്ലെങ്കിൽ അത്
തെറ്റായി പോകും. ഇവിടെയാണ് പറയുക വിശ്വസിക്കുന്ന ദാമ്പത്യം. സംശയം തുടങ്ങിയ പ്രശ്നം. ഒരുത്തും പെണ്ണ് കെട്ടി നമ്മുടെ നാട്ടിൽ സുന്ദരി പെണ്ണ്, അവരത്രയും സൗന്ദര്യമില്ല, അവന് സംശയമാണ് ഇവർക്ക് വേറെ വല്ല ആൾക്കാരും ഉണ്ടോ ഇല്ലയോ, എന്നേക്കാൾ കാണാൻ കെട്ടപ്പെട്ട ആള്. അവള് കഷ്ടപ്പെട്ട് പഠിച്ച് ആറാം പരീക്ഷ പാസ്സായി അമേരിക്ക നേഴ്സായിരുന്നു. അത് കഴിഞ്ഞപ്പോഴത്തേക്ക് ഇവന് സംശയം അമേരിക്ക വല്ല സായിപ്പുമാരുമായിട്ട് ഇവർക്ക് പറ്റുപോയിട്ട് വല്ലതുകൊണ്ട് എപ്പോഴും ഫോൺ വിളിയാ, എവിടെയാടി, വീട്ടിലാണോ, വണ്ടിയിലാണോ, ആശുപത്രിയിലാണോ, ചന്ദ്രേട്ടൻ എവിടാ, ഈ ചോദ്യം തന്നെ ചോദ്യം. മടുത്തു. 1 വർഷം കൊണ്ട് ഇവൾ അവനെയും പിന്നീട് ഇവിടെ കൊണ്ടുവരാൻ പറ്റി. ഒരു രാത്രി ഒരുമിച്ച് നല്ല തണുപ്പുള്ള ദിവസം പുതപ്പിൽ ഇങ്ങനെ കിടക്കുക 11:45. ഇവന് സംശയം വേറെ വല്ല ആണുങ്ങളും വിളിക്കുവോ, വല്ല അടയാളമോ ഉണ്ടോ. തിരിഞ്ഞും മറിഞ്ഞും കിടന്നു. 11:50 ഇവിടെ ഫോണിൽ ഒരു മെസ്സേജ് വന്നു, ബ്യൂട്ടിഫുൾ എന്നൊരു മെസ്സേജ്. അവൻ അരിശമായി. രാത്രി 11 ഞാനല്ലേ പറയേണ്ടത്, ഇവിടെ അഗ്ലിയാണ് ബ്യൂട്ടിഫുൾ ആണ്. തിരിഞ്ഞു കിടന്നു. 12 വീണ്ടും വരുന്നു, ബ്യൂട്ടിഫുൾ. മുടിയെ പിടിച്ച് നോക്കി സത്യം പറയടി, ഞാനത് ആരാടി, പാതിരാത്രി 12 മണിക്ക് എന്റെ ഭാര്യ ബ്യൂട്ടിഫുൾ മെസ്സേജ് അയക്കാൻ, സത്യം പറയടി. ഇവിടെ പൊന്നു മനുഷ്യ ഇംഗ്ലീഷ് വായിക്കാൻ പഠിക്കും. എന്നാടി സൂക്ഷിച്ചു നോക്കിയപ്പോഴാണ് ബാറ്ററി ഫുള്ളെന്ന് എഴുതി വന്നതാണ്. ഒരു ചെറിയ വാക്ക് മതി. സംശയിച്ചോ തൊട്ടൊന്നും പിടിച്ചോ ജീവിതത്തിന്റെ പ്രശ്നമാണ്. അപ്പം വിശ്വസിക്കുന്ന ഒരു ദാമ്പത്യം കുടുംബത്തില്, ഭർത്താവിനെ വിശ്വസിക്കുന്ന ഭാര്യ, ഭാര്യയെ വിശ്വസിക്കുന്ന ഭർത്താവ്, സംശയം വന്നോ തൊട്ടൊന്നും പിടിച്ചതെല്ലാം ജീവിതത്തിന്റെ ടെൻഷനായിട്ട് മാറുന്നു. ഇപ്പൊ കുടുംബത്തിൽ വിശ്വസിക്കുന്ന ദാമ്പത്യം, ഭർത്താവിനെ ഭാര്യ വിശ്വസിക്കണം, ഭാര്യയെ ഭർത്താവ് വിശ്വസിക്കണം. ഇപ്പൊ 1 സ്നേഹത്തിന്റെ ദാമ്പത്യം, 2 വിശ്വസിക്കുന്ന ദാമ്പത്യം, 3 കരുണയുടെ ദാമ്പത്യം, കാരുണ്യത്തിന്റെ ദാമ്പത്യം. ഭർത്താവ് സംസാരത്തിൽ ഭാര്യയോട് കരുണ കാണിക്കണം, ഭാര്യ സംസാരത്തിൽ ഭർത്താവിനോട് കരുണ കാണിക്കണം. പരുഷമായ വാക്കുകൾ ഭാര്യയോട് പറയരുത്, ഭർത്താവിനോട് പറയരുത്. സംസാരത്തിലൊക്കെ ഒരു കരുണ. ഭാര്യയ്ക്ക് തോന്നണം എന്നെ കരുതുന്ന, എന്നോട് അലിവുള്ള ഭർത്താവാണ്. ഭർത്താവിന് തോന്നണം ധിക്കരിക്കുന്ന, തലതര പറയുന്ന, ഒരു എടുത്തിയാടുന്ന വ്യക്തിയല്ല, എന്നെ കരുതുന്ന, എന്നോട് കരുണയോടെ സംസാരിക്കുന്ന ഒരു ഭാര്യയാണ്. ഈ ചിന്ത വേണം. വാക്കുകളെ ശ്രദ്ധിക്കണമെന്ന് പറയുക. ഒരു സ്ഥലത്ത് ഇങ്ങനെ ധ്യാനിപ്പിച്ചപ്പോൾ പറഞ്ഞു, നല്ല ഭാര്യ ഭർത്താക്കന്മാര് ഇഷ്ടമില്ലാത്ത വാക്കുകൾ പറയരുത്, ഇഷ്ടമുള്ളത് നോക്കി പറയണം. പ്രത്യേകിച്ച് പറഞ്ഞു, പെണ്ണുങ്ങൾക്ക് എത്ര വയസ്സായാലും അവർക്ക് ഏറ്റവും ഇഷ്ടമാണ് മോളെ മോളെ എന്നുള്ള വിളി. വയസ്സ് എത്രയായാലും പേരിലൂടെ മോളെ എന്ന് വിളിച്ചോണം. ജെസ്സിയാണോ ജെസ്സി മോളെ, ടെസ്സിയാണോ ടെസ്സി മോളെ, ലൂസിയാണോ ലൂസി മോളെ, ജാസ്മിനാണോ ജാസ്മിൻ മോളെ, ലിസിയാണോ ലിസി മോളെ, മോളിയാണോ മോളുടെ മോളെ, അതൊന്ന് വിളിച്ചോണം. ഇത് കഴിഞ്ഞൊരു സ്ത്രീ പറഞ്ഞ വെച്ചാൽ പ്രത്യേക ധ്യാനമൊന്നും കൂടണ്ട. കല്യാണം കഴിഞ്ഞ് 1 വർഷം കഴിഞ്ഞപ്പോൾ ഒരു മനുഷ്യനെ മോളെ മോളെ എന്ന് വിളിക്കും, നീട്ടി. പക്ഷെ ആരംഭത്തില് വേറെ ഏതാണ്ട് പൂരിപ്പിച്ചിട്ട് അവസാനം വെച്ചാൽ ഈ മോളെ എന്നുള്ള വിളി വരിക. അപ്പം കരുണ വേണം, കരുണയുടെ സംഭാഷണം വേണം, കരുണയുടെ ബന്ധവും വേണം കുടുംബത്തിൽ. അത് മക്കളോടാണെങ്കിലും പരുഷമായ വാക്ക് പറയരുത്. പ്രായമുള്ള മാതാപിതാക്കളോടാകാം, മക്കളോടാകാം. വാക്കിലൊക്കെ ഒരു കരുണ വേണം. ഒരു മോൻ പരീക്ഷയ്ക്ക് പഠിച്ച് മടുത്തു. പരീക്ഷ കഴിഞ്ഞപ്പോൾ അവന്റെ കണ്ണും കൂടെ കുഴിഞ്ഞുപോയി. അമ്മ പറഞ്ഞേ, നമ്മുടെ മോൻ പഠിച്ച് അവന്റെ കണ്ണു കുഴിഞ്ഞുപോയി, വിറ്റാമിൻ വല്ലതും മേടിച്ചു കൊടുക്കണോ കേട്ടോ നമ്മുടെ മോന്. പിന്നെ അപ്പന്റെ മറുപടി, സാരമില്ലടി, റിസൾട്ട് വരുമ്പോൾ തന്നെ തള്ളി വന്നോളും. ഇതുകൂടി വാക്ക് പറയുന്നവരുണ്ട്. അപ്പം കാരുണ്യത്തിന്റെ വാക്കുകൾ നമ്മൾ ശ്രദ്ധിക്കുക. ഒരു കാര്യം ഓർക്കുക, ഭർത്താവ് ഭാര്യയോട് കരുണ കാണിച്ചില്ലേ, പിന്നെ ആരാ കാണിക്കേണ്ടത്? ഭാര്യ ഭർത്താവിനോട് കരുണ കാണിച്ചില്ലേ, പിന്നെ ആരാ കാണിക്കേണ്ടത്? നാട്ടിൽ സംഭവിക്കുന്ന സംഭവങ്ങൾ കണ്ടിട്ടുണ്ട്. ഭാര്യയ്ക്കൊരു കരുണയില്ല, കരുണ കാണിക്കുന്ന മുറ്റം തൂക്കാൻ വരുന്നവളാണ്. പിന്നെ ഭാഗാനം കെട്ടിയവനോട് കരുണ കാണിക്കുക. പല കുടുംബ ബന്ധങ്ങൾ തകരുന്നതായിട്ട് കണ്ടിട്ടുണ്ട്. അപ്പം കാരുണ്യം എവിടെയും പ്രധാനപ്പെട്ടതാണ്. ഞാൻ ഭരണജ്ഞാനം അസീസി ധ്യാനമന്ദിരത്തിന്റെ ഡയറക്ടറായിട്ട് ഇരിക്കുന്ന കാലം. അപ്പൊ അന്ന് ഒരു വികാരിയച്ഛൻ 30 വയസ്സുള്ള യുവാവിനെയും ഒപ്പം പ്രായമുള്ള യുവതിയും കൂടി ആന്തരികസൗഖ്യ ധ്യാനത്തിന് എന്റെ അടുക്കിലേക്ക് പറഞ്ഞയച്ചു. വികാരിയച്ഛൻ പറഞ്ഞു, അച്ഛൻ്റെ അടുത്ത് കുമ്പസാരിച്ചെന്നും കൗൺസിലിംഗ് നടത്തിയെന്നും ധ്യാനം കൂടിയെന്നും സർട്ടിഫിക്കറ്റ് തന്നാൽ മാത്രമേ ഇവന്റെ കല്യാണം വിളിച്ചില്ലുള്ളൂ, വിവാഹം നടത്തുകയുള്ളൂ. ഞാൻ ഇവനും ഇവക്കൊക്കെ മുറിയും സൗകര്യങ്ങളും ചെയ്തു കൊടുത്തു. 2ാം ദിവസം ടോയ്ലറ്റൊക്കെ ക്ലീൻ ചെയ്യുന്ന പണിക്കാരി ചെയ്ത് നോക്കുമ്പോഴുണ്ട് ഫ്ലഷ് ടാങ്കിനകത്ത് ബ്രാൻഡ് കുപ്പി ഒളിച്ചു വെച്ചിട്ട് പിന്നെ എടുത്തെടുത്ത് കുടിക്കുകയാണ്. ഇവിടെ കുപ്പി എന്റെ കൊണ്ടെത്തുന്നു. എനിക്ക് ഒരുപാട് അരിശം തോന്നി. കാരണം കല്യാണത്തിന് ഒരുങ്ങാൻ വന്നിട്ട് എന്നെയും കളിപ്പിക്കുന്നവർ. ഞാൻ പറഞ്ഞു, അവളും ധ്യാനം കൊടുത്ത് നീ പെട്ടിയെടുത്ത് പോകോളാൻ പറഞ്ഞു. പക്ഷേ അങ്ങനെ പോയാൽ കല്യാണം നടക്കുകയല്ല. ഞാൻ പറഞ്ഞു, 2 ദിവസം എന്നെ വിശ്വസിക്കാതെ വഞ്ചിക്കുന്ന നീ ഒരു പെണ്ണിനെ വഞ്ചിക്കുക. എനിക്ക് എന്നെ ഉറപ്പ്, എന്റെ മനസ്സാക്ഷിയിൽ കല്യാണം കെട്ടാൻ യോഗ്യത എഴുതാൻ സർട്ടിഫിക്കറ്റ് എഴുതാൻ എനിക്ക് പറ്റുകയില്ല. അത് എന്നെ സ്വയം വഞ്ചിക്കുന്നതിന് തുല്യമാണ്. അപ്പോൾ അച്ഛാ നാട്ടുകാരറിയും, നമ്മളെല്ലാവരും അറിയട്ടെ, നീ ഇത് ഓർക്കണമായിരുന്നു.
അവൻ കരഞ്ഞുകൊണ്ട് എന്റെ കാലേ വീണ്ടും പറഞ്ഞു, അച്ഛനെങ്കിലും കരുണ കാണിച്ചില്ല പിന്നെ ആരുടെ അടുക്കൽ അച്ഛാ ഞാൻ പോകേണ്ടത്? എന്റെ സകലമായ ആഫീസും പൂട്ടിപ്പോയി. ആ ചോദ്യത്തിൽ ഞാൻ പറഞ്ഞു, നീ കയറിപ്പോകും. കരുണ കാണിക്കേണ്ട അവസരമുണ്ട് കുടുംബത്തിൽ, ജീവിതത്തില്. ഹൈന്ദവ ഇതിഹാസത്തിൽ രാമൻ വനവാസത്തിന് പോകുമ്പോൾ ഒരു മരത്തിന്റെ ചൂടി ചെന്നപ്പം ഉറക്കം. രാമൻ കയ്യിലുള്ള മൂർച്ചയുള്ള അമ്പ് മരത്തിന്റെ പോത്തിൽ കുത്തിവെച്ചിട്ട് 2 മണിക്കൂർ കിടന്നുറങ്ങി. പിന്നീട് രാമൻ ഉറക്കം മണിക്ക് എഴുന്നേറ്റപ്പോൾ അമ്പ് മരത്തിന്റെ പോത്തിൽ നിന്ന് വലിച്ചൂരി കൈ പിടിച്ചു. വലിച്ചൂരുമ്പോഴാണ് കാണുക അമ്പിന്റെ മൊന ഒരു തവളക്കുഞ്ഞിന്റെ വായില കുത്തിവെച്ചിരുന്നത്. തവളക്കുഞ്ഞ് വലിയ വായില കാറുന്നു. രാമൻ പറഞ്ഞു, തവളക്കുഞ്ഞെ നിന്റെ വായില ഞാൻ അമ്പ് കുത്തി കയറ്റിയെന്ന് പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ ശ്രദ്ധിക്കുകയില്ലായിരുന്നു. പിന്നെ തവളക്കുഞ്ഞ് പറഞ്ഞു, എന്റെ രാമ, എന്റെ കുട്ടിക്കാലത്ത് എന്റെ അമ്മയായ വലിയ തവള എന്നോട് പറഞ്ഞിട്ടുണ്ട്, കുഞ്ഞെ നിനക്കൊരു അപകടം വരുമ്പം രാമാന്ന് നീ വിളിച്ചാൽ മതി, ആ രാമൻ നിന്നെ രക്ഷിക്കും. ആ രാമൻ തന്നെ എന്റെ വായിൽ അമ്പ് കുത്തി കയറ്റിയാൽ പിന്നെ ഏത് ബലരാമനെയാ ഞാൻ വിളിക്കേണ്ടത്? കരുണ കാണിക്കേണ്ട ഭർത്താവ് കരുണയോടെ പ്രവർത്തിച്ചില്ലെങ്കിൽ ഭാര്യ എവിടെ കരുണ അനുഭവിക്കും? കരുണ കാണിക്കേണ്ട ഭാര്യ കരുണ കാണിച്ചില്ലെങ്കിൽ ഭർത്താവ് അവിടെ കരുണ കാണിക്കും. പലപ്പോഴും കുടുംബ കൗൺസിലിംഗ് വരുന്ന ഒരു പ്രധാനപ്പെട്ട കേസാണിത്. പരസ്പര ബഹുമാനമില്ല. ഒരു വില പോലും ഭർത്താവിന് കൊടുക്കുന്നില്ല. ഒരു വിലയും ഭാര്യയും, പ്രത്യേകിച്ച് വിദേശങ്ങളിലെ കേസുകളാണ് കൂടുതലും. എത്രയോ കേസുകൾ. 2000 ആണ്ടിൽ കേരളത്തിലെ കുടുംബ കോടതികളിൽ 4600 വിവാഹമോചന കേസുകൾ. 2000 ആണ്ടിൽ 2015 ഡിസംബർ 31 കേരളത്തിലെ കുടുംബ കോടതികളിൽ 1,06,000 വിവാഹമോചന കേസുകളുണ്ടെന്ന കുടുംബ കോടതിയുടെ കണക്കാണിത്. യഥാർത്ഥ കുടുംബ കോടതി വന്നിരിക്കുന്ന കേസുകളാണ്. ഞാൻ ഒരു 3 വർഷം മുമ്പ് കൊല്ലം ജില്ലാ ജഡ്ജിയായ രാജൻ സാർ ഹൈക്കോടതി ജഡ്ജിയായിട്ട് പോയപ്പോൾ എന്നെയാണ് യാത്രയെ സംബന്ധിച്ച് പ്രസംഗിക്കാൻ അവിടെ അഡ്വക്കേറ്റ്മാർ വിളിച്ചിരുന്നു, എന്റെ കൂട്ടുകാരന്മാര്. അതിന്റെ അവസാനം അദ്ദേഹം പറഞ്ഞു, 2012 ആണ്ട് ഡിസംബർ 31 കൊല്ലം ജില്ലയിലെ കുടുംബ കോടതി കേസ് നോക്കുമ്പോൾ കരുനാഗപ്പള്ളി താലൂക്കിൽ 607 ഡൈവോഴ്സ് കേസുകൾ ഫയൽ ചെയ്യപ്പെട്ടു എന്നാണ് അദ്ദേഹം പറയുന്ന കണക്ക്. ഏറ്റവും കൂടുതൽ വിവാഹമോചന കേസുള്ളത് 46 ലക്ഷം മുസ്ലിങ്ങൾ താമസിക്കുന്ന മലപ്പുറം ജില്ലയിലല്ല, 12 ലക്ഷത്തോളം ആൾക്കാർ താമസിക്കുന്ന പത്തനംതിട്ട ജില്ലയിലാണ് ഇന്ന് 9,000-ലധികം വിവാഹമോചന കേസുകൾ. മഹാഭൂരിപക്ഷവും അമേരിക്ക, യൂറോപ്പ്, ഓസ്ട്രേലിയ, ന്യൂസിലൻഡ് ആ രാജ്യങ്ങളിൽ നിന്നുള്ള പരാതികളുമാണ് മഹാഭൂരിപക്ഷവും. ഒരു ഭീതിജനകമായ ഒരു കണക്കാണ് കേരളത്തിലെ കുടുംബ കോടതികൾ കാണിക്കുക. അമേരിക്കയിലും മറ്റും ഈ വിവാഹമോചന കേസ് കുറച്ച് കുറവുണ്ടായിരുന്ന കാലം റിസഷന്റെ കാലഘട്ടത്തിലായിരുന്നു. അന്ന് ആശ്രയിക്കാതെ പറ്റിയില്ല. പല ആണുങ്ങളുടെയും പണി പോയി നേഴ്സായ ഭാര്യയെ ആശ്രയിച്ച് ജീവിച്ച ആണുങ്ങളല്ലായിരുന്നു മിഷിഗൺ പ്രദേശത്തും മറ്റുമൊക്കെയായിട്ട് മോട്ടോർ സിറ്റികളില്. അപ്പൊ അന്ന് ഇത്രയും വീണ്ടും കാശ് കൂടുമ്പോൾ ഈ ഇഷ്യൂസ് വീണ്ടും ഉയർന്നു വരും. എവിടെയോ ഒരു അടിസ്ഥാനപരം എന്തോന്ന് ചെയ്യുന്നു എന്നാണ് സൂചിപ്പിച്ചു വരിക. പലരും പറയുന്നത് എന്റെ ഭാര്യ എന്നെ ബഹുമാനിക്കുന്നില്ല, എന്റെ ഭർത്താവ് എന്നെ അംഗീകരിക്കുന്നില്ല. കരുണയില്ലാത്ത വാക്കുകളും പരുഷമായ പദപ്രയോഗങ്ങളും തകർക്കുന്ന കുടുംബങ്ങൾ. അവിടെയാണ് പറയുക കാരുണ്യത്തിന്റെ ദാമ്പത്യം. 1 സ്നേഹത്തിന്റെ, 2 വിശ്വാസത്തിന്റെ, 3 കരുണയുടെ ദാമ്പത്യം, 4 പ്രാർത്ഥനയുടെ ദാമ്പത്യം. കുടുംബജീവിതത്തിൽ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്ന ദമ്പതിമാരാകണം. ഒന്നിച്ചിരുന്ന് പ്രാർത്ഥിക്കണം. ഭർത്താവും ഭാര്യയും മക്കളും കൂടി ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിക്കുന്ന ഒരു കുടുംബാന്തരീക്ഷം ഉണ്ടാകണം. ഒന്നിച്ചുള്ളപ്പോൾ ഒരുമിച്ചൊരു പ്രാർത്ഥന, പ്രത്യേകിച്ച് രാത്രി 7-നും 9-നും ഇടയിൽ ഒന്നിച്ചുള്ളപ്പോൾ ഒരു പ്രാർത്ഥനാ സമയം. 9 കഴിഞ്ഞാൽ ഉറക്കം, 7-ന് മുമ്പ് ഒരുപാട് ജോലി. ഒന്നിച്ച് പ്രാർത്ഥിക്കുന്നു, ഒരുമിച്ച് നിലനിർത്തുന്നു. നമ്മുടെയൊക്കെ പഴയകാല അമ്മച്ചിമാര് നമുക്ക് തന്നത് ഈ പ്രാർത്ഥനയാണ്. പ്രാർത്ഥനയുടെ അരൂപിയാണ് പഴയകാല അമ്മച്ചിമാർ തന്നത്. അവർക്ക് എന്നാണുള്ളത്? സ്വന്തമായിട്ട് തരാൻ സ്വത്തുണ്ടോ, പണമുണ്ടോ? ഒന്നുമില്ല. മോളെ ദൈവം നിന്നെ നോക്കണം, മോനെ തമ്പുരാൻ നിന്നെ കാത്തോളും. പ്രാർത്ഥിച്ചു, വിശ്വസിച്ചു. ഇത് ഞാൻ പഠിച്ചത് എൻ്റെ അമ്മയിൽ നിന്നാണ്. എൻ്റെ കുട്ടിക്കാലത്ത് അയൽപക്കത്തെ ചേട്ടൻ ഞങ്ങളുടെ വീടിന്റെ അക്കരപ്പറമ്പിൽ നിന്നും ഒരു വലിയ വല്ലക്കൂട്ടം നിറയെ നേന്ത്രക്ക, വിവിധ ഇനം മാങ്ങ കുട്ടിയെ ചുമന്നുകൊണ്ട് പോകുമ്പോൾ ഞാൻ മറ്റൊന്നും നോക്കും. അതിൽ 5-6 കിട്ടിയിരുന്നെങ്കിൽ പഴിപ്പിച്ച് തിന്നാവായിരുന്നു. അമ്മ എന്നെ പിടിച്ച് വീടിന്റെ വരാന്തേക്ക് ഇട്ടു. ഭിത്തിയിൽ ഗീവർഗീസ് പുണ്യവാളന്റെ ഒരു പഴയ രൂപമുണ്ട്. എന്നോട് മാറോടിയൊക്കെ അമ്മ പറയാതെ, മോനെങ്ങനെ നോക്കി നിന്നാൽ അമ്മയ്ക്ക് നാണക്കേടാ, മോൻ പ്രാർത്ഥിച്ചാൽ മതി, വളർന്നു വരുമ്പം തമ്പുരാൻ തരും. അമ്മ പ്രാർത്ഥിക്കുന്ന അമ്മയാ, വിശ്വസിക്കുന്ന അമ്മയാ. അമ്മ വാഴ നട്ടിട്ടില്ല, മാവ് വെച്ചിട്ടുമില്ല. അമ്മയുടെ ഫിക്സഡ് ഡിപ്പോസിറ്റ് ദൈവം തമ്പുരാന്റെ ലോകവാഹികയിലാണ്. ഇനി ഞാൻ പുറകോട്ട് നോക്കുമ്പോൾ 4 പതിറ്റാണ്ട് മുമ്പ് പ്രാർത്ഥിക്കുന്ന നിരക്ഷരയായ അമ്മ പറഞ്ഞ വാക്ക് എത്ര കൃത്യമായിട്ട് ഞാൻ ഇന്ന് അനുഭവിക്കുക.
ലോകം മുഴുവൻ പറന്നു നടന്നു. ഞാൻ നടാത്ത എത്ര മാവിന്റെ മാങ്ങായ ഞാൻ പൂളി തിന്നുന്നത്, ഞാൻ വെക്കാത്ത എത്ര വാഴയുടെ വാഴയ്ക്കായ തൊലി പൊടിച്ച് അടിച്ചകത്തോട്ട് കയറ്റുമ്പോൾ പണ്ട് അമ്മ പറഞ്ഞ വാക്ക്, മുൻ പ്രാർത്ഥിച്ചാൽ മതി തമ്പുരാൻ തരും. തമ്പുരാൻ പോലും ഓർത്തിരി അച്ഛൻ ഒറ്റയിരിപ്പിന് ഇത്ര ഏത്തയ്ക്കാതിരുന്നു എങ്കിൽ അമ്മയ്ക്കറിയായിരുന്നു പ്രാർത്ഥിച്ചാൽ മതി തമ്പുരാൻ തരും. ഇപ്പം പ്രാർത്ഥനയുടെ ദാമ്പത്യം അപ്പനും അമ്മ ഒരുമിച്ച് പ്രാർത്ഥിക്കണം, ദമ്പതികൾ ഒരുമിച്ച് പ്രാർത്ഥിക്കണം. പ്രാർത്ഥിക്കുന്ന കുടുംബത്തിൽ ദൈവത്തിന്റെ ഇടപെടലുണ്ട്, അത്ഭുതങ്ങൾ നടക്കും. ഇന്ന് പ്രാർത്ഥനാന്തരീക്ഷമൊക്കെ മങ്ങുന്ന ഒരു ലോകത്തിലാണ് നമ്മൾ ജീവിക്കുക. ചെറുപ്പക്കാരി പെണ്ണുങ്ങൾക്ക് സ്വദേശത്തും വിദേശത്തും ഒക്കെ കാണാം സീരിയൽ ഭ്രമമുള്ള കുടുംബങ്ങൾ. ചില കുടുംബങ്ങൾ സീരിയൽ ഭ്രമം അങ്ങേയറ്റമായി പോകുന്ന കുടുംബങ്ങളെ കാണാം. ഒരു ഭർത്താവ് എൻ്റെ അച്ഛ, എന്റെ ഭാര്യ TV കാണാൻ വരുന്നത് വടക്കൻ വീരഗാഥയിലെ പോലെയാണ്. തലക്കിട്ട് അവർ കയറ്റി കൊടുത്ത് സോപ്പ് തേച്ച് ദേഹം പതിച്ച് നനച്ച് അവൾ TV-യുടെ മുമ്പിൽ വന്നിരിക്കും. അതെന്താ അച്ഛ, പരസ്യം വരുമ്പോൾ വെള്ളമൊഴിക്കാൻ പോയാൽ മതിയല്ലോ, അത്രയും സമയം ലാഭിക്കാൻ വേണ്ടിയിട്ടാണ്. ചില പെണ്ണുങ്ങളെ കാണാം തലമുടി കാച്ചിയാവുന്നത് പൊക്കി കെട്ടി അതിനകത്ത് ഞണ്ട്, തേള്, പഴുതാര, ആമ, വിറകൊള്ളി, കൊടക്കമ്പി, ഇരിപ്പ് കൂടെ ഇതും കുത്തി കയറ്റി നെഞ്ചിന് കുറുകെ ഒരു ടർക്കിറ്റേവലും ഇട്ട് ഒറ്റ ഇരിപ്പുണ്ട്. കാരണം സന്ധ്യ മുതൽ ഒരുപാട് കണ്ണുനീര് വീട് കുതിരാനുള്ള നെഞ്ചാണിത്. ഏഷ്യാനെറ്റ് കണ്ണുനീര്, കൈരളി കണ്ണുനീര്, സൂര്യ കണ്ണുനീര്, അങ്ങനെ കുടുംബങ്ങളുണ്ട്. അപ്പം പ്രാർത്ഥനയുടെ സമയം സീരിയലുകളും മറ്റും ഒപ്പിയെടുക്കുന്ന ഒരു കുടുംബത്തിൽ കൃപ നഷ്ടപ്പെടുകയാണ്. പ്രാർത്ഥനയ്ക്ക് ഊന്നൽ കൊടുക്കാത്ത രീതികൾ, കൃപ നഷ്ടപ്പെടുന്ന കുടുംബങ്ങൾ. ഇവിടെയാണ് പറയുക, പ്രാർത്ഥിക്കുന്ന കുടുംബമാവുക. സ്നേഹത്തിന്റെ കുടുംബം, കരുണയുടെ കുടുംബം, വിശ്വസിക്കുന്ന കുടുംബം, പ്രാർത്ഥിക്കുന്ന കുടുംബം. 5, കുടുംബത്തിൽ സാമീപ്യത്തിന്റെ ദാമ്പത്യം ഉണ്ടാകണം. സാമീപ്യത്തിന്റെ ദാമ്പത്യം എന്താണ്? സാമീപ്യം ദമ്പതികൾ 3 സാമീപ്യങ്ങൾ കൊടുക്കാൻ പഠിക്കണം. ഭാര്യാഭർത്താക്കന്മാർ കൊടുക്കേണ്ട 3 സാമീപ്യങ്ങൾ. 1, ശാരീരിക സാമീപ്യം. 2, മാനസിക സാമീപ്യം. 3, ആത്മീയ സാമീപ്യം. ഇത് കൊടുക്കണം. ഫിസിക്കൽ പ്രസൻസ്, മെന്റൽ പ്രസൻസ് ആൻഡ് സ്പിരിച്വൽ പ്രസൻസ്. 3 സാമീപ്യങ്ങൾ ദമ്പതികൾ കൊടുക്കണം. ശാരീരിക സാമീപ്യം എന്താ? ശാരീരിക സാമീപ്യം എത്ര തിരക്കും ബഹളമാണേലും ഉള്ളപ്പോൾ ഒരുമിച്ച് ഒരു മുറിയിൽ കിടക്കണം. എത്ര പിണങ്ങിയാൽ ഇവിടെ ഇഷ്ടംപോലെ മുറികളുള്ള വീടുകളും മറ്റുമൊക്കെ ഉണ്ട്. അപ്പൊ അങ്ങനെയുള്ള കുടുംബങ്ങളിൽ എത്ര പിണക്കം വന്നാലും പിണങ്ങി 2 മുറി കിടക്കരുത്. തിരിച്ച് മക്കളും മറ്റും കാണുന്നുണ്ടോ, ഒരു മുറിയിലേക്ക് കിടക്കാൻ കയറാവും. കുറ്റിയിട്ട് അടച്ചിട്ട് നടുക്ക് കസേര, അലമാരി ഒക്കെ പിടിച്ചു വെച്ചാലും ഒരു മുറിക്കിടക്കെ താമസിക്കാവും. ശാരീരിക സാമീപ്യം. ശരീരം അടുത്തായിരിക്കണം, അത് വളരെ പ്രധാനപ്പെട്ടതാണ്. ശരീരം അടുത്തല്ലെങ്കിൽ സാധാരണ മനസ്സകലും. അതൊരു സൈക്കോളജിയാണ്. ഉദാഹരണം, ഒരു പള്ളിയിൽ വരുന്നവരെ 2-3 ആഴ്ച കണ്ടില്ലേ തോന്നും, എവിടെ പോയി ആള് ഓർമ്മ വരും. ഇവിടെയാണ് നാട്ടിലൊക്കെ ആണെങ്കിലും അടുത്ത് താമസിക്കുന്ന അകന്ന ബന്ധുക്കളോടാണ് അകലെയുള്ള അടുത്ത ബന്ധുക്കളെക്കാൾ നമുക്ക് ഇഷ്ടം തോന്നുക. നമ്മുടെ നാട്ടിൽ എന്നും മീൻ കൊണ്ടുവന്ന് മീൻകാരനെ കണ്ടില്ലേ പെണ്ണുങ്ങൾക്ക് ഒരു സങ്കടമാണ്. കത്ത് കൊണ്ടുവന്ന് പോസ്റ്റ്മാനെ കണ്ടില്ലേ പ്രയാസമാണ്. പത്രക്കാരൻ പാൽക്കാരനെ കണ്ടില്ലേ സങ്കടമാണ്. കാരണം എന്നും കാണുന്നവരെ കണ്ടില്ലേ ഒരു സങ്കടം. തർമ്മക്കാരാണെങ്കിൽ പോലും സ്ഥിരം വരുന്ന അപ്പാപ്പനെ കണ്ടില്ലെങ്കിൽ തോന്നി എവിടെ പോയി അപ്പാപ്പൻ. ഒരു കണ്ണ് പകുതി കാഴ്ച മങ്ങി കാഴ്ചയുള്ള അപ്പാപ്പൻ തർമ്മക്കാരൻ വീടി വരും. ഇപ്പം മുതലാളി കൊച്ചമ്മ 50 വയസ്സോളം പ്രായം. ഈ കൊച്ചമ്മ എല്ലാ ശനിയാഴ്ച 20 രൂപ ഈ തർമ്മക്കാരന് കൊടുക്കും. പിന്നെ 3 മാസം കണ്ടില്ല. മരിച്ചോ ഉണ്ടോ ഇല്ലയോ തർമ്മക്കാരനെ എവിടെ അന്വേഷിക്കാനാ. ഒരു ദിവസം കൊച്ചമ്മ സോപ്പ് തേച്ച് തറക്കിട്ടവര് ഇങ്ങനെ കുളിക്കുമ്പോൾ ഒരു മണിയടി ഗ്ലാസ്സിലൂടെ നോക്കിയപ്പം തർമ്മക്കാരൻ അപ്പാപ്പം വന്നിരിക്കുന്നു. 3 മാസം കൂടി. ഈ കൊച്ചമ്മയ്ക്ക് സന്തോഷമായി. ഈ കണ്ണെന്ന് ഞാൻ കാണുകയല്ലോ. 50 രൂപ കൊടുത്തേക്കാന്ന് പറഞ്ഞ് എടുത്തുകൊണ്ട് ഓടിക്കൊണ്ട് കൊടുത്തിട്ട് ചോദിച്ചു, ഓ അപ്പാപ്പൻ മരിച്ചു പോയെന്ന് ഓർത്ത്. എവിടെയായിരുന്നു ഈ 3 മാസം? എന്റെ കൊച്ചമ്മ കണ്ണോപ്പറേഷൻ ആയിരുന്നു, ബുധനാഴ്ചയാണ് കാഴ്ച കിട്ടിയത്. അപ്പൊ എന്നും കാണുന്നവരെ കണ്ടില്ലെങ്കിൽ നമുക്ക് പ്രയാസമാണ്. ഈ കക്ഷി എവിടെ പോയി എന്ന് നമുക്കൊരു ഓർമ്മയുണ്ട്. അപ്പം ശരീരം അടുത്താണോ മനസ്സടുക്കും. കുറെ നാൾ ശരീരം വന്നു കഴിഞ്ഞാൽ ഭർത്താവില്ലാതിരിക്കാൻ ഭാര്യ പഠിക്കും, ഭാര്യ ഇല്ലാതിരിക്കാൻ ഭർത്താവും പഠിക്കും. 2, മനസ്സിന്റെ സാമീപ്യം. കല്യാണം കഴിഞ്ഞ ഭാര്യാഭർത്താക്കന്മാരുടെ മനസ്സ് വടക്ക് നോക്കിയത്ര സൂചി വടക്കോട്ട് തിരിയുന്ന പോലെ ഭർത്താവിന്റെ മനസ്സ് ഭാര്യയിലേക്ക് തിരിയണം, ഭാര്യയുടെ മനസ്സ് ഭർത്താവിലേക്ക് തിരിയണം. ഈ ഭർത്താവിന്റെ മനസ്സിൽ എപ്പോഴും ഓർക്കുക, ഭാര്യയെ ഭർത്താവ് മനസ്സിൽ ഓർക്കുക. മാനസിക സാമീപ്യം. ഇതിന്റെ വ്യത്യാസം ഓർക്കുക. ഒരു ഉദാഹരണം, നാട്ടിൽ ഒരു കുട്ടിക്ക് ഓക്കാനും മലമ്പുരട്ടിലെ പനി. മെഡിക്കൽ കോളേജിൽ കൊണ്ടു. ഡോക്ടർ പറഞ്ഞു
ആരും കൂടെ വേണ്ട, ഞാനും നേഴ്സുമാരും കൂടെ ഈ കുഞ്ഞിനെ നോക്കിക്കോളാം. കാഷ്വാലിറ്റിയിൽ കുഞ്ഞിനെ കിടത്തി. മനസ്സില്ലാ മനസ്സോടെ അമ്മ വീട്ടിൽ ചെന്ന് അമ്മ ചോറ് വാർക്കുമ്പോഴും തുണി വിഴിയുമ്പോഴും കരി ഒലത്തുമ്പോഴും അമ്മയുടെ മനസ്സിൽ കാഷ്വാലിറ്റിയിലെ കുഞ്ഞിന്റെ മുഖം. ഇതാണ് മാനസിക സാമീപ്യം. ആശുപത്രിയിലെ നേഴ്സോ കുഞ്ഞിന്റെ അടുക്കലിരിക്കുന്നു, ഗ്ലൂക്കോസ് വെയിനിൽ കയറുന്നു നോക്കുന്നു, ഇടയ്ക്കിടയ്ക്ക് അതിന്റെ ട്യൂബെ പിടിച്ച് ഞെക്കുന്നു, ഗ്ലൂക്കോസ് കയറുന്നു, ഊറിച്ചിരിക്കുന്നു എന്ന് ഓർത്തുകൊണ്ടിരിക്കുന്നു. അവൾ ഊറിച്ചിരിക്കുന്നത് കുഞ്ഞിന്റെ വെയിനിൽ ഗ്ലൂക്കോസ് എന്ന് കണ്ടിട്ടല്ല. അവൾ പ്രൈവറ്റ് ബസ്സിൽ ആശുപത്രിയുടെ വാതിപ്പൊന്നിറങ്ങിയപ്പം ബസ്സിലെ കിളി അവളുടെ കിള്ളിയിട്ട് പോയ ഇക്കിളിയായിട്ട് അവൾ ഇരിക്കുകയാണ്. ശരീരം അടുത്താണ്, മനസ്സ് ദൂരെയാണ്. ശരീരം ദൂരെയാണ്, മനസ്സടുത്തായിരിക്കണം. ദൂരെയാണ് ഭാര്യയെങ്കിലും ഭർത്താവിന് മനസ്സ് അവിടെയായിരിക്കണം. ദൂരെയാണ് ഭർത്താവെങ്കിലും ഭാര്യയുടെ മനസ്സ് അവിടെയായിരിക്കണം. മാനസിക സാമീപ്യം. 3, ആത്മീയ സാമീപ്യം. ഭർത്താവിനെ ഓർത്ത് ഭാര്യ എന്നും പ്രാർത്ഥിക്കണം, ഭാര്യ ഓർത്ത് ഭർത്താവ് എന്നും പ്രാർത്ഥിക്കണം. ഇതാണ് ആത്മീയ സാമീപ്യം. പരസ്പരം പ്രാർത്ഥിക്കുക, പ്രാർത്ഥനയിൽ ഓർക്കുക. ഈ 3 സാമീപ്യം കൊടുക്കുമ്പോൾ നിങ്ങളുടെ ശരീരത്തിൽ നിന്നും ഒരു തരംഗം ഉയരാൻ തുടങ്ങും. ഇന്ന് അതിനെക്കുറിച്ച് സയന്റിഫിക് ആയിട്ട് തെളിഞ്ഞു വരുന്നു. മനുഷ്യന്റെ ദേഹത്തുള്ള ആൽഫ, ബീറ്റ, ഡെൽറ്റ തരംഗങ്ങളെ കുറിച്ച് ഇന്ന് സയന്റിഫിക് തിയറികളുണ്ട്. 2012 ഫിസിക്സിന്റെ നോബൽ സമ്മാനം കിട്ടിയത് അറിയാം. ഫിസിക്സിന്റെ തിയറിയാണ് ന്യൂട്രിനോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചില ചിന്തകൾ നമ്മുടെ ദൂരങ്ങളിൽ ആ സമയത്ത് എത്തിക്കും. നമ്മുടെ പ്രസൻസ്. ന്യൂയോർക്കിലിരുന്ന് ഒരു മനുഷ്യൻ ചിന്തിച്ചത് പാരീസിലെ വ്യക്തിക്ക് ആ സമയം അനുഭവിച്ചിരുന്ന സയൻസിന്റെ തിയറി തെളിയിച്ചു വരുന്നു. ന്യൂട്രിനോ പ്രസൻസ് എന്നും പറഞ്ഞാൽ അതിന്റെയൊക്കെ ഇനി ഗവേഷണങ്ങൾ നടക്കുന്ന കാലമാണ്. ഈ 3 ഈ സാന്നിധ്യം കൊടുക്കുമ്പോൾ നിങ്ങളുടെ ദേഹത്ത് നിന്ന് തരംഗം ഉയരും. അതിന് നമ്മുടെ സാധാരണ ഭാഷയിൽ പറഞ്ഞാൽ ടെലപ്പതി. അമ്മയ്ക്കും കുഞ്ഞിനും ഇടയിൽ ഒരു ടെലപ്പതിയുണ്ട്. ഞാൻ സെമിനാരിൽ പഠിക്കുന്ന സമയത്ത് എനിക്ക് തലവേദനയോ പനിയോ വന്നോ, എൻ്റെ അമ്മയുടെ കത്ത് ഒരാഴ്ച കഴിഞ്ഞ് വരും. മോന് വല്ല ക്ഷീണമായിരുന്നു, അമ്മയ്ക്കൊരു തലവേദനയും പനിയും. 100 മൈൽ ദൂരെ ഇരിക്കുന്ന എൻ്റെ തലവേദനയും പനിയും 100 മൈൽ അകലെയിരിക്കുന്ന എൻ്റെ അമ്മയ്ക്ക് അനുഭവിക്കാൻ പറ്റുമായിരുന്നു ടെലപ്പതി. ഭർത്താവിന്റെ മരണവാർത്ത കേട്ട ഭാര്യ വീണ് മരിക്കുന്നു, ഭാര്യയുടെ മരണവാർത്ത കേട്ട ഭർത്താവ് വീണ് മരിക്കുന്നു. ചില സമയത്ത് ചില തോന്നൽ. ഓഫീസിൽ ജോലി ചെയ്യുന്ന ഭർത്താവിന് തോന്നുക വീട്ടിൽ വരുന്ന പോയേക്കാം. ചെന്നപ്പോഴാണ് ഭാര്യ നെഞ്ചുവേദനയോടെ കിടന്ന് പൊളയുന്നത്. ഭാര്യയ്ക്ക് തോന്നി ഒന്ന് വീട്ടിൽ വരച്ചല്ല, ഭർത്താവ് തല പൊട്ടുന്ന രീതിയിൽ കിടന്ന് വേദന അനുഭവിക്കുന്നു. ഈ തോന്നൽ എവിടെ നിന്ന് വരുന്നതാ? ടെലപ്പതി, സ്നേഹത്തിന് ടെലപ്പതി. ഞാനിങ്ങനെ നടന്നു പോകുമ്പോൾ എൻ്റെ കാലിൽ ഒരു മുള്ളു കൊള്ളുന്നു. കാലിൽ മുള്ളു കൊള്ളുമ്പം കൈ കെട്ടി എന്ന് പറയുമോ? കൊള്ളട്ടെ, ഒരുപാടടുത്ത് പോകുന്ന കാലല്ലേ, കൊള്ളട്ടെ, അങ്ങനെ കൊള്ളട്ടെ. മുള്ളു മാത്രമല്ല, മുള്ളാണിയും കുത്തി കയറട്ടെ. കൈ ഓടി ചെല്ലും, മുള്ളു വലിച്ചു വരും, മരുന്ന് വെച്ച് കെട്ടും. ഇതാണ് ടെലപ്പതി എന്ന് പറയുക. ഭർത്താവിന് നമ്പരം വരുമ്പോൾ ഭാര്യ അവനങ്ങനെ അനുഭവിക്കേണ്ടെന്നല്ല, അല്ലെ ഭാര്യ അങ്ങനെ സുഖിക്കേണ്ടെന്നല്ല. ടെലപ്പതി ഒരാളുടെ ഫീലിംഗ് മറ്റൊരാളുടെ ഫീലിംഗ് ആയിട്ട് മാറും. അതിന് ഏറ്റവും വലിയ ഉദാഹരണം ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ സോണിയ ഗാന്ധി ചരിത്രം കുറിച്ച് വച്ചിരിക്കുന്നു. സോണിയയുടെ ജീവചരിത്രത്തിൽ രാജീവ് ഗാന്ധി ശ്രീ പെരുമ്പത്തൂരിൽ മനുഷ്യബോംബ് സ്ഫോടനത്തിൽ കൊല്ലപ്പെട്ട അതേ സെക്കൻഡിൽ ഡൽഹിയിൽ ജൻപത് കൊടുക്കുന്ന സോണിയാഗാന്ധി അന്നത്തെ രാജീവിന്റെ സെക്രട്ടറി ജോർജിനോട് ഒരു ചോദ്യം ചോദിച്ചു. എന്റെ രാജീവിന് എന്തു പറ്റി? അരമണിക്കൂർ കഴിഞ്ഞ ലോക വാർത്താ മാധ്യമങ്ങൾ രാജീവിന്റെ വധവാർത്ത ടെലികാസ്റ്റ് ചെയ്തു. സോണിയയ്ക്ക് മനസ്സിലായി രാജീവിന് എന്തോ സംഭവിച്ചു. ടെലപ്പതി. ഇതാണ് ജീവിതത്തിൽ പറയുക, ഒരു ഈ സാമീപ്യം കൊടുത്തു വരുമ്പോൾ ഉണ്ടാകുന്ന ഒരു ഫീലിംഗ്. കുടുംബജീവിതത്തിന്റെ വിജയത്തിന് ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. പരമാവധി അടുത്തിരിക്കാൻ പഠിക്കുക, ഒരുമിച്ചായിരിക്കുക. ചില ആളുകളും മറ്റുമുണ്ട്, അടുത്തിരിക്കാൻ അവസരം കിട്ടിയാൽ പിന്നെ ആ ദിവസവും അങ്ങ് ഇറങ്ങിപ്പോവും. ഒരു ഫ്രീ ഡേ കിട്ടിയാൽ മതി, ക്ലബ്ബായി, പള്ളിയായി, സംഘടനയായി 100 കൂട്ടങ്ങൾ വീട്ടിൽ നിന്ന് ഒരൊറ്റ പോക്കാണ്. ചിലരുണ്ട് ഫ്രീ ടൈം കിട്ടിയോ ക്ലബിലോ കൂട്ടുകാർ സംഘടനയോ കൂടി ഭൂമിയിലെ പൊട്ടന്മാരുടെ കളിയായ ചീട്ടുകളിയായിട്ട് ഒറ്റയിരിപ്പ്. ഈ ലോകത്ത് പൊട്ടന്മാരുടെ കളി എന്ന് ഏക കളി ചീട്ടുകളിയാണ്. അതിന്റെ കാരണം ഇതേ ഉള്ളൂ, പച്ചയായ കാരണം. ഒന്നി പഠിക്കുന്ന കുട്ടിക്ക് പോലും അറിയാം 10 എന്ന സംഖ്യ 9നേക്കാൾ വലുതാണ്. പക്ഷെ ചീട്ടുകളി മാത്രമാണ് 9 ഇട്ട് 10നെ വെട്ടുന്ന ഏക കളി. ഇത് പൊട്ടന്മാരുടെ കളി. ഈ കളിയായിട്ട് ഇരുപടി ജീവിതത്തില്. അപ്പം അങ്ങനെയുള്ള ചില ജീവിതങ്ങളെ നമ്മൾ കണ്ടെത്തുന്നു, അങ്ങനെ മനുഷ്യരെ നമ്മൾ കണ്ടെത്തുന്നു. ഇവിടെയാണ് സാമീപ്യത്തിന്റെ ദാമ്പത്യം. ഇപ്പം 10 കൂട്ടം ദാമ്പത്യത്തിൽ 5 നമ്മൾ കണ്ടെത്തി. സ്നേഹത്തിന്റെ ദാമ്പത്യം, കരുണയുടെ ദാമ്പത്യം, പ്രാർത്ഥനയുടെ ദാമ്പത്യം, വിശ്വാസത്തിന്റെ ദാമ്പത്യം, സാമീപ്യത്തിന്റെ ദാമ്പത്യം. 6 സംതൃപ്തിയുടെ ദാമ്പത്യം. നമുക്ക് ജീവിതം ഒന്നുള്ളൂ, വിട്ടുകൊടുക്കാൻ പറ്റിയല്ല. അപ്പനെ സൂചിപ്പിച്ച് അമ്മയെ സൂചിപ്പിച്ച് ഓരോ ബന്ധുക്കാരെയും സൂചിപ്പിക്കാനൊരു ദാമ്പത്യമില്ല.
പിന്നീട് ഇതിന് ആവർത്തനമില്ല. ആസ്വദിക്കാൻ ഒരു കാലമേ ഉള്ളൂ, അത് ആസ്വദിച്ച് തീരണം. അതുകൊണ്ടാണ് സംതൃപ്തി വേണം. ഭർത്താവിന്റെ മുതൽ സംതൃപ്തി, ഭാര്യയുടെ മുതൽ സംതൃപ്തി. ചേട്ടൻ മുഖം കണ്ടറിയാം സംതൃപ്തി ഉണ്ടോ ഇല്ലയോ ജീവിതത്തിൽ. പെട്ടെന്ന് തീർന്നു പോകുന്ന കാലമാണെന്ന് ഓർക്കണം. ആ കാലഘട്ടത്തിൽ ദൈവം തന്ന ജീവിതം അനുഭവിക്കണം, അത് സംതൃപ്തിയോടെ അനുഭവിക്കണം. അവരെന്നാ ഓർക്കും, ഇവരെന്നാ ഓർക്കും. അങ്ങനെ കാണിപ്പിച്ചും സൂചിപ്പിച്ചും നടന്നാൽ ഐസ്ക്രീം ചോർന്നിട്ട് ഈർക്കിരി കയ്യിലുള്ളതുപോലെ മാത്രമാകും ദാമ്പത്യം. അതുകൊണ്ടാണ് സംതൃപ്തി വേണം. എത്ര പെട്ടെന്ന് ജീവിതം. ചില മനുഷ്യരെ കണ്ടാൽ അറിയാം നിരാശയാണ്, മുഖത്തോട് നോക്കുമ്പോഴറിയാം ഒരു സംതൃപ്തിയില്ല. ആന്റിയെ അങ്കിള് വീട്ടിലുണ്ടോ? ആ എപ്പം വരുമെന്നറിയാമോ? ഓ ഏമ്പക്കം വിട്ട പോലെ. ചില ദമ്പതികൾ നടന്നു പോകുന്നുണ്ട് ലബോറട്ടറിയിൽ നിന്ന് അസ്ഥികൂടം നടക്കാൻ പോണ പോലെ. കാണുന്നവര് ഷുഗർ, കൊളസ്ട്രോൾ, പ്രഷർ ഷൂട്ടപ്പ് ചെയ്ത് അങ്ങേയറ്റമാകും. ഒരു സംതൃപ്തിയില്ല. വളരെ വേഗം കടന്നു പോകുന്ന ജീവിതമാണ്. അതുകൊണ്ടാണ് പറയുക, നമ്മുടെ ജീവിതം 10 കാലങ്ങളായി വളരെ വേഗം മുറിഞ്ഞു പോകും. തത്വചിന്തയിൽ പറയും മനുഷ്യന്റെ ആയുഷ്കാലം 10 കാലങ്ങളായി വേഗത്തിൽ മുറിഞ്ഞു പോകും. അവര് പറയും കുളി 1, കളി 10, എന്ത് 20, മുറി 30, വെറി 40, നെറി 50, ചൊറി 60, തെറി 70, ചിരി 80, കുഴി 90. വളരെ പെട്ടെന്ന് കടന്നു പോകും. എഴുതുകളിൽ വന്നവരുണ്ട്. എത്ര പെട്ടെന്നാ 10-45 വർഷം കടന്നുപോയത്. എത്ര പെട്ടെന്നാ നാളുകൾ കടന്നു പോവുക. എത്ര പെട്ടെന്നാണ്. കുളി 1. 1 വയസ്സ് മുതൽ 10 വയസ്സ് വരെ കുഞ്ഞുങ്ങൾക്ക് ഏറ്റവും ഇഷ്ടം കുളിച്ചുകൊണ്ടിരിക്കുക. ഏത് വെള്ളം കിട്ടിയാലും കോരി കുളിക്കുക. കലക്കവെള്ളം, കഞ്ഞിവെള്ളം, കാടിവെള്ളം, ഓസിലെ വെള്ളം, ഓടലെ വെള്ളം, ടാപ്പിലെ വെള്ളം, എന്ത് കിട്ടിയാലും കോരി കുളിക്കുക. വരെ സോപ്പ് തേച്ച് പതയ്ക്കുക. ചില കൊച്ചുപിള്ളേരെ കാണാൻ മേലെ ഒരു സാമ്പിൾ സോപ്പ് തീരുന്നതുവരെ വയറെ പതച്ചുകൊണ്ടിരിക്കും. ഈ ഭൂമിയിൽ സ്വർഗത്തിന്റെ മുന്നാസ്വാദനം വയറെ സോപ്പ് തേക്കുമ്പോഴാണ്. ഇന്ത്യയിൽ പറയാറുണ്ട്, ഇന്ത്യയിൽ മൊത്തം സ്വസ്ഥത വേണോ, മധ്യപ്രദേശിൽ സമാധാനം വേണം എന്നാണ് പറയുക. മുതിർന്ന ആൾക്കാർ ഏറ്റവും ആസ്വദിച്ച് പാട്ട് പാടുന്നത് ഷവറിന് കീഴിൽ നിന്ന് വയറെ സോപ്പ് തേക്കുമ്പോഴാണ്. മൂളിപ്പാട്ടുകൾ മസ്ത് മസ്തി, മുസ്തഫ മുസ്തഫ, മന്മത റാസ ഇവിടെ തിരുവുന്നവരാണ്. കുളി 1. കളി 10. 10 വയസ്സായോ കളിക്കാനോട്ടോ. കുടുകുടു, കുറ്റിപ്പന്ത്, ഫുട്ബോൾ, സോച്ചർ, റഗ്ബി, കളിയോട് കളി. ഇപ്പം കുളി 1, കളി 10, എന്ത് 20. ആയുസിന്റെ സ്പീഡാ ഞാൻ പറയുക. എന്ത് 20 കളി ചോദ്യം ചെയ്യും. എന്നാ പള്ളി, എന്നാ പട്ടക്കാരൻ, എന്നാ കൂടാശയാ, എന്നാ കൺവെൻഷനാ, എന്തോ ധ്യാനമാ, എന്തോ പ്രാർത്ഥനയാ. ചില പള്ളികളിൽ ചെല്ലുമ്പം ചെറുപ്പക്കാരാമ്പിള്ളേർ പള്ളിയിൽ പുറത്തുള്ള മതിലേലിരിക്കും. ഞാൻ വഴക്ക് പറയും, കയറിപ്പെടാവത്തോട്ട് ഓർഡർ വരച്ച വഴക്ക് പറയാനില്ല. പള്ളിക്കകത്ത് കയറി ചെന്നാൽ വികാരിയച്ഛന്റെ ഉണക്ക കുർബാന ഇവിടെ ഇരിക്കുകയാണെങ്കിൽ ജീവിക്കുന്ന കുർബാനകൾ നടന്നു പോകുന്ന കാണാം. ഞങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. എന്ത് 20. മുറി 30. 30 വയസ്സായോ വെട്ടൊന്ന്, മുറി 2. ഞാനും എൻ്റെ ഭാര്യയും പറയും, ഞാനും എൻ്റെ ഭർത്താവും പറയും, ആരും ഞങ്ങളെ കൂട്ടാനും ഉടിപ്പിക്കാനും പഠിപ്പിക്കാനും നോക്കണ്ട. ഞങ്ങൾ പറയും കേട്ടോണ്ടാ മതി. മുറി 30. നെറി 40. നെറിവ്, നേരിനെ കുറിച്ചുള്ള അറിവ് 40കളിലാണ്. 40 കഴിയുമ്പോൾ ദേഹത്തിന്റെ ഇളക്കം കുറയും, രക്തത്തിന്റെ തിളപ്പ് കുറയും. ഭാര്യ ഭർത്താവിനെ അമക്കും, ഭർത്താവ് ഭാര്യയെ ഒതുക്കും, മക്കൾ മാതാപിതാക്കൾ ഇരുത്തും. ഒരു വീണ്ടും വിചാരം വരുന്നു. നെറി 40. വെറി 50. വെറിവ്, വിവരം വെക്കുന്നത് 50 വയസ്സാകുമ്പോഴാണ്. 50 ദൈവമേ ആയുസിന്റെ പകുതി കഴിയും. ഇത്രയും കാലം ഇല്ലല്ലോ, ഉള്ള കാലം മര്യാദയ്ക്ക് ജീവിച്ചേക്കാം. ഒരു വീണ്ടും വിചാരം. വെറി 50. ചൊറി 60. 60 കഴിയുമ്പോഴാണ് കാരണന്മാര് ഒരു കാര്യമില്ലാതെ മക്കളുടെ മക്കളോടും ചൊറിഞ്ഞ വർത്താനം പറയാൻ തുടങ്ങും. ഇത് മേടിച്ചോണ്ട് വരുമ്പോൾ ഓർത്തേക്കല്ലോ ഇവിടെ പറഞ്ഞു പോയെന്നു. അപ്പം ആവശ്യമില്ലാത്ത വർത്തമാനം പറിച്ചു 60 കഴിയുമ്പം ചൊറി 60. നമുക്ക് കാണാമല്ല കാരണന്മാരൊക്കെ വെറുതെ ആവശ്യമില്ലാത്ത വർത്താനം മക്കളോട് പറയുക, പിന്നെ വെറുതെ പോയി കുത്തിയിരിക്കുക. ചൊറി 60. തെറി 70. 70കളിലാണ് കുഞ്ഞുനാളിൽ പഠിച്ചത് പിന്നെ മറന്നുപോയതുമായ കുഞ്ഞു കുഞ്ഞു തെറി നാക്ക് തേടി വരും. കട്ടികൂടുതല്ല, വളരെ മൈൽഡായിട്ട്. കോപ്പ്, കിഴങ്ങ്, മാട, കോട, തെറി 70. ചിരി 80. 80 വയസ്സായോ പിന്നെ നമ്മൾ ഒരാരും കേൾക്കില്ലെന്നറിയാം. കാണുക, കുത്തിയിരിക്കുക, ചുമ്മാ ചിരിച്ചോട് മാറി മാറി പോവുക. കുഴി 90. 90 വയസ്സായ പിന്നെ മരണത്തെക്കുറിച്ചുള്ള ഓർമ്മകളാണ്. തിരിച്ച് പാട്ടും മാറും. 10 വയസ്സ് വരെ പിഞ്ചു ഹൃദയം ദേവാലയം. ഒരു 20 ആയാലും അനുരാഗവിരോചിതരായി. ഒരു 80 കഴിഞ്ഞാലോ സമയത്തിൽ. മനുഷ്യന്റെ ആയുസ് ഇങ്ങനെ ഓടി ഓടി പോകുന്നതാണ്. ഇവിടെ നമുക്ക് മറ്റുള്ളവരെ സൂചിപ്പിക്കാൻ സമയമില്ല. കിട്ടിയ ദാമ്പത്യം
സംതൃപ്തിയോടെ ജീവിച്ചു തീർക്കണം. ഒരാഴ്ചയേ ഉള്ളൂ ആ കിട്ടിയത് തൃപ്തിയോടെ ജീവിക്കുക. അങ്ങനെ സംതൃപ്തിയോടെ ജീവിക്കണോ? ഓരോ രാത്രി ഉറങ്ങാൻ പോകുമ്പോൾ ഒരുമിച്ച് വീട്ടിലുണ്ടോ അന്നത്തെ കാര്യം പറഞ്ഞു തീർക്കണം. കെട്ടിയവനോട് ചെറിയ പിണക്കം വന്നോ ഉറങ്ങാൻ പോകുന്നതിന് മുമ്പ് പറഞ്ഞു തീർക്കണം. പിന്നെ പറയാവുന്നത് വെച്ച് കഴിഞ്ഞാൽ മനസ്സകന്നു പോകും. ഭാര്യയോട് ഭർത്താവും പറഞ്ഞു തീർക്കണം, ഭർത്താവിന്റെ ഭാര്യയും പറഞ്ഞു തീർക്കണം. അങ്ങനെ പറഞ്ഞില്ലേ പിന്നീട് ഒരു പ്രശ്നം ഉണ്ടാവും. ഈസി ടു ബെസ്റ്റ് ഔട്ട് അറ്റ് ദ സ്ലൈറ്റസ്റ്റ് പ്രൊവക്കേഷൻ. അതാണ് അതിന്റെ പ്രതികരണം. ചെറിയ പ്രകോപനത്തിൽ പെട്ടെന്ന് പൊട്ടിത്തെറിക്കും ഈ വികാരങ്ങളുള്ളിൽ ഒതുക്കി വെച്ചാൽ. അതുകൊണ്ട് ചില പെണ്ണുങ്ങൾ ചില കൊച്ചു കാര്യം വരുമ്പം വല്ലാതെ ചൂടാവും. കെട്ടിയെന്ന് ചോദിക്കും, ഇത്രയും കുഞ്ഞുകാര്യം എന്തിനാടി ഇതുപോലെ ചൂടാകുന്നത്? കുഞ്ഞുകാര്യമല്ല, ഒരുപാട് കാര്യങ്ങളുടെ ജില്ലാ സമ്മേളനം ഇവിടെ കിടപ്പുണ്ട്. ഒരെണ്ണം വരുമ്പം മൊത്തം അങ്ങ് കുടഞ്ഞെടുത്തതാണ്. ഒരു പള്ളിയിൽ ധ്യാനിപ്പിക്കാൻ വികാരിച്ചും പറഞ്ഞു, ഒരു ഭർത്താവും ഭാര്യയും കൂടെ പിണക്കം. അച്ഛൻ അവരെ തമ്മിലൊന്ന് ഇണക്കിയിട്ട് പോകണം. ഞാൻ ചോദിച്ചു, എന്നാ പ്രശ്നം? ഭർത്താവിന് പേര് ടോമിച്ചൻ, വയസ്സ് 32, ഭാര്യ ടെസി, വയസ്സ് 30. ചെന്നാ പ്രശ്നം? ടെസി പറഞ്ഞു, എന്റെ കെട്ടിയവനെ കാണുമ്പോൾ എനിക്ക് ഓക്കാനിക്കാൻ വരുന്നു, അതാ പ്രശ്നം. 2 കാര്യങ്ങൾ എന്റെ ഭർത്താവിനെ കൊണ്ട് അച്ഛൻ തിരിച്ചിരിക്കണം. 1, സന്ധ്യമണി അടിക്കുമ്പം വീട്ടിൽ വരണം. 2, കുടിച്ചിട്ട് വന്ന് ദേഹം പങ്കുവെക്കാൻ നിർബന്ധിക്കരുതെന്ന് പറയണം. ഒരു സ്ത്രീയുടെ മാന്യമായ 2 ആവശ്യങ്ങൾ. ഞാൻ രോമിച്ച ടെസി ഈ 2 കാര്യങ്ങളാണ് പറയുന്നത്. രോമിച്ചപ്പൻ അച്ഛാ, തീർച്ചയായിട്ടും നാളെ മുതൽ 5 മണിക്ക് വന്നേക്കാം. കോപ്പയ്ക്കകത്ത് കഞ്ഞിവെള്ളം പോലും കുടിക്കാതിരുന്നേക്കാം. എനിക്കുമുണ്ട് നല്ല ഭർത്താവായി ഇനിയും മകളുടെ അപ്പനായി ജീവിക്കണമെന്ന് ആഗ്രഹമുണ്ട്. എന്നും കാണുന്ന വികാരിയച്ഛനോടൊക്കെ ഇത് പറയാൻ നാണക്കേടായതുകൊണ്ട് പറയാതിരിക്കുന്നതാ. നിങ്ങളെ ചിലപ്പോൾ ഒരിക്കലും ഇനി കാണേണ്ടി വരികയല്ലോ. അതുകൊണ്ട് ഉള്ള കാര്യം പറയാം. 2 കാര്യങ്ങൾ അച്ഛൻ ടെസിയെ കൂടും ചെയ്യിപ്പിക്കണം. എന്താ ചെയ്യിപ്പിക്കണം? അച്ഛൻ അവളോട് പറയണം. 1, ദൈവം തമ്പുരാനെ ഓർത്തു അവിടെ ഇട്ടിരിക്കുന്ന നൈറ്റി 15 ദിവസം ഒരിക്കലെങ്കിലും ഒന്ന് അലക്കാൻ പറയണം. 2, ശനിയാഴ്ചയെങ്കിലും നല്ല മണമുള്ള സോപ്പ് തേച്ച് ഒന്ന് കുളിക്കാൻ പറയണം. എന്റെ അച്ഛ, ആ നൈറ്റിയിൽ ഇഞ്ചിയുടെ നീറ്റില് മുളകിന്റെ എരിവ്, സവോളയുടെ നാറ്റം, മത്തിയുടെ ഉളുമ്പ് മണക്കാൻ മേലാനിന്റെ അച്ഛ പൂസായിട്ട് അടുക്കി ചെല്ലുക. കൊച്ചു കാര്യം മുട്ടുസൂചി പറഞ്ഞുകൊണ്ട് എടുത്തു മാറ്റാവുന്ന പ്രശ്നം വെച്ചുകൊണ്ടിരിക്കുന്നത് പിന്നീട് ഹൃദയങ്ങൾ അകന്നു പോകുന്ന അവസ്ഥ. ഇവിടെയാണ് പറയുക, കുടുംബത്തിൽ ഒരു നന്മയുടെ അന്തരീക്ഷം വേണം, ഒരു പങ്കുവയ്ക്കലും പറച്ചിലും ഒക്കെ. അവിടെയാണ് സംതൃപ്തി എന്ന് പറയും, തൃപ്തി. ഇപ്പൊ ചില വീട് ചെന്നാലും തൃപ്തിയില്ലാത്ത ഭാര്യയുള്ള വീടാണോ ചെന്ന് കയറുമ്പോഴറിയാം, വീടിന്റെ കിടപ്പ് കാണുമ്പോൾ അറിയാം. ചില വീടിന്റെ ഉഗ്രം വീടാ, ഉരുവും പൊടിയും പിടിച്ച് ഏതാണ്ടൊക്കെ വാരിക്ക് ഒരു തോരണം പോലെ അയലും എടുത്തിട്ട് ഊട്ടുമുറി ചെന്ന് കഴിയുമ്പം മേശപ്പുറത്ത് ടാപ്പിന് കീഴിൽ എന്തോ കുതിരാനിട്ടിരിക്കുക. സന്ധ്യയായി, പ്രഭാതമായി, 5-ാം ദിവസം, ഇനിയും കുതിർന്നു തീർന്നിട്ടില്ല. എല്ലാ ഗ്ലാസിലും മീന്റെ ഉളുമ്പ്, ഇറച്ചിവെള്ളത്തിന്റെ നാറ്റം. 2010-ലെയും 2011-ലെയും കലണ്ടർ ഒരു നാണമില്ലാതെ അതുപോലെ തൂങ്ങിക്കിടന്നു. ക്ലോക്ക് നിര്യാതനായിട്ട് ദിവസം വരന്നു കഴിഞ്ഞു. എപ്പം നോക്കിയാലും 2:10 സൂചി മുമ്പോട്ടിട്ട് പോയിട്ടില്ല. ഒരു വീട്ടിൽ പ്രാർത്ഥിക്കാൻ വേണ്ടി ചെന്നു. ഓരോ മുറിയിൽ കയറി ഹോളി വാട്ടർ തളിച്ചു തെളിച്ച് ഞാൻ പ്രാർത്ഥിച്ചു പോവുക. അങ്ങനെ ചെല്ലുമ്പോൾ കീറത്തുണി, പീറത്തുണി, കൈക്കിലത്തുണി, കരിയിലത്തുണി, പഴത്തുണി ഇതെല്ലാം കട്ടിലേക്ക് കിടക്കുക. അച്ഛൻ കണ്ട മോശമല്ല എന്നെ കണ്ട് കുടുംബനാഥ റോക്കറ്റ് പോലെ ഓടിയിട്ട് ബെഡ്ഷീറ്റ് ഇട്ട് മൂടി പോവുക. എനിക്ക് പൊക്കി ബ്ലസ് ചെയ്യാൻ പറ്റുമോ? അവസാനത്തെ മുറിച്ച് നോക്കുമ്പം എല്ലാം കൂടെ കൂമ്പാരം കൂടിയിട്ട് കുതിരപ്പുറം പോലെ ഇങ്ങനെ ഇരിപ്പുണ്ട്. ഞാൻ ചോദിച്ചു, ഇതെന്നാ പെങ്ങളെ മോട്ടോർ സൈക്കിൾ കട്ടിലേക്ക് കയറ്റി മൂടി വെച്ചതാണ്? വൃത്തിയില്ല, മെനയില്ല. ഇപ്പൊ കുടുംബത്തിൽ ചിട്ടയും വൃത്തിയും മെനയുള്ള സ്ത്രീയാണോ? സംതൃപ്തിയുണ്ട്. ഒരു ക്രമമുള്ള ഭർത്താവാണോ? സംതൃപ്തിയുണ്ട്. അടുത്തിരിക്കണം, പറഞ്ഞു തീർക്കണം. ഇതെല്ലാം സംതൃപ്തിയുടെ പ്രധാനപ്പെട്ട ഭാഗങ്ങളാണ്. സംതൃപ്തി. വർത്തമാനം പറയണം. വർത്തമാനം പറഞ്ഞാലല്ലേ സംതൃപ്തി. ഒരു കാര്യം ഓർത്തോണം, സ്ത്രീ വർത്തമാനം പറഞ്ഞില്ലെങ്കിൽ പുരുഷൻ അകാലത്തിൽ വൃത്തനായിട്ട് മാറും. പെണ്ണുങ്ങൾക്ക് കെട്ടിയവൻ മിണ്ടിയില്ലെങ്കിലും പ്രശ്നമില്ല. കാരണം നിങ്ങൾക്ക് ഒറ്റയ്ക്ക് വർത്തമാനം പറയാൻ വകുപ്പുള്ളവരാണ്. ചില സ്ത്രീകൾ പകലെങ്ങാനും പറഞ്ഞില്ലേ രാത്രി കുടിശ്ശിയുള്ളത് ഉറക്കത്തിൽ കൂടെ കിടന്ന് പറഞ്ഞു കളയും. നാട്ടിലെ ചില ആന്റിമാരെ കാണാം, കെട്ടിയവനോട് മിണ്ടിയല്ല, വർത്താനം മുഴുവൻ കോഴിപ്പടയോടെ കോഴി ബാബാ എന്ന് വിളിച്ചുകൊണ്ട് ഒരൊറ്റ നിൽക്കുന്നതാണ്. സംതൃപ്തി വേണം. ഒരു സ്ത്രീ പറഞ്ഞാ, എനിക്ക് എന്നെ കെട്ടിയവനെ കാണുമ്പോൾ ഒരു തൊഴി കൊടുക്കാൻ തോന്നുക. ഞാൻ അതിനെ അടി ചോദിച്ചു. ആദ്യ രാത്രിയിൽ ചൂടടിച്ച് പുതപ്പിനിടെ കുറെ നേരം ഒരുമി കിടന്ന് ഉറങ്ങാമെന്ന് കണ്ടപ്പം ഇത് ഞാൻ ചാടി എഴുന്നേറ്റ് ചോദിക്കുക, ഡെൻമാർക്കിന്റെ തലസ്ഥാനം ഏതാടിയിരുന്നു? ഇതെന്നെ അച്ഛ, ഭൂമിശാസ്ത്രം പഠിക്കാനാണ് ഇയാളെന്നെ കെട്ടിക്കൊണ്ട് വന്നത്. ഞാൻ അതിനാണ് നീ അങ്ങനെ ചോദിച്ചു. എന്റെ അച്ഛ, വിവാഹത്തിൽ ഒരിക്കൽ അച്ഛൻ പറഞ്ഞായിരുന്നു, വിഷയങ്ങൾ തീരുമ്പോൾ മനഃപൂർവ്വം വിഷയങ്ങൾ ഉണ്ടാക്കി വർത്തമാനം പറയണം. ഒരു പുതിയ ജീവിതം ആരംഭിക്കല്ലേ, അവിടെ പൊതുവിജ്ഞാനം ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി ഇട്ട വിഷയം വെച്ചാൽ അതുകൂടി വിഷയമാകുമെന്ന് ഒരിക്കലും ഞാൻ ഓർത്തിരുന്നില്ല.
ഇപ്പം പരസ്പരം മനസ്സിലാക്കണം, സംസാരത്തിൽ ഷെയറിങ്. ഇവിടെയാണ് പറയുക സംതൃപ്തിയുടെ ദാമ്പത്യം. സംതൃപ്തിയുടെ 7 സ്നേഹത്തിന്റെ ദാമ്പത്യം, സമാധാനത്തിന്റെ ദാമ്പത്യം. സാമീപ്യത്തിന്റെ ദാമ്പത്യം, സംതൃപ്തിയുടെ ദാമ്പത്യം, സമാധാനത്തിന്റെ ദാമ്പത്യം. സമാധാന സ്ഥാപകർ ഭാഗ്യവാന്മാർ, അവർ ദൈവമക്കളെന്ന് വിളിക്കപ്പെടും. സമാധാന സ്ഥാപകർ ഭാഗ്യവാന്മാർ, അവർ ഭൂമി അവകാശമാകും. കുടുംബത്തിൽ ഭർത്താവിനെ നേടണോ സമാധാനം നശിപ്പിക്കാത്ത ഭാര്യ വേണം, ഭാര്യയെ നേടണോ സമാധാനം നശിപ്പിക്കാത്ത ഭർത്താവ് വേണം. നമുക്കറിയാം ഇന്ന് സമാധാനം മറ്റും തകരുന്ന ലോകങ്ങൾ. എന്തിനും ഏതിനും മഴ പോലെ പരാതി പറയുന്ന ഭാര്യ സമാധാനം നശിപ്പിക്കും. എന്തിനും ഏതിനും ചുമ്മാ കുത്തുവാക്ക് വരുന്ന ഭർത്താവ്, ക്ഷിപ്രകോപിയായ ഭർത്താവ് സമാധാനം നശിപ്പിക്കും. കുടുംബത്തിൽ ഒരു സമാധാനം വേണോ, കണ്ടില്ല കേട്ടില്ല എന്ന് വെക്കാനും മൗനം പാലിക്കാനും ഇടയ്ക്കിടയ്ക്ക് ദമ്പതികൾ സ്വയം അഭ്യസിക്കേണ്ടിയിരിക്കുന്നു. സമാധാനം വളരെ പ്രധാനപ്പെട്ടതാണ്. ഭർത്താവിന്റെ അമ്മയോടും അപ്പനോടും പെങ്ങന്മാരോടോ സഹോദരന്മാരോടോ ഫോണിൽ സംസാരിക്കാൻ പോലും മനസ്സ് കാണിക്കുന്ന സ്ത്രീ കുടുംബം നശിപ്പിക്കുന്ന പിശാചാണ്, കുടുംബം നശിപ്പിക്കുന്നവളാണ്. ഒരു ഫോൺ വിളിക്കാൻ പോലും മടി, അതോടെ തീരുക ഭർത്താവിന്റെ സമാധാനം. ഭാര്യയുടെ ആങ്ങളമാരോടോ അപ്പനോടോ അമ്മയോടോ സംസാരിക്കാൻ അനുവദിക്കാത്ത ഭർത്താവ് കുടുംബം നശിപ്പിക്കുന്നവനാണ്, തകർക്കുന്നത് സമാധാനമാണ്. പണ്ടൊക്കെ അമ്മായിയമ്മ മരുമകൾ ബഹളങ്ങൾ നാട്ടിലെ പ്രശ്നം. ഇന്ന് അതില്ല. കാരണം മരുമകള് ഇങ്ങ് ഈ ബാട്ടുമോറിലും അമ്മായിയമ്മ അങ്ങ് തിരുവല്ലായിലുമാണ്. അങ്ങനെ പോലെടുക്കാൻ പറ്റും. ഇന്ന് പോരുകളും മറ്റും സോഷ്യൽ മീഡിയ വഴിയാണ്. സോഷ്യൽ മീഡിയ വഴി TV പ്രോഗ്രാം, നിങ്ങൾ ഇഷ്ടപ്പെട്ട അടിപൊളി ഗാനങ്ങൾ. ഒരു കൊച്ചു പെൺകുടി സീനി പ്രത്യക്ഷപ്പെടും. ഒരുപാട് ശ്രോതാക്കൾ ഇന്ന് നോക്കിക്കൊണ്ടിരിക്കുന്നു. ഉടനെ മേശപ്പുറത്തെ ടെലിഫോൺ അടിച്ച് കൊച്ചു ഫോൺ, ഹലോ ഹലോ, ആരാണിത്? ഉഷ. എവിടുന്നാ ഉഷാന്റി? അബുദാബിന്ന്. എന്നാണ് വിശേഷം? കോട്ടയത്തെ എൻ്റെ അമ്മായിയമ്മയുടെ 75ാം ബർത്ത്ഡേ ആണ്. ഒരു അടിപൊളി പാട്ട് ഡെഡിക്കേറ്റ് ചെയ്യണം. കോട്ടയത്തെ അമ്മായിമ്മയ്ക്ക് വേണ്ടി അബുദാബിയിലെ ഉഷാന്റി ഒരു അടിപൊളി പാട്ട് ഡെഡിക്കേറ്റ് ചെയ്തു. ഏത് പാട്ട് അഞ്ച് വെക്കേണ്ടത്? രാക്ഷസി രാക്ഷസി, ഇതാണ് വെക്കേണ്ട പാട്ട്. ഒന്ന് വാശി അങ്ങനെയും തീർക്കാം. ഇവിടെയാണ് പറയുക സമാധാന സ്ഥാപകർ ഭാഗ്യവാന്മാർ, അവർ ഭൂമി അവകാശമാക്കി മാറ്റുന്നു. 8 സമർപ്പണത്തിന്റെ ദാമ്പത്യം. കുടുംബത്തിൽ സമർപ്പണത്തിന്റെ ദാമ്പത്യം. എന്താണ് സമർപ്പണത്തിന്റെ ദാമ്പത്യം? ദമ്പതിമാർക്കിടയിൽ സമർപ്പണം ഉണ്ടായിരിക്കുക. സമർപ്പണം 3 സമർപ്പണങ്ങൾ ദമ്പതിമാർക്കിടയിൽ ഉണ്ടായിരിക്കണം. അവർക്ക് കുടുംബത്തിൽ ഒരു അനുഭൂതിയിലേക്ക് വളരാനായിട്ട് പറ്റും. ശാരീരിക സമർപ്പണം. ഞങ്ങൾ ഈ കത്തോലിക്ക സഭയിലൊക്കെ കുറെ അച്ഛന്മാർ ഒരുമിച്ചുകൂടി കുർബാനയല്ലെന്നു. നമ്മൾ മൂന്ന് കുർബാന പറയുന്ന പോലെ ഞങ്ങൾ കുറെ പേര് സമൂഹ ബലി എന്നൊരു വാക്കുണ്ട്. സമൂഹ ബലി എന്നാണ് പറയുക. അപ്പം കുടുംബജീവിതത്തിലൊക്കെയുള്ള ഒരു ബലിയുടെ ജീവിതമാണല്ലോ ദാമ്പത്യം എന്ന് പറയുക. അവിടെ ശാരീരിക സമർപ്പണം വളരെ പ്രധാനപ്പെട്ടതാണ്. ചില സ്ത്രീകൾക്കൊരു ഓർമ്മ, 65 വയസ്സ് കഴിഞ്ഞാൽ പിന്നെ ഭാര്യാഭർത്തൃത്വമൊന്നും പാടില്ല. രണ്ടുപേരും ഇങ്ങനെ ഗബ്രിയേൽ മാലാഖയും ഇളയ പെങ്ങളും പോലെ അപ്സരസുകളായിട്ട് നിന്നാൽ മതി. ഒരു സ്ത്രീ വെച്ചാൽ എനിക്ക് 66, കെട്ടിയവന് 71, ഇപ്പോഴും വെച്ചാൽ 71 ആയാലും ഒരു സമാധാനം തരുന്ന വെച്ചാൽ എന്നാ ഒരു പെരുമാറ്റം അറിയുന്നില്ല. ചില പെണ്ണുങ്ങളും പറയും, പൊന്നു മനുഷ്യ ഇങ്ങനെ 71 ആയില്ലേ, ഇനി നമുക്ക് പിള്ളകളിയൊന്നും വേണ്ട. കരണ്ട് പോയ മോർച്ചറിയിലെ പ്രേതം 3-ാം ദിവസം ഇരിക്കുന്ന പോലെ നോക്കിക്കൊണ്ടിരുന്നാൽ മതി, ഇവരെ അടുപ്പങ്ങൾ പാടില്ല. അത് വിവരം കേട്ട പെണ്ണുങ്ങളാണ് പറയുക. വിവാഹത്തിന്റെ കൂതാശയുടെ വില അറിയത്തില്ലാത്തവരെ. 2 കാലം നടക്കാൻ പറ്റുന്ന കാലത്തോളം ദമ്പതിമാർക്കിടയിൽ പിള്ളകളിയും വെളിച്ചിലും വേണം. തോളെ കയറണം, മടി കയറിയിരിക്കണം, കുത്തിയിട്ട് പോകണം, ഞോണ്ടിയിട്ട് പോകണം, കിള്ളിയിട്ട് പോകണം. ഇതൊക്കെയാണ് ദാമ്പത്യത്തെ വിലപ്പെടുത്തുക. 2 കാലം നിൽക്കാൻ പറ്റിയ കിടന്ന് ഉരുണ്ടോണ്ട് മാന്തി പറിച്ചോണം. അങ്ങനെയും വേണം ജീവിതത്തില്. ഇതാണ് ശാരീരിക സമർപ്പണം എന്ന് പറയുക. ഇപ്പൊ ശാരീരികമായ സമർപ്പണം സ്വന്തം ഭർത്താവിന് ആഗ്രഹമുള്ള കാലത്തോളം, ഒരു സ്ത്രീക്ക് ആരോഗ്യമുള്ള കാലത്തോളം ഭർത്താവിന് ഇഷ്ടപ്രകാരം ശരീരം വിട്ടുകൊടുക്കണം. ഇല്ലെങ്കിൽ അത് പാപമാണ്, അത് തിന്മയാണ്, കൂതാശയുടെ ബലത്തെ മറക്കുകയാണ്. നല്ലൊരു ഭർത്താവ് ഒരു ഭാര്യയ്ക്ക് അറപ്പും വെറുപ്പുമുള്ള ശാരീരിക ബന്ധങ്ങൾക്ക് ഒരിക്കലും നിർബന്ധിക്കരുത്. മാന്യനായ ഭർത്താവ് ഒരു സ്ത്രീയെ ഒരു ബ്ലൂ ഫിലിം കാണാൻ നിർബന്ധിക്കരുത്. വിശുദ്ധിയില്ലാത്ത ദാമ്പത്യ ബന്ധങ്ങളുടെ ജ്യേഷ്ഠകളിലേക്ക് ഒരു സ്ത്രീയെ നയിക്കരുത്. മ്യൂച്വൽ റെസ്പെക്ട് അതും വളരെ പ്രധാനപ്പെട്ടതാണ്. ശാരീരിക സമർപ്പണം. ഞാനൊരു സ്ഥലത്ത് ധ്യാനത്തിൽ പറഞ്ഞു, ദേവാലയത്തിന് 3 ഭാഗങ്ങൾ. 1 ദേവാലയം, 2 മധുബഹ, 3 അൾത്താര. അൾത്താരിൽ അപ്പവും പിഞ്ഞു അർപ്പിക്കുന്ന കുർബാന. ഇതുപോലെയാണ് പ്രിയപ്പെട്ടവരെ ദമ്പതിധ്യാനത്തിൽ പറയുക. വീട് ദേവാലയം, ദമ്പതികൾക്കെന്ന മുറി മധുബഹ, കിടക്കുന്ന കട്ടിൽ അൾത്താര. ഉള്ളിൽ കള്ളമില്ലാത്ത ദമ്പതിമാരുടെ ശാരീരിക പങ്കുവയ്ക്കൽ സമർപ്പണം കുർബാന പോലെ വിശുദ്ധമാണ്. ഒന്നുകൂടെ ശ്രദ്ധിച്ച് കേട്ടോളാൻ പറഞ്ഞു.
ദേവാലയം മധുബഹ അൾത്താര, വീട് ദേവാലയം, ദമ്പതികളുടെ മുറി മധുബഹ, കിടക്കുന്ന കട്ടിൽ അൾത്താര. നീ സംശയം വല്ലതും ഉണ്ടോ? ഉടനെ പ്രായമുള്ള ചേട്ടൻ എതിരിച്ചു, യോസപ്പച്ച ഒരു സംശയം. എന്താ? കുടുംബത്തിന്റെ അൾത്താരയിൽ സമൂഹബലി ഉണ്ടോ ഇല്ലയോ? ന്യായമായ സംശയം. അയാൾ പറയുക സമർപ്പണത്തിന്റെ ഒരു തലം ശാരീരിക സമർപ്പണം. ശാരീരിക സമർപ്പണം. അപ്പം ദൈവം വിളിച്ചിരിക്കുന്നത് ശാരീരിക സമർപ്പണത്തിലേക്കാണ്. ഒന്ന് ശാരീരിക സമർപ്പണം, രണ്ട് സാമ്പത്തിക സമർപ്പണം. എന്താണ് സാമ്പത്തിക സമർപ്പണം? ഭാര്യ അറിയാതെ പെങ്ങന്മാരെ സഹായിക്കരുത്, ഭാര്യ അറിയാതെ അനിയന്മാരെ സഹായിക്കരുത്, ഭാര്യ അറിയാതെ കാശ് ഭർത്താവ് ചെലവഴിക്കരുത്. 10 രൂപ ചെലവഴിക്കുമ്പോഴും ഭാര്യ അറിയണം. ഇമ്മ രണ്ടല്ല ഒന്നാണ്. ഭർത്താവ് അറിയാതെ ഒളിച്ച കാശിടപാട് ഭാര്യ നടത്തരുത്. ഒളിക്കാം. എങ്ങനെയുള്ള കെട്ടിയവനെ 10 പൈസയ്ക്ക് പോലും സ്വാതന്ത്ര്യമില്ല, എന്തിനും ഏതിനും വിലക്കും, ഏതും ഞാൻ, എല്ലാ ബാങ്കും ചെറുത്, കെട്ടിയവനാണ് റിസർവ് ബാങ്ക് എന്നും പറഞ്ഞുകൊണ്ട് ഒരനുവാദം കൊടുത്തില്ലേ അവനെ ഒളിപ്പിക്കാം, ഒരു തെറ്റുമില്ല. ഇനി കണ്ണു കുടിച്ച് നശിപ്പിക്കുന്ന കെട്ടിയവനാണോ അവൻ പൂസായി കിടക്കുമ്പോൾ അടിച്ചു മാറ്റിക്കണം, ഒളിച്ചു വെച്ചോണം, ഒരു തെറ്റുമില്ല തമ്പുരാന് മുമ്പിൽ. അതൊക്കെ ദൈവനീതിയാണ്. അങ്ങനെയുള്ള കെട്ടിയവന്മാരാണ്. പക്ഷെ മാന്യനായ ഭർത്താവാണെങ്കിൽ മാത്രം മാന്യത കാണിച്ചാൽ മതി, അല്ലാതെ കാണിക്കേണ്ട ആവശ്യമില്ല. അത് കൊടുക്കുന്ന സഭയും പഠിപ്പിക്കുന്നത് ഇങ്ങനെയൊക്കെയാ. ആരും അത് പണ്ടങ്ങാണ്ടൊക്കെ പഠിച്ചു വെച്ചു, ഉയ്യോ ചേർത്തതല്ലേ പോയാലും ആ ചിന്തയൊക്കെ പോയി. ഒരു ജീവിതമുള്ള അതിന് വലിയ റിഹേഴ്സലും അടിമത്വമൊന്നുമില്ല. രണ്ടുപേരും തുല്യരാ, ഒരുമിച്ച് ഏൺ ചെയ്യും. മാന്യതയോടെ ട്രീറ്റ് ചെയ്യുന്ന ഭർത്താവിനോട് മാന്യതയോടെ പെരുമാറും. നമ്മളെ അങ്ങനെ അടിമയാക്കിയാൽ അതേ പ്രതികാരം തിരിച്ചടിച്ചാലും ഒരു തെറ്റുമില്ല, ഓർത്തോണം. അത് കുടുംബചിന്തകളുടെ വ്യാഖ്യാനവുമാണ്. സഭയുടെ വേദപുസ്തകത്തിന്റെ വ്യാഖ്യാനങ്ങളിൽ പഠിപ്പിച്ചും വരുന്നുണ്ട്. പിരിയാനും അടിക്കാനോ അല്ല, പക്ഷെങ്കിൽ ഒരു മാന്യത കാണിക്കാത്ത പുരുഷനാകരുത്. അവളെ പഠിപ്പിച്ച അപ്പനോടും അമ്മയോടും അവർക്കൊരു കടപ്പാടുണ്ട്. കഷ്ടപ്പെട്ട് അവരെയൊക്കെ വിളിച്ചിട്ട് ഒരുത്തം കെട്ടിക്കഴിഞ്ഞാൽ പിന്നെ അടിമയാക്കാൻ എവിടെ അനുവാദം? ഏത് രാജ്യത്താതിരിക്കുക? ഇപ്പൊ കോടതി പോലും ഈ രീതിയിലാണ് ശിക്ഷകളും വിധികളും മറ്റുമൊക്കെ പ്രഖ്യാപിക്കുക. ഇപ്പൊ സാമ്പത്തിക സമർപ്പണം. 3 ആത്മീയ സമർപ്പണം. ഒരുമിച്ച് കുർബാനയ്ക്ക് പോകണം, ഒരുമിച്ച് സന്ധ്യാപ്രാർത്ഥന എത്തിക്കണം, ഒരുമിച്ച് വേദപുസ്തകം വായിക്കണം. ഇതൊക്കെ ഇന്നുള്ള ഒരു പ്രത്യേകതയാണ് ആത്മീയ സമർപ്പണം. ഇപ്പൊ ഇതെല്ലാം കൂടി ചേരുന്നതാണ് സമർപ്പണത്തിന്റെ ദാമ്പത്യം എന്ന് പറയുക. 1 സ്നേഹത്തിന്റെ, 2 കരുണയുടെ, 3 വിശ്വാസത്തിന്റെ, 4 പ്രാർത്ഥനയുടെ, 5 സാമീപ്യത്തിന്റെ, 6 സംതൃപ്തിയുടെ, 7 സമർപ്പണത്തിന്റെ. ഒന്നുകൂടെ പറഞ്ഞില്ലായിരുന്നു? സമാധാനത്തിൽ. 8 പറഞ്ഞില്ലേ ഇപ്പൊ? 9 കുടുംബജീവിതത്തിന്റെ ഒരു പ്രധാനപ്പെട്ട തലമായിട്ട് എപ്പോഴും ഓർക്കുക. ഈ 8 സ്റ്റേജിലൂടെ നമ്മൾ കടന്നു വരുമ്പോൾ കുടുംബം ഒരു വാക്കുപോലും പറയാതെ മുഖം നോക്കി മനസ്സ് വായിക്കുന്ന കുടുംബം അതാണ് 9ാമത്തെ കുടുംബം. മുഖം നോക്കി മനസ്സ് വായിക്കുന്ന കുടുംബം. ഭാര്യയുടെ മുഖം നോക്കിയ ഭർത്താവിനറിയാം അവിടെ മനസ്സിലെ ചിന്തകൾ, ഭർത്താവിനെ നോക്കിയ ഭാര്യയ്ക്കറിയാം അവന്റെ മനസ്സിലെ ചിന്തകൾ. അതുകൊണ്ടാണ് ശരിക്കും സ്നേഹിക്കുന്ന ദമ്പതിമാര് പറയുമല്ലോ, എന്നാടി ഇതിന്റെ മനസ്സിലൂടെ കടന്നു പോകുന്നു, എന്നാ ചേട്ടന്റെ മുഖത്തൊരു മാറ്റം. ഒന്നും പറയണ്ട, മുഖത്തെ ഭാവമാറ്റം പഠിക്കാൻ പറ്റും. അതാണ് അടുപ്പം എന്നൊക്കെ പറയുക. അടുപ്പം. പക്ഷെ നേരെ തിരിച്ച ചില കുടുംബത്തിൽ 10-20 വർഷമായിരുന്നു എൻ്റെ അച്ഛ 20 വർഷം ഞാൻ കെട്ടിയിട്ട് എനിക്ക് ഇയാൾ ഇതുവരെ മനസ്സിലായിട്ടില്ല. ചില ആളുകൾ പറയും എനിക്കിവിടെയും പിടികിട്ടിയിട്ടില്ല. പിന്നെ എന്നാ ജീവിതം? ഒന്നും പിടികിട്ടിയിട്ടില്ല. മക്കൾ 3 ഉണ്ട്, അത് വകുപ്പ് വേറെയാണ്. അവനെ അവക്കും പിടികിട്ടിയിട്ടില്ല, അവക്ക് അവനെയും പിടികിട്ടിയിട്ടില്ല. അവിടെയാണ് കുടുംബം എന്ന് പറയുക. ഒരു ഭർത്താവിന്റെ ചെറിയ മനപ്രയാസം പോലും ഭാര്യ മനസ്സിലാക്കുന്നു, ഭാര്യയുടെ ചെറിയ മനപ്രയാസം പോലും ഭർത്താവ് മനസ്സിലാക്കുന്നു. ഇതാണ് മുഖം നോക്കി മനസ്സ് വായിക്കുന്ന കുടുംബം. 10 ചിന്തകളെ അവസാനിപ്പിച്ചു കൊണ്ടുവരാം. കുടുംബജീവിതത്തിന്റെ 10ാമത്തെ തലമാണ് തിരുക്കുടുംബമായ ഒരു കുടുംബം. തിരുക്കുടുംബം, ഹോളി ഫാമിലിയായ ഒരു കുടുംബം. അതിലേക്കാണ് ക്രൈസ്തവ ദമ്പതിമാരെ പിടിച്ചിരിക്കുക. നമ്മുടെ വീട് തിരുക്കുടുംബമാകണം. അതിന്റെ മാതൃക ലൂക്കോസ് 2-ലാണ്. ലൂക്കോസ് 2-ൽ അപ്പന്റെയും അമ്മയുടെയും പതിവ് മക്കളുടെ പതിവായിട്ട് മാറി. അതാണ് തിരുക്കുടുംബം. യൗസേപ്പിനും മറിയത്തിനും പതിവുണ്ട്. പതിവ് പോലെ പെസഹാ തിരുനാളിന് പോകും. അത് മോന്റെ പതിവായിട്ട് മാറി. ലൂക്കോസ് 4-ൽ അവൻ പതിവ് പോലെ സിനഗോഗിലേക്ക് പോയി. ലൂക്കോസ് 22-ൽ അവൻ പതിവ് പോലെ ഗത്സമേനി എന്ന തോട്ടത്തിലേക്ക് പോയി. അപ്പന്റെ അമ്മയുടെയും പതിവ് മക്കളുടെ പതിവായിട്ട് മാറുന്നു. ഒരു വലിയ വഴക്കിനുള്ള അവസരമുണ്ട് ആ കുടുംബത്തില്. കാരണം യഹൂദർക്ക് ഒരു രീതിയുണ്ട്. 12 വയസ്സ് വരെ യഹൂദ ബാലൻ ഗ്രാമത്തിലെ സിനഗോഗിൽ ബൈബിൾ പഠിക്കണം. 12ാം വയസ്സിൽ കയറുമ്പോൾ സിനഗോഗിൽ പഠിച്ചത് ശരിയാണെന്ന് പറയാൻ ജെറുസലേമിലെ ദേവാലയത്തിലേക്ക് പോകണം. സഭയുടെ പാരമ്പര്യങ്ങളും ആചാരങ്ങളും ചിട്ടയായി പാലിച്ചിരുന്ന യോസേപ്പും മറിയവും
12 വയസ്സ് കയറിയ ബാലനായ യേശുവിനെയും കൊണ്ട് ദേവാലയത്തിൽ ചെല്ലും. ലൂക്കോസ് 2 വിശദീകരണമാണ്. ദേവാലയത്തിലാണേലോ ഒറ്റ വഴിയേ ഉള്ളൂ കയറി പോകാൻ. പിന്നെ ഒരു ഗുഹ പോലെ അന്നത്തെ വഴി അങ്ങനെയാണ്. മുതിർന്നവർ പ്രാർത്ഥിക്കുമ്പോൾ കുട്ടികൾ കളിച്ചുകൊണ്ടിരിക്കും. പ്രാർത്ഥന കഴിഞ്ഞ് യോസേഫും മറിയൊക്കെ ആ ഗുഹ വഴിയോടെ തന്നെ പോയി. വൈകുന്നേരം 4 മണിക്ക് എല്ലാവരും ഒരു 4 കവലിലെത്തും. അവിടെ ചെല്ലുമ്പോഴാണ് ഒറ്റവരെയും ഒടയവരെയും കുട്ടികളെയും പരസ്പരം കണ്ടുപിടിക്കുക. യഹൂദ പാരമ്പര്യത്തിൽ 12 വയസ്സ് വരെ ബാലൻ അവൻ പെണ്ണുങ്ങളുടെ കൂടെ നടക്കാൻ പാടുള്ളൂ, അമ്മയുടെ കൂടെ. 12 കഴിഞ്ഞാൽ യുവാവ് അപ്പൻ്റെ കൂടെ നടക്കണം, ആണുങ്ങളുടെ കൂടെ. കൃത്യം 12-ലാണോ ഏത് കൂട്ടത്തിലും നടക്കാം. മറിയം കരുതി 12-ലല്ലേ അപ്പൻ്റെ കൂടെ ഉണ്ട്. യോസേഫ് കരുതി 12-ലല്ലേ അമ്മയുടെ കൂടെ ഉണ്ട്. ഒരു ദിവസം നടന്നപ്പം 2 കൂട്ടത്തിലും ഇല്ല. ഇന്നത്തെ പെണ്ണുങ്ങളാണ് വെറുതെ വിടുവോ? എന്നെ ഇളക്കവാതിലുള്ള മോനെ കൊണ്ടുപോകാൻ താനല്ലേ കൊണ്ടുപോയത്, തപ്പി പിടിച്ചുകൊണ്ടുപോകാം. കെട്ടിയോ വിടുവോ? പെറ്റവളാ പോറ്റേണ്ടത്, കൊച്ചിനെന്നോട് അമ്മയുടെ ഡ്യൂട്ടിയാ. ഒരു വഴക്കുമില്ല. 2 പേരും ഒരുമിച്ച് ചെന്നു പ്രാർത്ഥിക്കുന്ന ദമ്പതികളാണ്. മോനെ കണ്ടുപിടിച്ചു കൂട്ടിക്കൊണ്ടുവന്നു. ഇതാണ് തിരുകുടുംബത്തിന്റെ മോഡൽ എന്ന് പറയുക. യോസേഫും മറിയം കൂടെ ഒരു വഴക്കുമില്ല. കുടുംബത്തിൽ പല പല അവസരമുണ്ടായാലും വെറുതെ ഭാര്യയോട് കോപിക്കരുത്, വെറുതെ ഭർത്താവിനോട് ശോഭിക്കരുത്. ഒരുമിച്ച് പ്രാർത്ഥിച്ച് ഉത്തരം കണ്ടെത്തണം. യോസേഫും മറിയോട് വഴക്കുണ്ടാക്കിയെന്ന് ഈയിടെ മനോരമ, ദീപിക, മംഗളം, മാതൃഭൂമിയിൽ നാട്ടിലാണ് വാർത്ത കണ്ടത്. എവിടെ വെച്ചാ വഴക്കെന്ന് വെച്ചാൽ തിരുവല്ല പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിൽ വെച്ചായിരുന്നു അവിടെ വഴക്ക്. പത്രത്തിലെ വലിയ വാർത്ത, സെന്റ് ജോസഫ് കയറി സെന്റ് മേരിക്ക് ഇടിച്ചു. ഇതാണ് വാർത്ത. ഇത് വണ്ടിക്കാരുടെ വഴക്കാണ്. നാട്ടിലെ വണ്ടിയുടെ പേര് അങ്ങനെയല്ലേ. ഒരിക്കൽ ചങ്ങനാശ്ശേരിയോട് പോകുമ്പം വിളിച്ചു പറയുന്നു, അൽഫോൻസായെ എല്ലാവർക്കും കാണാവുന്ന വിധം സെന്റ് തോമസ് മാറിക്കിടക്കണമെന്ന് പ്രത്യേകം അഭ്യർത്ഥിക്കുന്നു. വൈകിട്ട് 3:15 തൊടുപുഴ ബസ് സ്റ്റാൻഡിൽ ചെല്ലാമെങ്കിൽ ടീ ഗാർഡൻ, BPMS, HMS, ഒരുപാട് വണ്ടികൾ, ജീസസ്, റോഡ് ലൈൻസ്, 3:20 ആനിവേഴ്സറി കേൾക്കാം. ദയവ് ചെയ്ത് ജീസസ് സ്റ്റാൻഡ് വിട്ടു പോകണം. ഇതാണ് ആനിവേഴ്സറി. ഏറ്റവും രസമുള്ള വണ്ടി പാലായിലാണ്. വൈകിട്ട് കൃത്യം 4 2 ബസ്സുണ്ട്. പാലാ, വൈക്കം, ശ്രീലങ്ക. പാലായിൽ നിന്നും മറ്റൊരു ബസ് കല്ലറയ്ക്ക് പോകുന്ന ജീവൻ ട്രാവൽസ്. ആ ബസ് പോകുന്ന റൂട്ട് പാല, കുറവലങ്ങാട്, കുറുപ്പന്തറ വഴി കല്ലറ എന്ന സ്ഥലത്തേക്ക് പോവുക. 4 അനൗൺസ്മെന്റ് കേൾക്കാം. യാത്രക്കാരുടെ ശ്രദ്ധയ്ക്ക്, ജീവൻ പോവുകയാണ്, കല്ലറിലേക്കുള്ളവർ കടന്നു വരണമെന്ന് പ്രത്യേകമായിട്ട് അഭ്യർത്ഥിക്കുന്നു. ഇവിടെയാണ് സെന്റ് ജോസഫ് കയറി സെന്റ് മേരിക്ക് ഇടിച്ചു. വഴക്കും ബഹളമൊന്നുമില്ല, സ്നേഹത്തിന്റെ രമ്യതമായ ഒരു കുടുംബം. ഇപ്പൊ ദൈവം തന്ന നമ്മുടെ കുടുംബത്തെ ഈ ഭൂമിയിൽ സ്വർഗത്തിന്റെ പതിപ്പാക്കാനും നന്മ നിറഞ്ഞ ദാമ്പത്യമാക്കുവാനും ദൈവം തരും. റിഹേഴ്സൽ ഇല്ലാത്ത ജീവിതം, ഒരിക്കൽ മാത്രമുള്ള ജീവിതം. അത് കഴിഞ്ഞ കാലങ്ങളിൽ പാളിച്ചകൾ വന്നെങ്കിൽ തിരുത്തുവാനും തിരിയുവാനും അല്പം കൂടെ ആഴത്തിൽ സ്നേഹിക്കുവാനും ഓരോ ഭർത്താവും ഓർക്കുക, നിങ്ങളുടെ കയ്യിലുള്ള ഒരു സമ്മാനം ഇതുവരെ നിങ്ങളുടെ മക്കൾക്കും ഭാര്യയ്ക്കും കൊടുക്കാത്ത ഒരു സമ്മാനമാണ്. അല്പം കൂടെ സ്നേഹിക്കുന്ന, അല്പം കൂടെ കരുണ കാണിക്കുന്ന, അല്പം കൂടെ വിട്ടുവീഴ്ചയുള്ള ഒരു നല്ല ഭർത്താവായി ഭാര്യയ്ക്ക് കൊടുക്കുക. ഒരു സ്ത്രീ ഓർക്കുക, അല്പം കൂടെ കരുണയും സ്നേഹവും കൊടുക്കുക, ഒരു നല്ല ഭാര്യയായിട്ട് മാറുക. നല്ല അപ്പനും അമ്മയുമായി മക്കൾക്ക് മാറുക. അങ്ങനെ അനുഗ്രഹീതമായ കുടുംബജീവിതം നയിക്കുവാനും നീ നിന്റെ കുടുംബവും രക്ഷപ്രാപിക്കുമെന്ന തിരുവചനം കേൾക്കുവാനും നമുക്കിടയാകട്ടെ. അതിന് ഇന്നത്തെ ചിന്തകളും ഒത്തുവരവും നമ്മളെ സഹായിക്കട്ടെ. നന്ദി. അവൻ വഴികളെ ഞാനറിഞ്ഞ് അനുഗമിച്ചിടും അവരുടെ ചുവടുകളെ, അനുഗമിച്ചിടും അവരുടെ ചുവടുകളെ. നമ്മള് ഇടയ്ക്കുള്ള സമയം പാഴാകാതിരിക്കാൻ ഒരു 15-20 മിനിറ്റിനുള്ള ഒരു കൊച്ചു ചിന്തയുടെ പങ്കുവയ്ക്കാൻ നമ്മുടെ ഗ്യാപ്പ് ഫില്ല് ചെയ്ത് പോകാൻ വേണ്ടിയിട്ട് നമ്മളെല്ലാവരും വിശ്വസിക്കുന്നവരാണ്. വിശ്വാസികൾക്ക് പൊതുവായ ഒരു പിതാവുണ്ട്, എബ്രഹാം. അബ്രഹാമിന്റെ ജീവിതത്തെക്കുറിച്ച് ചെറിയ ചിന്ത ഈ സന്ധ്യയിൽ നമ്മൾ പങ്കുവെക്കുന്നു. വിശ്വാസ പിതാവായ അബ്രഹാം ബൈബിളിന്റെ വ്യാഖ്യാനങ്ങളിലേക്ക് കടക്കുന്നില്ല, നമ്മളെല്ലാവർക്കും വായിച്ച് ചില പരിചിതമാണ്. അബ്രഹാമിനോട് ദൈവം നമ്മളെ പഠിപ്പിക്കുന്ന 5 വ്യാഖ്യാനങ്ങൾ ഈ സന്ധ്യയിൽ അത് മാത്രം ഒന്ന് കുറിക്കുന്നു. എന്താണ് വിശ്വാസം എന്നതിന്റെ 5 വ്യാഖ്യാനങ്ങൾ? ഉൽപ്പത്തി 12 1 മുതൽ 10 വരെ വാക്യങ്ങളിൽ പറയുന്നു, അബ്രഹാമെ, സ്വന്തം ഭവനത്തെയും പിതൃഭവനത്തെയും ദേശത്തെയും നീ ഉപേക്ഷിക്കണം, ഞാൻ പറയുന്ന സ്ഥലത്തേക്ക് നീ പുറപ്പെടണം. വിശ്വാസം എന്ന് പറയുന്നത്
ഉപേക്ഷയും പുറപ്പാടുമാണ്. ഇതാണ് വിശ്വാസത്തിന് ഒന്നാമത്തെ വ്യാഖ്യാനം. അബ്രഹാമിലൂടെ നമ്മൾ പഠിക്കുക. വിശ്വാസം ഉപേക്ഷയും പുറപ്പാടുമാണ്. അബ്രഹാം 2 കാര്യങ്ങൾ ഉപേക്ഷിച്ചു. അമേരിക്കയിലുള്ള നിങ്ങളും ഞാനും 2 കാര്യങ്ങൾ ഉപേക്ഷിക്കണം. എ അഹം, ബി ജഡം. വിശ്വാസത്തിൽ ഒരു മനുഷ്യൻ ഉപേക്ഷിക്കേണ്ട 2 കാര്യങ്ങളാണ്. അഹത്തെയും ജഡത്തെയും ഉപേക്ഷിക്കണം. 80 വർഷക്കാലത്തോളം അടിമയെ പോലെ വളർന്നു തലക്കനം ഇല്ലാതായി, ഞാൻ ഭാവം ഇല്ലാതായി അബ്രഹാമിന്റെ ജീവിതത്തിൽ. അകത്തെ അദ്ദേഹം ഉപേക്ഷിച്ചു. ദൈവത്തെ അനുഭവിക്കാനും വിശ്വാസത്തിൽ വളരാനും ആഗ്രഹിക്കുന്നവർ ഞാൻ ഭാവത്തെ ഉപേക്ഷിക്കണം, അകത്തെ ഉപേക്ഷിക്കണം. അതിന് ദൈവം നമുക്ക് പല പല അവസരങ്ങളും തരും. ഭർത്താവ് ഭാര്യയെ ഒന്ന് ശാസിക്കുമ്പോൾ അവിടെ അഹം ഇല്ലാതാകാൻ ദൈവം കെട്ടിയവനെ ഉപയോഗിക്കുന്നു. ഭാര്യ ഭർത്താവിനോട് തട്ടിക്കയറുമ്പോൾ അവന്റെ അഹം ഇല്ലാതാകാൻ ഭാര്യയെ ഉപയോഗിക്കുന്നു. കുഞ്ഞുങ്ങൾ മാതാപിതാക്കളെ തിരുത്തുമ്പോൾ അഹം ഇല്ലാതാകാൻ മക്കളെ ഉപയോഗിക്കുന്നു. ഞങ്ങൾ അച്ഛന്മാരുടെ എന്തെങ്കിലും പറയുമ്പോൾ ഞങ്ങളെ പഠിപ്പിക്കാൻ നിങ്ങളാരാന്ന് ചിന്തിക്കരുത്. ഞങ്ങളുടെ അഹം ഇല്ലാതാക്കാൻ ദൈവം നിങ്ങളെ ഉപയോഗിക്കുന്നു. അച്ഛന്മാർക്ക് അഹംഭാവത്തിന് ധാരാളം വകുപ്പുകളുണ്ട്. ഞാൻ പലപ്പോഴും ഓർക്കും, എവിടെ ചെന്നാലും അച്ഛന്മാർക്ക്, ക്രിസ്തീയ അച്ഛന്മാർക്ക് 1-ാം സ്ഥാനം. വീട് കൂതാശിനി എന്നാൽ, മാമൂസ് മുക്കാൻ ചെന്നാൽ, കല്യാണം കെട്ടിക്കാൻ ചെന്നാൽ, ശവോടകന് എന്നാൽ പോലും നമുക്ക് 1-ാം സ്ഥാനമുണ്ട് അവിടെ. കാരണം അച്ഛൻ ചെല്ലുമ്പോഴേ ആൾക്കാർ കരയാൻ തുടങ്ങും. ഞങ്ങളുടെ കക്ഷിയെ പോകാനുള്ള കാലം ഇതാണെന്ന് വിളിക്കുന്നു. അവിടെ കരച്ചിലായിരിക്കും. എവിടെയും അച്ഛന്മാർക്ക് 1-ാം സ്ഥാനമാണ്. ഞാനിങ്ങനെ എറണാകുളം കലൂർ ജംഗ്ഷനിൽ ഇരിക്കുന്നു. ഒരു പെട്ടിരിക്ഷ നിറയെ ആപ്പിളും കൊണ്ട് പോകുന്നു. എന്റെ പ്രായമുള്ള ആള് 5-6 ആപ്പിൾ വാരിയെടുത്താൽ ആൾക്കാർ പറയും കള്ളൻ പിടിയടാ അവനെ. അച്ഛനായ ഞാൻ 5-6 ആപ്പിൾ വാരിയെടുത്താലോ, ഓ പുത്തമ്പരക്കിൽ അച്ഛൻ ഇത്രയും പ്രായമായിട്ടും പിള്ളകളിൽ പോയിട്ടില്ലല്ലോ. ഒരു യുവതിയെ എന്റെ പ്രായമുള്ള ആൾ കുറെ നേരം മുഖത്തോട് തുറിച്ചു നോക്കിയാൽ അവിടെ ചെരിപ്പൂരി അടിക്കും. എന്നെ അവിടെ നോക്കുന്നു. അച്ഛനായ ഞാൻ നോക്കിയാൽ എന്നെ അച്ഛ കൊല്ലം കാണാൻ പോയോ, വിശ്വസിയാക്കി ശരിയായിരിക്കും. അപ്പോൾ അകത്തിന്റെ വകുപ്പുകൾ ധാരാളമാണ്. അപ്പം നമ്മൾ വിശ്വാസത്തിൽ വളരണോ, അകത്തെ ഉപേക്ഷിക്കാൻ ദൈവം അവസരത്തെ. അകത്തെ മാത്രമല്ല, ജഡത്തെയും. 90-ാം വയസ്സിൽ അബ്രഹാം സ്വന്തം ദേഹത്ത് നോക്കിയപ്പോൾ വയലിനുള്ള വയറ് നിറഞ്ഞിരിക്കുന്നവരെ പോലെ ഞരമ്പ്. സാറായുടെ മുഖത്തോട് നോക്കി ഉണങ്ങിയ കശുവണ്ടി പോലത്തെ ഒരു മോന്ത. സാറായിലും വകുപ്പില്ല, അബ്രഹാമിനും വകുപ്പില്ല. ദൈവത്തിന്റെ വാഗ്ദാനത്തിന് വകുപ്പ്. ജഡത്തെ ഉപേക്ഷിക്കണം. ചിലർക്ക് ശരീരം എന്ന് വെച്ചാൽ എന്തോ ഒരു ടെൻഷനാണ്. ഇറങ്ങുമ്പം നക്കുന്നു, നനയ്ക്കുന്നു, ചൊടി നേരെ വെക്കുന്നു, കണ്ണാടി നോക്കി സ്വയം ചിരിക്കുന്നു. ഞാൻ അത്ര മോശമൊന്നുമില്ല, കണ്ടാൽ ഗെറ്റപ്പാണ്. ഏത് പ്രായത്തിലും ഏത് വലുപ്പത്തിലും മനുഷ്യനെപ്പോഴും സൗന്ദര്യം ശ്രദ്ധിക്കുന്നവരാ, ദേഹത്തെ കുറിച്ച് ശ്രദ്ധിക്കുന്നവരാ. എന്തൊരു ടെൻഷനാണ്. കണ്ട് ചുമച്ചാൽ മതി. ഇപ്പൊ TV-യുടെ ആരംഭമാണോ അല്ലയോ? ഊരിയുടെ തുണിയുടെ ഉറുമ്പ് കയറിയാൽ മതി. ഈ ഉറുമ്പ് കയറി പോകുന്നു. ഷൂറോ മറ്റോ ആണോ അല്ലയോ? എന്തോ ഒരു ടെൻഷനാണ് നമുക്ക് ജീവിതത്തില്. ജഡത്തെ കുറിച്ച് അമിതമായ ടെൻഷൻ. ഈ ശരീരം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ മുമ്പ് സൂചിപ്പിച്ചതുപോലെ, അവിടെ അച്ഛന്മാരെ അവിടെ വിരി പറഞ്ഞതുപോലെ, ഇത് പുഴുവിന്റെ പലഹാരങ്ങളാണ് ഈ ശരീരം. ഇന്നല്ലെങ്കിൽ നാളെ തിന്നു തീർക്കുന്ന പുഴുവിന്റെ പലഹാരങ്ങൾ നമ്മുടെയൊക്കെ ശരീരം. അവിടെയാണ് ജഡത്തെക്കുറിച്ച് അധികമായിട്ടുള്ള കരുതരുത്. എൻ്റെ കൂടെ ഒരച്ഛൻ 117 കിലോ 500 ഗ്രാം. അച്ഛന് വയറ് കണ്ട കപ്പ പാടി ചെമ്പ് പോലെ മടിഞ്ഞു കിടക്കുന്നു. ഈയൊരു അച്ഛൻ പറഞ്ഞു, ജോസഫ് അച്ഛ ഇനി മേലിൽ ദൈവസ്നേഹം വർണ്ണിച്ചാണുള്ള പാട്ട് ഞാൻ പാടിയത്. അതന്നെ അച്ഛ. അയ്യോ, വയറെ നോക്കി എങ്ങനെ പാടും, സ്വന്തമായി ഒന്നുമില്ല. അപ്പൊ ഈയിടെ അണപ്പും കലപ്പും കൂടി ഡോക്ടർ അച്ഛനെ പരിശോധിച്ചിട്ട് പറഞ്ഞു, 6 മാസം കൊണ്ട് 17 കിലോ കുറയ്ക്കണം. അതിന് പകൽ ഉറങ്ങരുത്. രാത്രി ഉറക്കം വരുമ്പോഴേ കിടക്കുക, ഉറക്കം വരുമ്പോഴേ ചാടി എഴുന്നേൽക്കുക. 4 നേരത്തെ ഭക്ഷണം 8 മണിക്ക് മുമ്പ് 8 നേരമായി മുറിച്ച് കഴിക്കുക. അങ്ങനെ സ്വയം ഒരു ത്രാശ് മേടിച്ച് ഡെയിലി തൂക്കം നോക്കിക്കോളാം. അച്ഛൻ ത്രാശ് മേടിച്ചു. അവസാനം ഡോക്ടറോട് പറഞ്ഞത് 3-4 ദിവസം കഴിഞ്ഞ്, ഡോക്ടറെ അത് വിജയിക്കുക. അതെന്താ? വയറ് കാരണം ത്രാശിലെ അക്കം കാണാൻ മേല. അതാണ് ഡോക്ടർ പറഞ്ഞ്, പോട്ടെ, കയറി നിൽക്കുമ്പോൾ തൂക്കം പറയുന്ന ഇലക്ട്രോണിക് വെയിറ്റിംഗ് മെഷീൻ ഉണ്ട്, അത് മേടിക്കുക, അത് തൂക്കം പറഞ്ഞോളും. അങ്ങനെ ഒരെണ്ണം മേടിച്ചു. 2-ാം നാളിൽ പറഞ്ഞു, അത്രയും കൂടെ പറ്റിയേ. അതെന്താ? ഞാൻ കയറുമ്പോഴേ ത്രാശ് പറയുക, പ്ലീസ് 1 ആയിരുന്നു. അപ്പൊ എത്ര വണ്ണമുണ്ടെന്ന് വയറുണ്ടായിരിക്കും. നാളെ ഈ ഭൂമിയിൽ കുരുവിന്റെ വരെ കാര്യങ്ങൾ. അവിടെയാണ് അകത്തെ ഉപേക്ഷിക്കണം, ജഡത്തെ ഉപേക്ഷിക്കണം. ഈ അച്ഛൻ പരസ്യം കണ്ട് കുടവേറ് കുറയ്ക്കാൻ വേണ്ടി പരസ്യം വന്നു.
ലവണതയിലും പുരട്ടും, കുടമയിലും പുരട്ടും. 5 പാത്രം ലവണതയിലും അച്ഛൻ മേടിച്ച് 3 മാസം പുരട്ടി വലുതായി മെലിഞ്ഞു പോയി. വയറതുപോലെ അകത്തെയും മറക്കണം, ജലത്തെയും മറക്കണം. വിശ്വാസം ഉപേക്ഷയാണ്. ശരീരത്തെയും മറക്കണം, അകത്തെയും മറക്കണം. ഒപ്പം പുറപ്പാടാണ്. വിശ്വാസം പുറപ്പാടാണ്. ഞങ്ങൾ പട്ടക്കാരുടെ പുറപ്പാട് അധികാരി ദൈവനിശ്ചയം കവറിലാക്കി തരുമ്പോൾ പെട്ടി പ്രമാണം തൂക്കി അടുത്ത സ്ഥലത്തേക്ക് പോകണം. അതാണ് ഞങ്ങളുടെ പുറപ്പാട്. ദാമ്പത്യത്തിൽ ഒരു പുറപ്പാടുണ്ട്. അത് സ്ഥലമാറ്റമല്ലല്ലോ. കുടുംബജീവിതക്കാർക്ക് സ്ഥലമാറ്റമുണ്ടോ? 2 വർഷം പാപ്പച്ചന്റെ കൂടെ, 3 വർഷം തോമാച്ചന്റെ കൂടെ, 5 വർഷം ജോസഫിന്റെ കൂടെ, 5 വർഷം കുഞ്ഞമ്മ, 3 വർഷം വെണ്ണമ്മ, 3.5 വർഷം ശോശാമ്മ. അങ്ങനെ മാറാൻ പറ്റുകയല്ല. പിന്നെയോ പുരുഷൻ സ്വന്തം ഇഷ്ടത്തിൽ നിന്നും അഡ്ജസ്റ്റ് ചെയ്യണം ഭാര്യയുടെ ഇഷ്ടത്തിലേക്ക്. ഭാര്യ സ്വന്തം ഇഷ്ടത്തിൽ നിന്നും ഭർത്താവിന്റെ ഇഷ്ടത്തിലേക്ക് അഡ്ജസ്റ്റ് ചെയ്യണം. ഫെയ്ത്ത് ഈസ് ആൻ എക്സലൻസ് എക്സ്പീരിയൻസ്. ഒരു പുറപ്പാടാണ്. എന്റെ അകത്തിൽ നിന്നും അവരുടെ സത്യയിലേക്കുള്ള ഒരു പ്രയാണമാണ്. വിശ്വാസം ഉപേക്ഷയും പുറപ്പാടുമാണ്. അബ്രഹാം വിശ്വസിച്ചു, ഉപേക്ഷിച്ചു, പുറപ്പെടും. 2, ഫെയ്ത്ത് ഈസ് എ ലീപ് ഇൻ ദ ഡാർക്ക്. വിശ്വാസം ഇരുട്ടിലേക്കുള്ള എടുത്തുചാട്ടമാണ്. നാളെ എന്തെന്ന് ആർക്കും ഉറപ്പില്ല. വിശ്വാസം ഇരുട്ടിലേക്കുള്ള എടുത്തുചാട്ടമാണ്. കല്യാണം കഴിച്ചു, എങ്ങനെയുള്ള പെണ്ണ്, ഉണ്ടാകുന്ന കുഞ്ഞുങ്ങൾ എങ്ങനെ, ഇരുട്ടിലേക്കുള്ള എടുത്തുചാട്ടം. ജീവിതം മുഴുവൻ അങ്ങനെയല്ലേ? എടുത്തുചാടിയല്ലേ പറ്റുള്ളൂ. നാളെ കുറിച്ച് എന്നാ ഉറപ്പിരിക്കും നമുക്ക്? കണ്ണടച്ചുള്ള വിശ്വാസമല്ലേ ജീവിതം മുഴുവൻ. നേഴ്സിനെ വിശ്വസിക്കണം, കുത്തിവെക്കാൻ പറ്റുമോ? അവളെങ്ങാനും അപ്രോബലായി മാറി സൂചിങ്ങാൻ നെഞ്ചത്ത് കുത്തിക്കയറ്റിയാലോ? ചെയ്യേണ്ട വിശ്വാസം. ഡോക്ടറെ വിശ്വസിക്കണം. ഞാൻ പറയും ഡോക്ടറെ ഓപ്പറേഷൻ ബോധം കെട്ടി ഓപ്പറേഷൻ നടത്തിക്കൂ. എന്നാ ധൈര്യത്തില്ല. ബോധം കെട്ടി കിടക്കുമ്പം ഈ ഡോക്ടറെങ്ങാനും എന്നെ മർമ്മപ്രധാനമായ ഏതെങ്കിലും അവയവങ്ങൾ ചെത്തിപ്പറിച്ചുകൊണ്ട് പോയാലോ? ചെയ്യേണ്ട വിശ്വാസം. ഡോക്ടർ രോഗിയോട് പറഞ്ഞു നട്ടലിനെ കുത്തിവെച്ച് ബോധം കെടുത്തിയിട്ട് ഓപ്പറേഷൻ. രോഗി ചോദിച്ചു ബോധം കെടുന്ന ഇഞ്ചക്ഷൻ എത്ര രൂപയാ? ഡോക്ടർ ഇവിടെ അതിന് 850 രൂപ. രോഗി പറഞ്ഞു പൊന്നു ഡോക്ടറെ 50 രൂപയ്ക്കുള്ള ബോധം പോലും ഇല്ല, അത് കെടുത്താനായിട്ട് 850 രൂപ മേടിക്കുന്നത് എന്ന് പറയുന്ന ന്യായമാണ്. ഇപ്പൊ ഡോക്ടറെ വിശ്വസിക്കണം, കാലാവസ്ഥയെ വിശ്വസിക്കണം, ഭർത്താവിനെ ഭാര്യ വിശ്വസിക്കുന്നു, ഭാര്യ ഭർത്താവിനെ വിശ്വസിക്കുന്നു. വിമാനയാത്ര എന്തൊരു വിശ്വാസമാണ്. ഞാൻ യൂട്യൂബിൽ അറ്റോക്കിയിട്ടുണ്ട്. വിമാനയാത്ര വിശ്വാസം. പ്ലെയിനെ കയറാത്തൊരാരും ഇവിടെയില്ല. നമ്മൾ കയറുന്നതെല്ലാം മരിക്കാൻ പറ്റുന്ന കയറ്റമാണ്. ഈ പണ്ടാരം താഴെ ഇറങ്ങോ ഇല്ലയോ എന്ന് ഒടേതമ്പരാന് മാത്രം അറിയാം. എയർ ഹോസ്റ്റസിന് പോലും ഉറപ്പില്ല താഴെ ഇറങ്ങുന്നു. നമ്മളെ ബെൽറ്റിട്ട് മുറുക്കി കെട്ടിയിട്ട് അവൾ കാണിച്ചു തരിക, അതിലേക്ക് അടിക്കുമെന്ന് ഇതിലേക്ക് അടിക്കുന്നു. എന്നാൽ പിന്നെ മര്യാദ കഴിച്ചു വിട്ടിച്ചുകൊണ്ട് പിന്നെ പറയുന്നത് 37 അടി പൊക്കത്തിൽ വിമാനം പറക്കുമ്പോൾ ഓക്സിജൻ കിട്ടാതെ വന്നാൽ തൂങ്ങി ഇറങ്ങാൻ സഞ്ചി എങ്ങനെ വായി തള്ളി കയറണം. ഞാൻ നോക്കത്തില്ല. ഇത്രയും പൊക്കത്തിൽ വിമാനം പറക്കുന്നു, അതെങ്ങാനും തകർന്നാൽ പിന്നെ ഓക്സിജൻ തപ്പും എവിടെ സമയം. ഒരിക്കൽ പ്ലെയിനെ കൊണ്ട് ഞടിക്കുന്ന ചേട്ടൻ ചോദിച്ചു ഇത് അച്ഛന് ആദ്യത്തെ യാത്രയല്ലേ? കാരണം എന്റെ പെരുമാറ്റം ഒട്ടും നോർമലല്ലെന്ന് ചേട്ടനെ കണ്ടപ്പോൾ തോന്നി. ഞാൻ പറഞ്ഞു പൊന്നു ചേട്ടാ ഇത് താഴെ ഇറങ്ങാനേ പറയാം, ആദ്യത്തെ യാത്രയാണ്, അത് ഒടുക്കത്തെ യാത്രയാണോ? ഒരു വിശ്വാസം. ജീവിതം മുഴുവൻ ഒരു വിശ്വാസമാണ്. ഇരുട്ടിലേക്കുള്ള എടുത്തുചാട്ടമാണ്. ഇന്ന് ആർക്കാ ഉറപ്പ്? ലോക പോലീസായ അമേരിക്കയ്ക്ക് എല്ലാവരും പേടിയല്ലേ? ന്യൂയോർക്കിൽ ഭീകരന്മാരെ പേടി, ചിക്കാഗോയിൽ ശീതക്കാറ്റ്, സാൻ ഫ്രാൻസിസ്കോയിൽ ഭൂമി ഉലുക്കം, ലോസ് ആഞ്ചലസിൽ കാട്ടുതീ, ഫ്ലോറിഡയിൽ ഹരിക്കെയിൻ. എവിടെ ധൈര്യം? പണിയ രാജ്യം വന്നപ്പോൾ സാൻഡി എന്നതായിരുന്നു എന്താ കാഴ്ച ദൈവമേ. ഞാൻ ന്യൂജേഴ്സി ഭാഗത്ത് താമസിക്കുമ്പോൾ ഇപ്പം എവിടെയും ഇതൊന്നും ഉറപ്പല്ല. കടൽക്കാറ്റുകൾ 2004 4 ആണുങ്ങളുടെ പേര്, 2005 3 പെണ്ണുങ്ങളുടെ പേര്. ആണുങ്ങളെ പിന്നെയും പറഞ്ഞ് സമാധാനിപ്പിക്കാം. ഐവാൻ, ഫ്രാൻസിസ്, ജീൻസ്, ചാൾസ് വലിയ കുഴപ്പം വന്നില്ല. പക്ഷെ 2005 3 പെണ്ണുങ്ങൾ അമേരിക്കയുടെ കഥ കഴിഞ്ഞു. കത്രീന, റീത്ത, വിൽമ. എനിക്ക് നാട്ടിൽ പോലും കത്രീനാന്ന് കേൾക്കുമ്പോൾ നെഞ്ചെത്തി. കാരണം ഞാൻ അതിനകത്ത് പെട്ടുപോയ അച്ഛനാണ് 3 ദിവസം. ഫ്ലോറിഡയിലെ മയാമിലെ കോറൽ സ്പ്രിംഗിൽ ഞാൻ ധ്യാനിപ്പിക്കുക. 8 നോമ്പ് കാലത്ത് ധ്യാനമാണ്. 2ാം ദിവസമായിരുന്നു കത്രീനയുടെ വരവ്. എന്തൊരു ഇളക്കമായിരുന്നു. കറണ്ടുമില്ല, ഫോണുമില്ല, പമ്പുമില്ല, പെട്രോളുമില്ല. പിന്നെ ഒരു കൂട്ടുകാരുടെ വീട്ടിൽ 2 രാത്രിയും അവരും ബ്രെഡും ഓംലെറ്റും കഴിച്ചിരുന്നതിന്റെ ഓർമ്മയുണ്ട്. നമുക്കൊന്നും ഉറപ്പല്ല. പിന്നെ ഇന്ന് ധൈര്യം കൊണ്ട് ഇന്ത്യക്കാർക്കാണ്. ഇന്ത്യയിൽ ധൈര്യം മലയാളികൾക്കാണ്. കേരളത്തിൽ ധൈര്യം കോട്ടയം ജില്ലക്കാർക്കാണ്. കോട്ടയം ജില്ലയിൽ അടിസ്ഥാനമുള്ളവർക്കുമാണ്. കാരണം കോട്ടയം ജില്ലക്കാർക്ക് പേടിക്കാനൊന്നുമില്ല. യുദ്ധം ഉണ്ടായാൽ ബോംബ് കോഴിക്കോടും കോയമ്പത്തും തിരുവനന്തപുരത്തും വീണാലും കോട്ടയം ജില്ലയിൽ ബോംബ് വീഴുകയില്ല. വീണാൽ തന്നെ അത് ഭൂമിയിൽ പതിക്കുകയില്ല, റബ്ബറിനുടക്കി ഇരുന്നോളും.
ഇത്രയും ധൈര്യമുള്ള കോട്ടയം ജില്ലക്കാര് അടിമുടി വരയ്ക്കുന്നവർ 2000 ആണ്ട് ഡിസംബർ 11 മുതൽ 2001 ജനുവരി 7 വരെ ഏറ്റവും വലിയ ഭൂമികുലുക്കമുണ്ടായ ജില്ല കോട്ടയം ജില്ലയാണ്. ആ കുലുക്കം ആൾക്കാരുടെ കൂടെ നിന്ന് ഞാൻ കുലുക്കി തീർത്തിയ അച്ഛനാണ്. ആദ്യം വെളുപ്പിനെ 6:50 കുലുക്കം. ഒരു വീട് പ്രാർത്ഥിക്കാൻ വേണ്ടി പോകുമ്പോഴാണ് കാലിന്റെ വെള്ളയെ ചൊറിയുന്ന പോലെ ഇക്കിളി എടുക്കുന്ന അനുഭവം. കിടക്കുമ്പോൾ ഇരിക്കുമ്പോൾ ഇക്കിളി മനസ്സിലാവും. കയറ്റം കയറുമ്പോൾ ഇക്കിളി എവിടം വരെ വന്നൊരു പിടിയുമില്ല. ഞങ്ങൾ ഒരു സ്ത്രീ ഒരു കൊച്ചിനെയും പൊക്കിക്കൊണ്ട് ഓടുന്നു, ഭൂമി കുലുങ്ങുന്നേ ഭൂമി കുലുങ്ങുന്നേ. അപ്പോൾ ആ പിടി കിട്ടിയത് കാലിന്റെ കീഴെ കിടന്ന് ഭൂമി കുലുങ്ങിയത് ഒരു തരിപ്പ് പോലെ കയറി വന്നതാണ്. പിന്നെ സ്ത്രീയും കൊച്ചും ഞാനും കൂടെ വന്ന ആളും കൂടെ അടുത്ത് കണ്ട വീടിന്റെ ആടിന്റെ ഭിത്തി അള്ളി പിടിച്ചു. ഒരു 5-6 സെക്കൻഡ് ഇത് കാണും ആദ്യത്തെ കുലുക്കം. ഈ സമയം എന്റെ കൂടെയുള്ള വലിയച്ഛൻ കാഞ്ഞിരപ്പള്ളി മഠത്തിലെ പ്രായം എന്ന കന്യാസ്ത്രീ അമ്മമാരെ കുമ്പസാരിപ്പിച്ച് ഉപദേശം കൊടുത്ത് കുഞ്ഞിരിക്കുകയായിരുന്നു. ഇപ്പം പിന്നെ അച്ഛൻ എന്തോ അരിതായ്മ കൊണ്ട് നോക്കി. അച്ഛൻ തലപ്പൊക്കെ നോക്കുമ്പോൾ 80 വയസ്സുള്ള വലിയ കന്യാസ്ത്രീ കുമ്പസാരക്കൂടും കമ്പിവരെയും കൂടെ അച്ഛന്റെ നേരെ ബോക്സിങ്ങിന് വരുന്നതുകൊണ്ട് ചെരിഞ്ഞു വരുന്നു. ഇതായിരുന്നു കുലുക്കം. അന്ന് 2:30 ദേശീയ നീന്തലിൽ സമ്മാനം കിട്ടിയ സമ്മാനം കൊടുക്കാൻ വേണ്ടി പല അൽഫോൻസാ കോളേജിൽ എന്നെ വിളിച്ചു. ഞാൻ കുഞ്ഞുങ്ങൾക്ക് സമ്മാനം കൊടുത്ത് അനുമോദന പ്രസംഗം പറയും. ഒറ്റ കുലുക്കം. പെൺപിള്ളേർ ജീവനും കൊണ്ട് ഓടി. എനിക്കും സത്യം പറഞ്ഞാൽ ആദ്യം ഓടണമെന്നാണ് തോന്നിയത്. പിന്നെ ഓർത്ത് ഞാനും ചിത്ര പ്രിൻസിപ്പാളുമാണ് സ്റ്റേജിൽ. ഒരച്ഛനും കന്യാസിനോടെ പാലായനോടെ ഒരുമിച്ച് ഓടുന്നതാണ്. കുലുക്കമെല്ലാം കഴിഞ്ഞ് പേര് വന്നാൽ ഒരു പെൺകുട്ടി പറഞ്ഞു പല പല ജ്ഞാനഗുരുക്കന്മാരെ കണ്ടിട്ടുണ്ട്, പക്ഷെ പ്രസംഗിച്ച് ഭൂമി കുലുക്കുന്നവരെ ആദ്യം. നമുക്കിന്ന് ഒരിടത്തും ഒന്നും ഉറപ്പില്ല. വിശ്വാസം ഇരുട്ടിലേക്കൂടെ എത്തിയാണ്. അതുകൊണ്ട് മക്കളെ കുറിച്ച് ഒത്തിരി ആകുലപ്പെടരുത്. ഭർത്താവിനെ കുറിച്ച് ഒരുപാട് വ്യഗ്രതപ്പെടരുത്. ഭാര്യയെ കുറിച്ച് ഒത്തിരി വ്യത്യാസനാകരുത്. ഏശയ്യ 59 1-2 വാക്യങ്ങൾ. രക്ഷിക്കാനാകാത്ത വിധം എന്റെ കരങ്ങൾ കുറുകിൽ പോയിട്ടില്ല, കേൾക്കാനാകാത്ത വിധം കാതുകൾക്ക് മാങ്ങൊന്നും സംഭവിച്ചിട്ടില്ല. നിന്റെ മുടി നരയ്ക്കുമ്പോഴും നിന്നെ വഹിക്കുന്ന കർത്താവാണ് ഞാൻ. വിശ്വാസം ഇരുട്ടിലേക്കൂടെ എടുത്തിയാട്ടമാണ്. 1 ഉപേക്ഷയും പുറപ്പാടുമാണ്. 2 ഇരുട്ടിലേക്കൂടെ എടുത്തിയാട്ടമാണ്. 3 വിശ്വാസം ദൈവത്തിലുള്ള സമ്പൂർണമായ ആശ്രയം വയ്ക്കലാണ്. വേറെ ഒന്നിലും ആശ്രയം വയ്ക്കരുത്. അറിയാം, വിശുദ്ധ ബാബ ഇന്ന് പല ചിന്തകളിൽ പങ്കുവച്ച ചിന്തയാണ്. പ്രാർത്ഥനയുടെ അസാധ്യമായിട്ടൊന്നുമില്ല. ദൈവത്തിലുള്ള പൂർണ്ണമായ ആശ്രയം വയ്ക്കലാണ് വിശ്വാസം. വേറെ എവിടെ ആശ്രയം വെച്ചാലും നിരാശയല്ലേ. മക്കളിൽ അമിതമായ ആശ്രയം വെച്ചോ മക്കളുടെ മട്ടു മാറുമ്പോൾ നിങ്ങൾ നേരും. ഭർത്താവിന് അമിതമായ ആശ്രയം വെച്ചോ ഭർത്താവിന്റെ പാപം മാറുമ്പോൾ ഭാര്യ വാടും. ഭാര്യ അമിതമായ ആശ്രയം വെച്ചോ അവിടെ രീതി മാറുമ്പോൾ ഭർത്താവ് ഇരുന്നു പോകും. അതുകൊണ്ടാണ് ഇന്ന് മക്കൾക്കും മറ്റും നാട്ടിൽ വീതം വെക്കുമ്പം അപ്പന്മാർക്ക് വിവരമുണ്ട്. പഴയതുപോലല്ല. ഇന്നെങ്ങനെ എഴുതുക? എന്നെയും എന്റെ ഭാര്യയും മരണം വരെ മര്യാദയ്ക്ക് നോക്കുന്ന ആൾക്ക് ഞങ്ങളുടെ കാലശേഷം വീടും ഒരേക്കർ സ്ഥലവും. ഒരപ്പൻ എഴുതി വെച്ചു. അപ്പൊ കൂടെയുള്ള മോൻ പറഞ്ഞു വേണം ഇപ്പം തന്നെ അക്കരെ ഞാൻ കാലശേഷം ആക്കി കാണിക്കാം. ഇന്ന് ലോകം പോകുന്ന രീതി. ഇവിടെയാണ് വിശ്വാസം ദൈവത്തിലുള്ള ആശ്രയം വയ്ക്കലാണ്. എനിക്ക് നല്ല ശബ്ദമുണ്ടോ എല്ലായിടത്തും വിളിച്ചുകൊണ്ടിരിക്കും. ശബ്ദം പോയോ തീർന്നു. 2000 ആണ്ടിൽ മില്ലിയനിലേക്ക് ചെയ്യാൻ വേണ്ടി സാൻ ഫ്രാൻസിസ്കോ ഞാൻ ആദ്യം വരുന്നു. സാൻ ഫ്രാൻസിസ്കോ എന്റെ ആദ്യത്തെ അമേരിക്കൻ യാത്ര. അപ്പൊ അവിടുത്തെ പ്രസംഗം കഴിഞ്ഞ് വന്നപ്പോൾ ഈ രാത്രി പകലായ സമയ വ്യത്യാസം നവംബറാണ്. നല്ല അനുഭവമുണ്ട്. എന്റെ സ്വരം അത് അടച്ചുപോയി. പക്ഷെ പ്രസംഗക്കാൻ ആൾക്കാർ വർദ്ധിച്ചു വന്നു. ബലം പ്രയോഗിച്ച് പ്രസംഗം പൂർത്തിയാക്കി. അത് കഴിഞ്ഞ് തിരിച്ചു പോകുമ്പോൾ എനിക്ക് വാ തുറക്കുമ്പോൾ ശബ്ദമില്ല. പിന്നെ കുറേ ശബ്ദം വരും. അപ്പം നാട്ടിൽ ചെന്നപ്പം എന്നോട് കുട്ടിയത്ത് പോകണം. ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രശസ്തനായ ഏഷ്യയിലെ തന്നെ ENT സ്പെഷ്യലിസ്റ്റാണ് ഡോക്ടർ കനകരാജ്. അദ്ദേഹത്തെ കാണിക്കാൻ പറഞ്ഞു. അദ്ദേഹം പരിശോധിച്ചിട്ടുണ്ട്. അച്ഛന് തൊണ്ടയ്ക്ക് അസുഖമില്ല. അമിതമായി ഉപയോഗിച്ചതുകൊണ്ട് തഴമ്പ് കൊണ്ടുപോയതാണ്. ഇത് പറഞ്ഞു ഒരു ശരീരഭാഗം കൂടുതൽ ചോദിച്ചാൽ അവിടെ തഴമ്പ് വരും. പ്രസംഗിക്കുന്നവരുടെ തൊണ്ടയ്ക്ക് തഴമ്പ്, പാടുന്നവരുടെ തൊണ്ടയ്ക്ക് തഴമ്പ്, തെങ്ങേക്കെത്തിന് ആലപ്പുറത്ത് എന്നൊരു കാലേ തഴമ്പ്, ചില അച്ഛന്മാരുടെ ചെവിയിൽ തഴമ്പ്. കാരണം നല്ല മുണ്ടുപോലുള്ള ഉപസാരി ഈ ചെവിക്ക് തഴമ്പ്. അപ്പം തഴമ്പ് വരും. തൂമ്പ പിടിച്ചാൽ കയ്യിൽ തഴമ്പ്. നമ്മുടെ നാട്ടിൽ തൂമ്പ പിടിച്ചാലും തഴമ്പില്ലാത്ത ഒരു കൂട്ടര് കേരളത്തിലുണ്ട്. എത്ര തൂമ്പ പിടിച്ചാൽ തഴമ്പുണ്ടായില്ല. ഈയിടെ പത്രത്തിൽ വാർത്ത ഉണ്ടായിരുന്നു. ഒരു കാക്ക ഒരു തൂമ്പാക്കയിൽ 65 മിനിറ്റ് അനങ്ങാതിരുന്നു. ആരുടെ തൂമ്പായും തപ്പിച്ചെന്നപ്പോഴാണ് നമ്മുടെ നാട്ടിലെ പുതിയ ടീമായ തൊഴിലുറപ്പ് പദ്ധതിക്കാരുടെ തൂമ്പായാണ്. അത് എത്ര പിടിച്ചാലും തഴമ്പ് പിടിക്കാത്ത ഒരു പ്രത്യേക പണിയാണത്. ഇപ്പം അധ്വാനിച്ച തഴമ്പ്. അദ്ദേഹം പറഞ്ഞു അച്ഛൻ തിങ്കളാഴ്ച അഡ്മിറ്റ് ചെയ്യപ്പെടും. ചൊവ്വ രാവിലെ 9:30 തൊണ്ടയിൽ മരുന്ന് കെട്ടി മരിപ്പിക്കും. എന്നിട്ട് ലേസർ ഉപകരണം കൊണ്ട് തഴമ്പുള്ള ഭാഗം ചുരണ്ടിയെടുക്കും. അത് ബയോപ്സിക്ക് അയച്ചു കൊടുക്കും. ഉച്ച കഴിഞ്ഞ് ബോളേസിനെയും തരും. അതും കഴിച്ചിട്ട് അച്ഛന് പാലായിക്ക് പോവാം.
അഡ്മിറ്റ് ചെയ്തു, മരുന്ന് കെട്ടി മരപ്പിച്ച് ചൊറിഞ്ഞെടുത്ത് ബയോപ്സി അയച്ചു കൊടുത്തു. ഉച്ചയ്ക്ക് ബോളേഴ്സിൽ തന്നു, ഞാനത് തിന്നു, പാലായിക്ക് പോന്നു. പോരുമ്പോൾ ഡോക്ടർ തോളെ തട്ടി പറഞ്ഞു, അടുത്ത 1 മാസം വലിയ ശബ്ദത്തിൽ മിണ്ടാതിരിക്കാൻ അച്ഛൻ പ്രത്യേകം ശ്രദ്ധിക്കണം. എന്റെ സുപ്പീരിയറച്ഛൻ പറഞ്ഞു, 2 മാസം ഒന്നും മിണ്ടണ്ട, അച്ഛന്റെ ശബ്ദം പോയാൽ സഭയുടെ വരുമാനമാണ് മൊത്തം പോവുക. അതുകൊണ്ട് അച്ഛൻ കാസറ്റിൽ പാട്ട് കേൾക്കുക, പ്രസംഗം കേൾക്കുക, നല്ല പുസ്തകങ്ങൾ വായിക്കുക. ടെലിഫോൺ അറ്റൻഡ് ചെയ്യാൻ ടെലിഫോൺ പോയി ആൾക്കാർ വിളിക്കുമ്പോൾ പറഞ്ഞു തുടങ്ങി, ജോസഫ് അച്ഛൻ ഓപ്പറേഷൻ കഴിഞ്ഞ് ബയോപ്സി കഴിച്ച് കാത്തിരിക്കുകയാണ്, കുഴപ്പമുണ്ടായിരിക്കാൻ പ്രാർത്ഥിക്കണം. 15 ദിവസമായി ടെലിഫോൺ പകുതിയായി, 3 ആഴ്ചയായി ടെലിഫോണിൽ ചെലവായി. 1 മാസമായപ്പോൾ എന്നെ പരിചയമുള്ള അച്ഛന്മാരും ആൾക്കാരും പറഞ്ഞു തുടങ്ങി, നല്ല അച്ഛനും ധ്യാനമൊക്കെ ആയിരുന്നു. ഇത്രയുള്ള മനുഷ്യന്മാരുടെ എന്താ കാര്യം, കിട്ടിയാൽ പോയാൽ പോയി, ശവടക്ക് 41 കഴിയുന്ന പോലെയായി. ശബ്ദം വീട്ടു പോകാൻ തുടങ്ങി. ലോകത്തിൽ എവിടെ ആശ്രയം വെച്ചാലും നിരാശയാണ്. ദൈവത്തിലുള്ള പൂർണ്ണമായ ആശ്രയം വിശ്വാസം അബ്രാഹാം പഠിപ്പിച്ചു. 1 ഉപേക്ഷയും പുറപ്പാടുമാണ്. 2 ഇരുട്ടിലേക്കുള്ള എടുത്തുചാട്ടമാണ്. 3 ദൈവത്തിലുള്ള പൂർണ്ണമായ ആശ്രയത്തിലേക്കിലാണ്. 4 വിശ്വാസം എന്ന് പറഞ്ഞാൽ ഫെയ്ത്ത് മീൻസ് ടു ഗോ ബിയോണ്ട് റീസൺ. വിശ്വാസം ബുദ്ധിക്ക് അപ്പുറത്തേക്കുള്ള വളർച്ചയാണ്. ഫെയ്ത്ത് മീൻസ് ടു ഗോ ബിയോണ്ട് റീസൺ. ബുദ്ധിക്ക് അപ്പുറത്തേക്കുള്ള വളർച്ചയാണ് വിശ്വാസം. അതാണ് പറയുക, ഇസ്മായേലിനെ കൊല്ലുക. ഇസ്മായേൽ ദൈവത്തിന്റെ വാഗ്ദാനമല്ല, അത് മുസ്ലിങ്ങൾ ഇന്ന് കണ്ടുപിടിച്ച തത്വങ്ങളാണ്. ദൈവത്തിന്റെ വാഗ്ദാനം വന്ധ്യയായ സാറ പ്രസവിക്കും. സാറയുടെ ബുദ്ധിയാ പറഞ്ഞത്, വൃദ്ധ പ്രസവിച്ചിരിക്കലോ പണിക്കാരിയെ പ്രാപിക്കുക. ഇപ്പൊ സാറയുടെ ബുദ്ധിയിൽ നിന്നും ഇസ്മയേൽ ആകാരം ജനിച്ചു. ദൈവം പറഞ്ഞു, ഇസ്മയേലിനെ ഉപേക്ഷിക്കുക, ബുദ്ധിക്കപ്പുറം വളരുക, ബുദ്ധിയെ ഉപേക്ഷിക്കുക. കാരണം നമ്മുടെ ദൈവം ബുദ്ധിമാന്മാരിൽ നിന്നും വിവേകതയിൽ നിന്നും മറച്ചു വെക്കുന്ന ദൈവരാജ രഹസ്യങ്ങൾ ശിശുക്കൾക്ക് വെളിപ്പെടുത്തുന്നവനാണ്. ബുദ്ധിയോടും ബുദ്ധിയോടും ചിന്തിച്ചാൽ പലതിനും ഉത്തരവില്ലല്ലോ. അതിനപ്പുറത്തേക്കുള്ള വളർച്ചയാണ് വിശ്വാസം. നമ്മുടെ ബുദ്ധി എന്ന് പറഞ്ഞാൽ ബ്ലൈറ്റിലേക്ക് ടോർച്ച് പോലെയാണ്. ഞാൻ മണർകാട് കവല നിന്ന് അടിക്കുമ്പം 2 പറഞ്ഞവർക്ക് ദൂരെ മാതാവിന്റെ തീർത്ഥാടനങ്ങളുടെ കുരിശുവഴിയിൽ ലൈറ്റ് ചെയ്ത് മുട്ടുന്നു. രാത്രി 11:30 എന്റെ വേറാടെ ടറസേ കയറി നിന്ന് ഞാൻ ആകാശത്തിലേക്ക് നീട്ടിയടിക്കുന്നു. കൂടെയുള്ള അച്ഛന്മാരിരിക്കുന്നു, എന്നാ ജോസഫ് അച്ഛാ തപ്പുന്നു, ഇവിടെ മിണ്ടാതിരിക്കും, വല്ല ഉൾക്കെങ്ങാൻ പോന്നോണം നൽകാൻ ബ്രൈറ്റേറ്റ് ടോർച്ച് വെച്ച് അടിച്ചു കൊടുക്കുക. അതിനപ്പുറം ഉൾക്കൊള്ളുന്ന ലോകം. ഞാൻ എഞ്ചിനീയർ, ഡോക്ടർ, ബാങ്ക് മാനേജർ, ജേർണലിസ്റ്റ് ആരുമാകാം. പക്ഷെ എന്റെ ബുദ്ധി, അറിവ് വെറും ബ്രൈറ്റ് ടോർച്ച്. ദൈവത്തിന്റെ ലോകം അതിനപ്പുറമാണ്. ഇപ്പൊ ബുദ്ധിക്ക് അപ്പുറത്തേക്ക് വളരാൻ നമ്മൾ പഠിക്കണം. അവിടെ പരിശുദ്ധ മറിയത്തെ പോലെ പറയണം, ഇതാ കർത്താവിന്റെ ദാസി, എനിക്കൊന്നും മനസ്സിലാകുന്നില്ല, ഇഷ്ടം പോലെ നടക്കട്ടെ. വിശ്വാസം ബുദ്ധിക്കപ്പുറത്തേക്ക് വളർച്ചയാണ്. എന്നാണ് പറയുക, കൊച്ചു കുഞ്ഞുങ്ങൾ അമ്മമാരെ വിശ്വസിക്കുന്ന പോലെ ദൈവത്തിൽ വിശ്വസിക്കണം. കൊച്ചുപിള്ളയുടെ ഹൈക്കമാൻഡ് അമ്മയല്ലേ, അതിനപ്പുറം അപ്പീലുണ്ട്. കോട്ടയത്ത് 2 കൊച്ചു കുട്ടികൾ തിരുവനന്തപുരം സൂപ്പർ ഫാസ്റ്റിൽ കയറി. കുറെ കഴിഞ്ഞ് പറഞ്ഞു, കണ്ടക്ടർ സാറെ തിരുവല്ല ആവുമ്പോൾ ഒന്ന് പറഞ്ഞേക്കണം. കണ്ടക്ടർ പറഞ്ഞു, നിങ്ങൾ പോയി ഇരിക്കും, ആകുമ്പം പറയാം. ചിങ്ങവനമായപ്പോൾ ഇതാണ് തിരുവല്ല, ആകുമ്പം പറയാം, പോയില്ല. ചങ്ങനാശ്ശേരി ചെന്നപ്പോൾ ഇത് തിരുവല്ല ആണെന്ന് തോന്നുന്നു, മെനക്കെടുത്താൻ വേണ്ടി വലിഞ്ഞീര് വരും, പോയില്ലാന്ന്. പിള്ളേർ പേടിച്ചു പോയി, ഒരു സീറ്റിൽ ഇരുന്ന് ഉറങ്ങിപ്പോയി. കണ്ടക്ടർ ഉറങ്ങിപ്പോയി. തിരുവല്ലായി ചെന്നപ്പോൾ ആരും കയറാനും ഇറങ്ങാനില്ല, വണ്ടി വിട്ടുപോയി. കുറ്റൂരി എന്നപ്പം കുറെ ആൾക്കാർ ബഹളം വെച്ചു. എന്നാ മര്യാദയുടെ 2 കുഞ്ഞുങ്ങൾ പറഞ്ഞതല്ലേ തിരുവല്ലാകുമ്പോൾ ഒന്നെങ്കിൽ വണ്ടി തിരിച്ചുവിടും, അല്ലെങ്കിൽ വേറെ വണ്ടി കയറ്റിവിടും. ബഹളം മൊത്തം ഡ്രൈവർ വണ്ടി എടുത്തു, തിരുവല്ലാശാലി കൊണ്ടു വണ്ടി എടുക്കും. ഇറങ്ങി പോടാ, ഇതാ തിരുവല്ല, മെനക്കെടുത്താൻ വേണ്ടി വന്ന് കയറുന്നു. ഉടനെ പിള്ളേരുടെ മറുപടി, വേണ്ട സാറേ, അതന്നെ ഞങ്ങൾക്ക് ഇറങ്ങുമൊന്നും വേണ്ട, അമ്മ പറഞ്ഞായിരുന്നു തിരുവല്ലായി ചെല്ലുമ്പം ചോറുംപൊടി അടിച്ച് കൊണ്ടോണമെന്ന് പറഞ്ഞത്, അത് ആരും അറിയാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അവിടെ കുഞ്ഞുങ്ങളുടെ ഹൈക്കമാൻഡ് അമ്മയാണ്, അതിനപ്പുറം അപ്പീലില്ലല്ലോ. വിശ്വാസം ബുദ്ധി അപ്പുറത്തേക്കുള്ള വളർച്ചയാണ്. ഫെയ്ത്ത് മീൻസ് ടു ഗോ ബിയോണ്ട് റീസൺ. ഫൈനലി, അവസാനമായി, വിശ്വാസം എന്ന് പറയുന്നത് ഏറ്റവും ഇഷ്ടപ്പെട്ടതിനെ പരാതി കൂടാതെ ദൈവത്തിന് വേണ്ടി നഷ്ടപ്പെടുന്നതാണ്. കാണാപ്പാടം പഠിച്ച് ചെല്ലുന്ന കുറെ പ്രാർത്ഥനയല്ല വിശ്വാസം. ജീവിതത്തിൽ ഏറ്റവും ഇഷ്ടപ്പെട്ടതിനെ പരാതി കൂടാതെ ദൈവത്തിന് വേണ്ടി നഷ്ടപ്പെടുന്നതാണ് വിശ്വാസം. അബ്രഹാമിന് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഇസഹാക്ക. ഒരു പരാതിയും കൂടാതെ ബലികഴിക്കാൻ തയ്യാറായി. നമുക്കും ഇഷ്ടപ്പെട്ട പലതും നഷ്ടപ്പെടുമ്പോൾ പിടിച്ചു നിൽക്കാൻ പറ്റുമോ? പഴയ നിയമത്തിലെ യോബിനെ പോലെ. അങ്ങനെ നിൽക്കുന്നതാണ് വിശ്വാസം. നമുക്ക് പലതും ഇന്ന് കാണാപ്പാടം പഠിച്ച ഓർമ്മില്ല, ചെല്ലും. ഒരു തിരുമേനി രൂപതയിലെ എല്ലാ പള്ളികളിലും കുട്ടികളുടെ പ്രഥമ ദിവ്യകാര്യ കുർബാന സ്വീകരണത്തിന് ചെല്ലുന്ന പതിവാണ്. അങ്ങനെ ചെല്ലുമ്പം എല്ലാ കുഞ്ഞുങ്ങളും ബൊക്കയും പിടിച്ച് ലൈനായിട്ട് നിൽക്കണം. ആദ്യം കാണുന്ന 3 പേരോട് ഓരോ ചോദ്യം ചോദിക്കും.
ഒന്നാമത്തെ കുട്ടിയോട് ആര് നിന്നെ സൃഷ്ടിച്ചു? അവൻ വെടിവെക്കുന്ന പോലെ പറയണം, ദൈവം. രണ്ടാമത്തെ കുട്ടിയോട് എന്തിനു നിന്നെ സൃഷ്ടിച്ചു? ദൈവത്തെ അറിഞ്ഞ് സ്നേഹിക്കാൻ. മൂന്നാമത്തെ കുട്ടിയോട് എന്താണ് ജീവിത ലക്ഷ്യം? ദൈവത്തെ വിനയം പ്രാപിക്കുക. സ്ഥിരം ചോദ്യമാണ്. ഒരിടയിൽ 30 കുഞ്ഞുങ്ങളുണ്ട്. പിതാവിന് ചോദ്യം അറിയാവുന്ന ടീച്ചർ 3 കുട്ടികളെ ഓരോ മുറിയിലെത്തി ഓരോന്ന് പഠിപ്പിച്ചു തെറ്റാതിരിക്കാൻ. 27 പേരെ കോമൺ ആയിട്ട് പഠിപ്പിച്ചു. ഒന്നാമത്തെ കുട്ടി ഒറ്റയ്ക്ക് പഠിപ്പിച്ചു, ആര് നിന്നെ സൃഷ്ടിച്ചു? ഏത് ഉറപ്പിച്ചിട്ടും പറയും, ദൈവം. രണ്ടാമത്തെ കുട്ടിയോട് എന്തിനു സൃഷ്ടിച്ചു? ദൈവത്തെ അറിഞ്ഞ് സ്നേഹിക്കാൻ. ഇവർ ഈ ഓരോ ഉത്തരവില്ലാതെ ഒന്നാമത്തെ ഉത്തരം രണ്ടാമത്തെ ഉത്തരം ഒന്നാമത്തെ അറിയത്തില്ല. മൂന്നാമത്തെ കുട്ടിയോട് ജീവിത ലക്ഷ്യം ദൈവത്തിൽ വിനയം പ്രാപിക്കുക. പിതാവ് വരുന്ന കുഞ്ഞുങ്ങൾ ബൊക്കയൊക്കെ അഴിയുന്നു. പിതാവ് വരാൻ ഇളം വെയിലത്ത് ഒന്നാമത്തെ കുട്ടി ബോധം കെട്ട് താഴെ വീണു. അവനെ താങ്ങിയെടുത്ത് പള്ളിവേള വരാതെ ചാരി വെച്ച് കിടത്തി. ഓട്ടോമാറ്റിക്കായി രണ്ടാമത്തെ ഒന്നാമതായി, മൂന്നാമത്തെ രണ്ടാമതായി, നാലാമത്തെ മൂന്നാമതായി. താമസിച്ചു വന്ന ഇരുമേനെ പെട്ടെന്ന് കാറേത് ചാടി ഇറങ്ങിയ സമയം ലാഭിക്കട്ടെ. നടക്കുന്ന വഴിക്ക് ഒന്നാമത് കുട്ടിയോട് ചോദിച്ചു, ആര് നിന്നെ സൃഷ്ടിച്ചു? അവൻ വെക്കാൻ തുടങ്ങി. അവനറിയാവുന്ന മറുപടി രണ്ടാമത്തെ മറുപടിയാണ് പഠിച്ചിരിക്കുന്നത്. അവനെ പഠിപ്പിച്ച ടീച്ചർ ശരിയേക്കാൻ മേലാത്ത രീതിയിൽ വാർത്ത വായിക്കുന്ന പോലെ തൊളവട ഉണ്ടാകും, ഉരുട്ടി ദൈവം ദൈവം ദൈവം. ഇവൻ കണ്ണു തള്ളുക. പിതാവിന് തോന്നി എന്തോ കുഴപ്പമാണ്. വിഷയം അവന് തിരുമേനി ചോദിച്ചു, എന്തിനാ അവനെ ചമ്മുന്നത്? ദൈവം അല്ലേടാ നിന്നെ സൃഷ്ടിച്ചു. അല്ല പിതാവിനെ, ദൈവം സൃഷ്ടിച്ച പക്ഷെ ബോധം കെട്ട് വരാന്റെ കാര്യം ദൈവത്തെ അറിഞ്ഞ് സ്നേഹിക്കാൻ ആളാണ് ഈ മുഖ്യത്തിൽ. പലപ്പോഴും നമ്മൾ കാണാപ്പാടം പഠിച്ച ഒരുപിടി ഓർമ്മില്ല, അതിനപ്പത്തേക്ക് നമ്മൾ കാണാൻ കിട്ടില്ല. ഇവിടെയാണ് വിശ്വാസത്തിന്റെ വളർച്ചയിൽ നമ്മൾ പോവുക. നമ്മുടെ ഇങ്ങനെയുള്ള സംഗമങ്ങൾ, ഒരുമിച്ചുള്ള വരവൊക്കെ നമ്മുടെ വിശ്വാസ വളർച്ചയുടെ കാലമാണ്. സഭയോടത്ത് ചിന്തിക്കാൻ, പിതാക്കന്മാരോട് ചിന്തിക്കുവാൻ, പൂർവികർ കൈമാറിയ വിശ്വാസം അണയാതെ സൂക്ഷിക്കുവാൻ, അബ്രഹാം പഠിപ്പിച്ച വിശ്വാസത്തിന് 5 മാതൃകൾ നമ്മുടെ ജീവിതത്തിന്റെ മാതൃകകളായി നമുക്ക് മാറട്ടെ. ഉപേക്ഷയും പുറപ്പാടും നടത്തി ഇരുട്ടിലേക്ക് എടുത്തിയാടി ദൈവത്തിൽ ആശ്രയം വെച്ച് ബുദ്ധിക്കപ്പുറം വളർന്നു ഇഷ്ടപ്പെടുന്നതിനെ പരാതികളെ നഷ്ടപ്പെടുത്തുന്ന ഒരു വിശ്വാസ ജീവിതം. അവിടെ കർത്താവ് പറയും, നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു. പണ്ട് മറിയത്തോട് ഏലീസ്വാമി പറഞ്ഞ വാക്ക്, കർത്താവ് വലിയ ചില കാര്യങ്ങൾ നിറവേറുമെന്ന് വിശ്വസിച്ച് നീ ഭാഗ്യവതി. ഉത്തരനായ യേശു തമ്പുരാൻ തോമസ് പറഞ്ഞ വാക്ക്, കാണാതെ വിശ്വസിക്കുന്നവർ ഭാഗ്യവാന്മാർ. അപ്പോസ്തല പ്രവൃത്തികൾ 16:32. കർത്താവായ ക്രിസ്തുവിൽ വിശ്വസിക്കുക, നീയും നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കും. ഈ ചിന്തകൾ മനസ്സിൽ സൂക്ഷിക്കാം. നല്ലവനായ ദൈവം വിശ്വാസം നമ്മളെ വളർത്തട്ടെ. ദൈവം നമ്മളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.